everyone, നമ്മളുടെ ഈ വീഡിയോയിൽ പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയൺമെൻറ്റ് അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം ഈ രണ്ട് മോഡ്യൂൾസിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മുടെ അനാലിസിസ് വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഈ രണ്ട് മോഡ്യൂൾസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ള ഏരിയാസാണ് നമുക്ക് ഈ രണ്ട് മോഡ്യൂൾസിൽ കവർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് ഈ ഒരു രണ്ട് മോഡ്യൂൾസിനെ കൈകാര്യം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പഠിക്കാനായിട്ട് സാധിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇതിലെ കോർ ഏരിയാസ് കുറച്ചുണ്ട്, അത് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. എപ്പോഴും ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന ചില ഏരിയാസ് നമുക്ക് ഈ രണ്ട് മോഡ്യൂളിലും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ആ ഏരിയാസ് കൃത്യമായി പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. ബാക്കി ഏരിയാസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ അതായിരിക്കും ഇങ്ങനെയുള്ള വളരെ വാസ്റ്റ് ആയിട്ടുള്ള മോഡ്യൂൾസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സ്ട്രാറ്റജി. അല്ലാതെ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലെ പോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയൺമെൻറ്റ് എന്ന മോഡ്യൂളിലെ 25 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനുശേഷം വിൽ ബി മൂവിങ് ടു ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. അപ്പോൾ നമ്മൾ യൂഷ്വലായിട്ട് ചെയ്യുന്നത് പോലെ ക്വസ്റ്റ്യൻ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആൻസേഴ്സ് ഒന്ന് മാർക്ക് ചെയ്യാനായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടും. നിങ്ങളുടെ ആൻസേഴ്സ് ശരിയാണെങ്കിൽ എന്തുകൊണ്ട് ശരിയായെന്ന് നിങ്ങൾക്കതൊന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതല്ല എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ മിസ്റ്റേക്ക് വന്നു എന്നുള്ളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ദാറ്റ് പിന്നീട് എക്സാം എഴുതുന്ന സമയത്ത് അങ്ങനെ നിങ്ങൾ റെക്ടിഫൈ ചെയ്യുന്ന പോയിൻറ്റ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് മോഡ്യൂൾസിലെയും പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടുന്ന ഏരിയാസ് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത അനാലിസിസ് വീഡിയോസിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സ്പെഷ്യലായിട്ട് എംഫസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ അനാലിസിസ് വീഡിയോസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് രണ്ടും കണ്ടതിന് ശേഷം, ഈ രണ്ട് മോഡ്യൂൾസിൻ്റെ അനാലിസിസ് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇത് പ്രയോജനമായിരിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്ക്സ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. സോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മോഡ്യൂൾ പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയൺമെൻറ്റ് എന്ന മോഡ്യൂളാണ്. സോ ഹിയർ യു ഹാവ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Consider the following statements, and you have several statements given here. The Millennium Development Goals were to be achieved by 2015. The Sustainable Development Goal will guide United Nations Development Program policy until 2035. The Sustainable Development Goals came into effect in January 2016. നിങ്ങൾക്ക് പല കോമ്പിനേഷൻസും ഇവിടെ തന്നിട്ടുണ്ട്. സോ നമുക്ക് തന്നിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ അനാലിസിസ് ചെയ്ത സമയത്ത് തന്നെ ഞാൻ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ പഠിച്ചിരിക്കേണ്ടുന്ന ഏരിയ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തൊരു ഏരിയ ആയിരുന്നു മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. അപ്പോൾ എക്സാംസ് നമ്മളൊന്ന് അനലൈസ് ചെയ്യും, ഇതിന് മുമ്പുള്ള എക്സാംസ് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ ഈ രണ്ട് ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ഫ്രീക്വൻ്റ് ആയിട്ട് എപ്പോഴും നമുക്ക് ചോദിക്കുന്നതാണ്. പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയൺമെൻറ്റ് എന്നുള്ള മോഡ്യൂൾ പലപ്പോഴും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന അല്ലെങ്കിൽ അങ്ങനെ കാണുന്ന ഒരു മൊഡ്യൂളാണ്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എൻറ്റയർ ആയിട്ട് പ്രീവിയസ് ഇയർ ഒക്കെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ ഈ ഏരിയാസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ എക്സാമിനും അവർ ഫോക്കസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടുന്ന ഒരു ഏരിയ തന്നെയാണ് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. ഓൾറെഡി നമ്മളത് മെൻഷൻ ചെയ്തിരുന്നു. സോ ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കേ, ദ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് വേ ടു ബി അച്ചീവ്ഡ് ബൈ 2015. അപ്പോൾ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിൽ നമുക്ക് 8 ഗോൾസ് ആണുള്ളത്. അത് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പിന്നീടുള്ള ക്വസ്റ്റ്യൻസിൽ അനലൈസ് ചെയ്യും, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഈ 8 മില്ലേനിയം ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന ടാർഗറ്റ് ഇയർ എന്ന് പറയുന്നത് ഇറ്റ്സ് 2015. അപ്പം എ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ബി നോക്കിക്കേ, ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് വിൽ ഗൈഡ് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം പോളിസി അണ്ടിൽ 2035. അപ്പം മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ ടാർഗറ്റ് ഇയർ എന്ന് പറയുന്നത് 2015 ആണെന്ന് നമ്മൾ പറഞ്ഞു. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളിൻ്റെ അല്ലെങ്കിൽ ആ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ടുള്ള ടാർഗറ്റ് ഇയർ ഏതാണ് എന്നുള്ളതാണ് സ്റ്റേറ്റ്മെൻറ്റ് 2-ൽ ബേസിക്കലി മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് 2035 ആണ് അതിൻ്റെ ടാർഗറ്റ് ഇയർ എന്നുള്ളതാണ്. പക്ഷേ ദാറ്റ് ഇസ് റോങ്. ഇറ്റ്സ് 2030 ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന ടാർഗറ്റ് ഇയർ എന്ന് പറയുന്നത്. സോ ബി സ്റ്റേറ്റ്മെൻറ്റ് അപ്പം ഇൻകറക്റ്റ് ആണ്, നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. ഇനി സി നോക്കിക്കേ, ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് കെയിം ഇൻ ടു ഇഫക്റ്റ് ഇൻ ജാനുവരി 2016. അപ്പോൾ സിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ബേസിക്കലി അത് സെറ്റ് ചെയ്യപ്പെട്ടത് 2015 ആൻഡ് ഇറ്റ് കെയിം ഇൻ ടു ഇഫക്റ്റ് ഇൻ 2016 ജാനുവരി. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, എ ശരിയാണെന്ന് പറഞ്ഞു. 2015 ആണ് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ ടാർഗറ്റ് ചെയ്യുക.
പക്ഷേ ബി തെറ്റാണ്, ബി സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ബിക്കോസ് 2035 ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ ടാർഗറ്റ് ഇയർ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബട്ട് ദാറ്റ് ഈസ് റോങ്. 2030 ആണ് ടാർഗറ്റ് ഇയർ എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് സിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഇറ്റ് കെയിം ഇൻ ടു ഇഫക്റ്റ് ഇൻ ജാനുവരി 2016 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും ശരിയാണ്. അപ്പോൾ എയും സിയും നമുക്ക് ഇതിൻ്റെ ആൻസേഴ്സ് ആയിട്ട് എടുക്കാം. സോ എ ആൻഡ് സി ഒള്ളി എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ 3. അപ്പോൾ നിങ്ങൾ ആൻസേഴ്സ് മാർക്ക് ചെയ്യുന്നുണ്ട്, എന്നിട്ട് നിങ്ങളത് കമ്പയർ ചെയ്യുന്നുണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ നൗ വി ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Consider the following statements in the context of Millennium Development Goals adopted by the United Nations. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് 8 മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് ആണുള്ളത്. അതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസും വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് വരുന്നതാണ്. ഐ മീൻ കൃത്യമായിട്ട് ആ 8 മില്ലേനിയം ഗോൾസ് ഏതൊക്കെയാണ് എന്ന് പഠിച്ചിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങൾക്ക് ചില ഓപ്ഷൻസ് തരും, അതിൽ നിന്നും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഗോൾസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നതാണ്. ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്താണ്? ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ, ഇംപ്രൂവ് മറ്റേണൽ ഹെൽത്ത്, റെസ്പോൺസിബിൾ കൺസെപ്ഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ, reduce child mortality. അപ്പോൾ consider the following statements in the context of Millennium Development Goals adopted by the United Nations. അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ആദ്യം ഈ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഗോൾസ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. സോ ദ ഫസ്റ്റ് ഗോൾ ഇസ് ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ. എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ ഇറാഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിലെ ഗോൾ 1 എന്ന് പറയുന്നത്. 2 ഇസ് അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ. ആ പ്രൈമറി എഡ്യൂക്കേഷൻ എന്നുള്ളത് വളരെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് ഓർത്തിരിക്കുക. അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ, പ്രൊമോട്ട് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് എംപവർ വിമൻ. നാലാമത്തെ ഗോൾ റിഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി, ഇംപ്രൂവ് മെറ്റേണൽ ഹെൽത്ത് ഇസ് ദി ഫിഫ്ത്ത് ഗോൾ. ആൻഡ് ദെൻ വി ഹാവ് കോംപാറ്റ് HIV or AIDS, malaria and other diseases, and ensure environmental sustainability, and finally global partnership ഫോർ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ 8 എണ്ണമാണ്, ഈ 8 ഗോൾസാണ് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ അണ്ടറിൽ നമുക്ക് വരുന്നത്. സോ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിന്ന് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഗോൾസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ, ദാറ്റ് ഈസ് ഗോൾ 1 അല്ലേ. അപ്പോൾ അത് നമുക്ക് എടുക്കാം, ഓപ്ഷൻ എ എടുക്കാം. ഇംപ്രൂവ് മെറ്റേണൽ ഹെൽത്ത്, മെറ്റേണൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് ഗോൾ 5 ആണ്. സോ ദാറ്റ് ഈസ് ഓൾസോ അസോസിയേറ്റഡ് വിത്ത് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ്. ഇനി റിഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി, റിഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി എന്ന് പറയുന്നത് ഗോൾ 4 ആണ്. റിഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി ഈസ് ഗോൾ 4, അതും എടുക്കാം. റെസ്പോൺസിബിൾ കൺസെപ്ഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു ഗോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ കൊടുത്തിരിക്കുന്ന 8 ഗോൾസിൽ. അത് നിങ്ങൾക്ക് ഇവിടെ ഇല്ല അല്ലേ. ദാറ്റ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സി നിങ്ങൾക്ക് ഇതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കളയാം. ദാറ്റ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്? എ, ബി ആൻഡ് ഡി. A, B, D എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാ? ദാറ്റ് ഈസ് ഓപ്ഷൻ 3. So the right answer for this question is option 3. Moving to the next question. Identify the sustainable development goals from the list given below. അപ്പോൾ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് പോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ അണ്ടറിൽ വരുന്ന ഗോൾസ് ഏതൊക്കെയാണ്, അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഫോക്കസ് ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ട് അതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ ഭാഗമായിട്ട് വരുന്നത് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്? സീറോ ഹങ്കർ, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ, ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, ഗ്രീൻ അഗ്രികൾച്ചർ ആൻഡ് ക്ലൈമറ്റ് ആക്ഷൻ. സോ ഇതാണ് നമ്മളുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ഗ്ലോബൽ ഗോൾസ് എന്ന് വിളിക്കാറുണ്ട്. 17 ഗോൾസ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. നോ പോവർട്ടി, നോ ഹങ്കർ, ഗുഡ് ഹെൽത്ത്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ജെൻഡർ ഇക്വാലിറ്റി, ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. ദെൻ വി ഹാവ് ക്ലീൻ എനർജി, ഗുഡ് ജോബ്സ് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്, ഇന്നോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, റെഡ്യൂസ്ഡ് ഇൻഇക്വാലിറ്റീസ്, സസ്റ്റൈനബിൾ cities and communities, responsible consumption, protect the planet, life below water, life on land, and peace and justice, and finally you have partnerships for the goals. അപ്പോൾ ഇത്രയുമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഗോൾസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നും കൂടെ വന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്?
സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാം. സോ ഈ ഓപ്ഷൻസ് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഗോള് ബേസിക്കലി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ ഭാഗമായിട്ട് വരുന്നില്ല. പ്രൈമറി എഡ്യൂക്കേഷൻ എന്നുള്ളത് ഫോക്കസ് ചെയ്തിരുന്നത് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിലായിരുന്നു. ഗുഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസാണ്. പ്രൈമറി എഡ്യൂക്കേഷന് എംഫസിസ് കൊടുക്കുന്നത് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ സ്കിപ്പ് ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ. യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ എന്നുള്ളത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഗ്രീൻ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഗ്രീൻ അഗ്രികൾച്ചർ എന്നൊരു ഓപ്ഷൻ, അതും നമുക്ക് ഇവിടെ ഓപ്ഷൻസിൽ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു ഗോളും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ 3ഉം 5ഉം നമുക്ക് ഇതിനകത്ത് നിന്ന് കളയാമല്ലോ. അപ്പോൾ 3ഉം 5ഉം ഇല്ലാത്ത ഓപ്ഷൻ നോക്കിയാൽ മതി ഇതിനകത്ത് നിന്ന്. സോ 3ഉം 5ഉം ഇല്ലാത്ത ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 4 ആണ്. 1, 2, 4 and 6. So the right answer for this question is option 4. ബാക്കി അതിനകത്ത് തന്നിരിക്കുന്ന ആ 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്താൽ ബാക്കി അതിൽ തന്നിരിക്കുന്നതെല്ലാം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഗോൾസ് തന്നെയാണ്. ഓൾറൈറ്റ്. അപ്പോൾ ആ രീതിയിൽ ഈ ഒരു ഏരിയ നിങ്ങൾ പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി വേറൊരു ക്വസ്റ്റ്യൻ, ഈ ഒരു ഏരിയ കുറച്ചും കൂടെ ഒന്ന് തറവാവാൻ വേണ്ടി നമുക്ക് വേറൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. Which of the following is not a sustainable development goal? അപ്പോൾ ഇതിനകത്ത് നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ അല്ലാത്തത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ മുമ്പേ നമ്മൾ ചെയ്ത് എന്തായിരുന്നു? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഗോൾസ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു മുമ്പത്തെ ക്വസ്റ്റ്യൻ. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ ഭാഗമല്ലാത്ത ഓപ്ഷൻ ഏത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ യു ഹാവ് ദി ഓപ്ഷൻസ് ജെൻഡർ ഇക്വിറ്റി, ക്ലൈമറ്റ് ആക്ഷൻ, പ്രൊട്ടക്ഷൻ ഓഫ് ഓസോൺ ലെയർ, ലൈഫ് ബിലോ വാട്ടർ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ 17 ഗോൾസ് എന്തൊക്കെയാണെന്ന് അറിയാമല്ലേ? അപ്പോൾ ഏതായിരിക്കും ഇതിൻ്റെ റൈറ്റ് ആൻസർ? ദാറ്റ് ഇസ് ഓപ്ഷൻ 3. പ്രൊട്ടക്ഷൻ ഓഫ് ഓസോൺ ലെയർ എന്ന് പറയുന്നത് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൽ കൺസിഡർ ചെയ്യുന്ന ഒരു ഗോളല്ല, അല്ലെങ്കിൽ അതിൽ അങ്ങനെ ഒരു ഗോൾ മെൻഷൻ ചെയ്തിട്ടില്ല. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അല്ലാത്തത് ഇതിൽ നിന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ 3. Now we are moving to the next question. Montreal Protocol aims at. അപ്പോൾ നമ്മൾ ഈ പ്രോട്ടോക്കോൾസ്, എൻവയൺമെൻറ്റൽ പ്രോട്ടോക്കോൾസ്, എൻവയൺമെൻറ്റൽ ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോട്ടോക്കോൾസ് അല്ലെങ്കിൽ കമ്മിറ്റീസും കമ്മീഷൻസും ഒക്കെ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മുടെ അനാലിസിസ് വീഡിയോയിൽ. അപ്പോൾ ഈ മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് അത്യാവശ്യം ഫ്രീക്വൻ്റ് ആയി പ്രോട്ടോക്കോൾസിൽ തന്നെ അവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന കുറച്ച് പ്രോട്ടോക്കോൾസ് ഉണ്ട്. മോൺട്രിയൽ, ക്യോട്ടോ, പാരീസ് എഗ്രിമെൻറ്റ്, ഇതൊക്കെ എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നത്. അപ്പം അങ്ങനെ മോൺട്രിയൽ പ്രോട്ടോക്കോളിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണ്? റിഡക്ഷൻ ഇൻ എമിഷൻസ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്, phasing out ozone depleting substances, prohibiting transboundary movement of hazardous waste, enhancing cooperation among UN member states for peaceful uses of nuclear energy. അപ്പോൾ ആദ്യം ഈ മോൺട്രിയൽ പ്രോട്ടോക്കോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മോൺട്രിയൽ പ്രോട്ടോക്കോൾ ബേസിക്കലി എന്താണ് ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ 1970s ഈ ക്ലോറോഫ്ലൂറോ കാർബൺ CFCs നമുക്ക് കോമൺ ആയിട്ട് പരിചയമുള്ള ഒരു ടേം ആയിരിക്കും അല്ലേ? അപ്പോൾ CFCs ആക്ച്വലി ഓസോണെ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട് എന്ന് 1970s പഠനങ്ങൾ വരികയും അതിനകത്ത് തെളിയിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് 1980s ആയ സമയത്ത് ഓസോൺ ലെയറിൽ ഒരു ഡിപ്ലീഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇടയായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 2 പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ ട്രീറ്റീസ് ഈ ഓസോൺ ലെയറിൻ്റെ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരാനായിട്ട് ഇടയായി തീർന്നു. ഈ രണ്ട് ഇൻ്റർനാഷണൽ ട്രീറ്റീസും UNEPയുടെ അണ്ടറിലാണ് വരുന്നത്, യുണൈറ്റഡ് നേഷൻസ് എൻവയൺമെൻറ്റ് പ്രോഗ്രാം. സോ ഈ UNEP എന്ന് പറയുന്നത് നിങ്ങൾക്ക് പരിചയമുണ്ടായിരിക്കും. സ്റ്റോക്ക്ഹോം കോൺഫറൻസ്, നമ്മൾ ഈ പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയൺമെൻറ്റ് പഠിക്കുമ്പോൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്ന ഒരു കോൺഫറൻസ് ആണ്, ഒരു UN കോൺഫറൻസ് ആണ് സ്റ്റോക്ക്ഹോം കോൺഫറൻസ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ശരിക്കും അതാണ് ഈ ഒരു UNEPയുടെ ഫോർമേഷന് കാരണമായത് 1972. സോ UNEPയുടെ അണ്ടറിൽ 2 ഇൻ്റർനാഷണൽ ട്രീറ്റീസ് ഈ ഓസോൺ ലെയറിൻ്റെ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരാനായിട്ട് ഇടയായി തീർന്നു. അതിനകത്ത് ആദ്യത്തെ കൺവെൻഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ട്രീറ്റിയാണ് വിയറ്റ്നാം കൺവെൻഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഹാപ്പൻഡ് ഇൻ 1985. അപ്പം ഈ വിയറ്റ്നാം കൺവെൻഷൻ്റെ മെയിൻ ഫോക്കസ് എന്തായിരുന്നു? ഒബ്ജക്റ്റീവ് ഓഫ് ദ വിയറ്റ്നാം കൺവെൻഷൻ ഇസ് ടു പ്രിസർവ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ടു പ്രൊട്ടക്ട് ദി എൻവയൺമെൻറ്റ് ഫ്രം എനി ഹാർംഫുൾ എഫക്ട്സ് ഓഫ് ദ ഡിപ്ലീഷൻ ഓഫ് ദി ഓസോൺ ലെയർ.
അപ്പം ഇതിനകത്ത് വിയന്ന കൺവെൻഷനും അതുപോലെ മോൺട്രിയൽ പ്രോട്ടോക്കോളും രണ്ടും ഫോക്കസ് ചെയ്തിരുന്നത് ഓസോൺ ലെയറിൻ്റെ പ്രൊട്ടക്ഷൻ എന്നുള്ള കാര്യത്തിൽ തന്നെയായിരുന്നു. സോ ബേസിക്കലി എൻവയൺമെൻറ്റിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതായത് ഓസോൺ ഡിപ്ലീഷൻ മൂലം എൻവയൺമെൻറ്റിന് സംഭവിക്കുന്ന ഹാംഫുൾ എഫക്ട്സിനെ അഡ്രസ്സ് ചെയ്യുക, അതുപോലെ തന്നെ ഹ്യൂമൻ ഹെൽത്തിനെ പ്രിസർവ് ചെയ്യുക എന്നുള്ളതൊക്കെയായിരുന്നു വിയന്ന കൺവെൻഷൻ്റെ ഫോക്കസ് ഏരിയ. അതുപോലെ തന്നെ പിന്നീട് വന്ന ഒരു ഇൻ്റർനാഷണൽ ട്രീറ്റി ആയിരുന്നു 1987 മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ മോൺട്രിയൽ പ്രോട്ടോക്കോളിൽ ഇവർ ഫോക്കസ് ചെയ്തിരുന്ന കാര്യം ബേസിക്കലി ഓസോൺ ലെയറിൻ്റെ ഡിപ്ലീഷനാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ഇഷ്യൂ ഇവിടെ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഓസോൺ ലെയറിനെ എങ്ങനെ നമുക്ക് റിപ്പയർ ചെയ്യാം, ഈ ഒരു ഡിപ്ലീഷൻ സംഭവിച്ചു, അപ്പോൾ അതിനെ റിപ്പയർ ചെയ്യാനായിട്ട് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസുകളുടെ ഉപയോഗം അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ള ഒരു സൊല്യൂഷനാണ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ മുമ്പോട്ട് വെക്കാനായിട്ട് ഇടയായിത്തീർന്നത്. അപ്പോൾ ഇവിടെ ഒരു ലിസ്റ്റ് ഓഫ് ഓസോൺ ഡിപ്ലീറ്റിംഗ് അല്ലെങ്കിൽ ഓസോൺ ഡിപ്ലീഷന് കാരണമാകുന്ന സബ്സ്റ്റൻസുകളുടെ ഒരു ലിസ്റ്റ് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. CFC, അതുപോലെ കാർബൺ ടെട്രാക്ലോറൈഡ്, ഹാലോൺസ്, ഇതെല്ലാം ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് ആണ്, ഓസോൺ ഡിപ്ലീഷന് കാരണമാകുന്ന വസ്തുക്കളാണ്, സബ്സ്റ്റൻസസ് ആണ്. മോൺട്രിയൽ പ്രോട്ടോക്കോൾ ബേസിക്കലി ഫോക്കസ് ചെയ്ത് എന്തായിരുന്നു, ഈ ഓസോൺ ലെയറിൻ്റെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഓസോൺ ലെയറിനെ നമ്മൾ റിപ്പയർ ചെയ്തുകൊണ്ട് വരിക, ഹൗ വി ക്യാൻ ഡു ദാറ്റ്, ഇങ്ങനെയുള്ള ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസുകളുടെ പ്രൊഡക്ഷനും ഉപയോഗവും റെഡ്യൂസ് ചെയ്യുക, അതായിരുന്നു മോൺട്രിയൽ പ്രോട്ടോക്കോളിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു ഓസോൺ ലെയറിനുണ്ടാകുന്ന ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് ആ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യാനായിട്ടുണ്ടായ രണ്ട് പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ ട്രീറ്റീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, വിയന്ന കൺവെൻഷൻ ആൻഡ് മോൺട്രിയൽ പ്രോട്ടോക്കോൾ. അങ്ങനെയാണെങ്കിൽ ഇനി ഈ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് തിരിച്ചു വന്നേ. മോൺട്രിയൽ പ്രോട്ടോക്കോൾ എയിംസ് അറ്റ്, ഓപ്ഷൻസ് നോക്കുക, reduction in emissions of greenhouse gases, phasing out ozone depleting substances, prohibiting transboundary movement of hazardous waste, enhancing cooperation among UN member states for peaceful uses of nuclear energy. മോൺട്രിയൽ എന്ന വേർഡ് അല്ലെങ്കിൽ മോൺട്രിയൽ പ്രോട്ടോക്കോൾ എന്ന് നിങ്ങൾ കാണുമ്പോൾ തന്നെ അതിനെ അസോസിയേറ്റ് ചെയ്ത് വെക്കേണ്ട വേർഡാണ് ഓസോൺ ഡിപ്ലീഷൻ അല്ലെങ്കിൽ ഓസോൺ ലെയർ എന്നൊക്കെയുള്ളത്. അപ്പം എക്സാമിൻ്റെ സമയത്തും നിങ്ങൾക്ക് മോൺട്രിയൽ പ്രോട്ടോക്കോൾ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഓസോൺ ലെയർ എന്നുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടോ എന്ന് നോക്കുക, ആൻഡ് യു ക്യാൻ ഓപ്റ്റ് ദാറ്റ് ഓപ്ഷൻ. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ 2, ഫേസിങ് ഔട്ട് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ്. ഓൾറൈറ്റ്, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ ഏരിയയിൽ നിന്ന് വരുന്നത് തന്നെ. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. നമുക്ക് ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രോട്ടോക്കോൾസ് ഒക്കെ തരും. അതിനകത്ത് മെയിൻലി അവർ ഫോക്കസ് ചെയ്തിരുന്ന ഏരിയ അല്ലെങ്കിൽ അവർ അഡ്രസ്സ് ചെയ്യുന്ന ഏരിയ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള പ്രൊവിഷൻസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മെയിനായിട്ടും ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനിലെ ഓപ്ഷൻസ് നോക്കിയാൽ നമുക്ക് ക്യോട്ടോ പ്രോട്ടോക്കോൾ ഉണ്ട്, പാരീസ് എഗ്രിമെൻ്റ് ഉണ്ട്, റിയോ സബ്മിറ്റ് ഉണ്ട്, അതുപോലെ ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് ഉണ്ട്. പ്രൊവിഷൻസിൽ എന്താ പറഞ്ഞേക്കുന്നത്? കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി, അഫോർഡബിൾ റിലയബിൾ ക്ലീൻ എനർജി, നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ്, ജോയിൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ ഇതിനകത്ത് ഓരോ എഗ്രിമെൻറ്റ്സും ഇതിൽ ഏതുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നു അല്ലെങ്കിൽ ഏതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം എന്ന് പറയുന്നതിന് മുമ്പ് ജസ്റ്റ് നമുക്ക് ഈ ഒരു എഗ്രിമെൻറ്റ്സ് തമ്മിൽ ഉള്ള ബന്ധം എന്താണ്, അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. സോ ആദ്യം നമ്മൾ അറിയേണ്ട കാര്യം എർത്ത് സബ്മിറ്റിനെ കുറിച്ചാണ്, വിച്ച് ഹാപ്പൻഡ് ഇൻ 1992. അപ്പോൾ എർത്ത് സബ്മിറ്റ് എന്ന് നമ്മൾ വിളിക്കുന്ന അല്ലെങ്കിൽ ഏത് UN കോൺഫറൻസിനെയാണ് നമ്മൾ ഈ 1992 എർത്ത് സബ്മിറ്റ് അല്ലെങ്കിൽ റിയോ സബ്മിറ്റ് എന്ന് വിളിക്കുന്നത്? ദാറ്റ് ഈസ് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അതാണ് ഈ എർത്ത് സബ്മിറ്റ് 1992 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിയോ സബ്മിറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് റിയോ സബ്മിറ്റ് എന്ന് അറിയപ്പെടാൻ കാരണം? ബിക്കോസ് അത് ഈ ഒരു കോൺഫറൻസ് നടന്നത് റിയോ ഡി ജനീറോ, ബ്രസീലിലുള്ള ആ സ്ഥലത്തായതുകൊണ്ടാണ് ഇതിനെ റിയോ സബ്മിറ്റ് എന്ന് നമ്മൾ കോമൺ ആയിട്ട് പറയാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫോക്കസ് എന്തായിരുന്നു? ടു റീകൺസൈൽ വേൾഡ് വൈഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് വിത്ത് പ്രൊട്ടക്ഷൻ ഓഫ് എൻവയൺമെൻറ്റ്. എൻവയൺമെൻറ്റ് പ്രൊട്ടക്ഷനോടൊപ്പം തന്നെ വേൾഡ് വൈഡ് ആയിട്ടുള്ള എക്കണോമിക് ഡെവലപ്മെൻറ്റും ഈ ഒരു എർത്ത് സബ്മിറ്റിൻ്റെ മെയിനായിട്ടുള്ള ഫോക്കസ് ആയിരുന്നു. അപ്പം ഈ എർത്ത് സബ്മിറ്റിൻ്റെ ഭാഗമായിട്ട് രണ്ട് പ്രധാനപ്പെട്ട എഗ്രിമെൻറ്റ്സ് സൈൻ ചെയ്യപ്പെടുകയുണ്ടായി. പ്രധാനപ്പെട്ട കേട്ടോ, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ വളരെ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട രണ്ട് എഗ്രിമെൻറ്റ്സ് ഈ ഒരു എർത്ത് സബ്മിറ്റിൻ്റെ ഭാഗമായിട്ട് സൈൻ ചെയ്യപ്പെട്ട എഗ്രിമെൻറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ എഗ്രിമെൻ്റ് ആയിരുന്നു കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഓർ ബയോഡൈവേഴ്സിറ്റി ട്രീറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു എർത്ത് സബ്മിറ്റ് 1992 നടന്ന എർത്ത് സബ്മിറ്റിൻ്റെ ഭാഗമായിട്ട് സൈൻ ചെയ്യപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട എഗ്രിമെൻറ്റ്സ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊന്ന് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഓർ ബയോഡൈവേഴ്സിറ്റി ട്രീറ്റി. ബേസിക്കലി എന്താ?
ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യുക അതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്യുന്നൊരു എഗ്രിമെൻ്റ് ആണ് കൺവെൻഷണൽ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഓർ ബയോഡൈവേഴ്സിറ്റി ട്രീറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ എഗ്രിമെൻറ്റ് ഏതാണ്? യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. നമ്മളതിനെ ഷോർട്ടായിട്ട് UNFCCC എന്ന് വിളിക്കും. യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഗ്ലോബൽ വാർമിംഗ് കൺവെൻഷൻ എന്നും ഇതിനെ പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫോക്കസ് എന്തായിരുന്നു? നമുക്കറിയാം ഗ്രീൻ ഹൗസ് ഗ്യാസസ് അല്ലേ. ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ലീഡ് ടു ഗ്ലോബൽ വാർമിംഗ് അല്ലേ. അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു UNFCCCയുടെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് എന്ന് പറഞ്ഞത്. ബേസിക്കലി ക്ലൈമറ്റ് ചേഞ്ച് ആണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുമ്പോൾ ഈ ഗ്ലോബൽ വാർമിംഗ് ടെമ്പറേച്ചർ ഇങ്ങനെ ഒരുപാട് ഇൻക്രീസ് ചെയ്യുന്നു, ഗ്ലോബൽ വാർമിംഗ് കൂടുന്നു. അത് റെഡ്യൂസ് ചെയ്യാൻ എന്താ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്? ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻ മാക്സിമം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതായിരുന്നു UNFCCCയുടെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ അമെൻഡ്മെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട എഗ്രിമെൻറ്റ്സ് അല്ലെങ്കിൽ പ്രോട്ടോക്കോൾസ് ആണ് ക്യോട്ടോ പ്രോട്ടോക്കോളും പാരീസ് എഗ്രിമെൻ്റ് ഓൺ ക്ലൈമറ്റ് ചേഞ്ചും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു UNFCCC എന്ന് പറയുന്നത് മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? അവർ എങ്ങനെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻ റെഡ്യൂസ് ചെയ്ത് നമുക്ക് ക്ലൈമറ്റ് ചേഞ്ചിലൊരു മാറ്റം വരുത്താനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ UNFCCCയുടെ ഭാഗമായിട്ടുള്ള ഒരു കൂട്ടമാണ് COP അല്ലെങ്കിൽ ഈ UNFCCCയുടെ അപ്പെക്സ് ബോഡി എന്ന് പറയുന്നത് COP എന്ന് പറയും. അവർക്ക് എല്ലാ വർഷവും ഗ്യാതറിംഗ് ഉണ്ട്. അവരൊന്നിച്ചുകൂടി ഓരോ വർഷവും ഡിഫറെൻറ്റ് കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും എൻവയൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻസും തീരുമാനങ്ങൾ എടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ആ UNFCCCയുടെ അങ്ങനെയുള്ള ഒരു അമെൻഡ്മെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള രണ്ട് പ്രോട്ടോക്കോൾസ് അല്ലെങ്കിൽ എഗ്രിമെൻറ്റ്സ് ആണ് ക്യോട്ടോ പ്രോട്ടോക്കോളും പാരീസ് എഗ്രിമെൻറ്റും. അപ്പോൾ എർത്ത് സബ്മിറ്റ് എങ്ങനെയാണ് ഇവിടം വരെ എത്തിയതെന്നുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. എർത്ത് സബ്മിറ്റിലാണ് ഞാൻ പറഞ്ഞ പോലെ ഈ രണ്ട് പ്രധാനപ്പെട്ട എഗ്രിമെൻറ്റ്സ് സൈൻ ചെയ്യുന്നത്. അടുത്ത UNFCCC എന്ന് പറയുന്ന യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് അതിൻ്റെ ഭാഗമായിട്ടാണ് ക്യോട്ടോ പ്രോട്ടോക്കോൾ 1997 പാരീസ് എഗ്രിമെൻറ്റ് 2015 വരുന്നത്. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇനി നമുക്ക് ക്യോട്ടോ പ്രോട്ടോക്കോളിലേക്ക് വരാം. അപ്പോൾ ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് 1997 വന്നത്, അഡോപ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു. ക്യോട്ടോ, ജപ്പാനിലെ ക്യോട്ടോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ നടന്നത്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ COPനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഈ COP എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു അപ്പെക്സ് ബോഡിയാണ്, നമ്മുടെ UNFCCCയുടെ അപ്പെക്സ് ബോഡിയാണ്. അവരുടെ ഗ്യാതറിംഗ് എല്ലാ ഇയറും നടക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ COPയിലാണ് ക്യോട്ടോ പ്രോട്ടോക്കോള് വരുന്നത്. അല്ലെങ്കിൽ ക്യോട്ടോ പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ ക്യോട്ടോയിൽ നടന്ന COP മൂന്നാമത്തെ COP ആയിരുന്നു അത്. അവിടെ വെച്ചാണ് ഈ ക്യോട്ടോ പ്രോട്ടോക്കോള് അവർ അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ബേസിക്കലി രണ്ട് കമ്മിറ്റ്മെൻറ്റ് പീരീഡ്സ് ഉണ്ട്. 2018 to 2012 അവരുടെ ആദ്യത്തെ ഒരു കമ്മിറ്റ്മെൻറ്റ് പീരീഡ്. അതിനുശേഷം അത് അവർ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഇടയായിരുന്നു. അതായത് അവർ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അതിൻ്റെ ആദ്യത്തെ ഒരു കമ്മിറ്റ്മെൻറ്റ് പീരീഡ് ആയിരുന്നു 2008 to 2012. പിന്നീട് അവരത് എക്സ്റ്റെൻഡ് ചെയ്തത് 2020 വരെ ആക്കി മാറ്റി. 2012 to 2020 ആണ് അപ്പോൾ അതിൻ്റെ സെക്കൻഡ് കമ്മിറ്റ്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണ്? ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ മോൺട്രിയലാണെങ്കിൽ ഓസോൺ ഡിപ്ലീഷൻ അല്ലെങ്കിൽ ഓസോൺ ലെയർ എന്നുള്ള വാക്കായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത്. ക്യോട്ടോ പ്രോട്ടോക്കോൾ ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി അസോസിയേറ്റഡ് വിത്ത് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു UNFCCCയുടെ ഫോക്കസ് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. അതെങ്ങനെയാണ് സാധിക്കുന്നത്? ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻ മാക്സിമം റെഡ്യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അവരുടെ ഫോക്കസ്. അപ്പോൾ അതിനകത്ത് ക്യോട്ടോ പ്രോട്ടോക്കോൾ പെർട്ടിക്കുലർലി ഫോക്കസ് ചെയ്യുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ റിഡക്ഷൻ ആണ്, അല്ലെങ്കിൽ അതിൻ്റെ എമിഷൻ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു രണ്ട് കമ്മിറ്റ്മെൻറ്റ് പീരീഡ്സ് ആണ് അവർക്കുള്ളത്. അതിൽ ആദ്യത്തെ കമ്മിറ്റ്മെൻറ്റ് പീരീഡ് എന്ന് വരെയായിരുന്നു 2008 മുതൽ 2012 വരെയായിരുന്നു. ആ കമ്മിറ്റ്മെൻറ്റ് പീരീഡിൽ അവർ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ ആ കമ്മിറ്റ്മെൻറ്റ് പീരീഡിൽ അവർ ഏതൊക്കെ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻസ് ആണ് റെഡ്യൂസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്, ഏതൊക്കെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ് അവർ കവർ ചെയ്തിരുന്നതെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ്, ഹൈഡ്രോഫ്ലൂറോകാർബൺസ്, പെർഫ്ലൂറോകാർബൺസ് ആൻഡ് സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ്. അപ്പോൾ ഇത്രയും ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആയിരുന്നു അവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് ഇതുപോലെ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ക്യോട്ടോ പ്രോട്ടോക്കോള് ഏതൊക്കെ ഗ്രീൻ ഹൗസ് ഗ്യാസസിനെയാണ് റെഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ എമിഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ ഫസ്റ്റ് കമ്മിറ്റ്മെൻറ്റ് പീരീഡിൽ തീരുമാനിച്ചതെന്നുള്ളത്. അപ്പം ഇത് കൃത്യമായിട്ട് ഈ ലിസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക.
അപ്പോൾ ഈ എമിഷൻ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻ കുറയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെയല്ലേ പോസിബിൾ ആണ്? അതിന് ചില മാർഗ്ഗങ്ങൾ നമ്മൾ ചില മെക്കാനിസംസ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ട് ചില ഫ്ലെക്സിബിലിറ്റി മെക്കാനിസംസ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് നമ്മളിപ്പം ഈ കാർബൺ ട്രേഡിംഗ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് നമ്മുടെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കൺട്രീസ് തമ്മിൽ അസോസിയേറ്റ് ചെയ്തിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചില ചില മെക്കാനിസംസ് ഒക്കെ യൂസ് ചെയ്താൽ മാത്രമേ ഗ്ലോബൽ ലെവലിൽ നമുക്ക് എമിഷൻ കുറയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ എമിഷൻ കുറയ്ക്കാൻ, ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻ കുറയ്ക്കാനായിട്ട് സഹായകരമാകുന്ന ചില പദ്ധതികൾ, ചില പ്ലാനുകൾ ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ട് വന്നു. അതിനെയാണ് നമ്മൾ ഫ്ലെക്സിബിലിറ്റി മെക്കാനിസംസ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ അണ്ടറിൽ വരുന്ന പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആ ഫ്ലെക്സിബിലിറ്റി മെക്കാനിസംസ് ഏതൊക്കെയെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻ്റർനാഷണൽ എമിഷൻസ് ട്രേഡിംഗ്, ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം, ജോയിൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ. ഇപ്പോൾ ഈ കാർബൺ ട്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഒരു ലിമിറ്റ് ഉണ്ടാവും, ഒരു കാർബൺ എമിഷന് വേണ്ടി ഒരു കൺട്രിക്ക് ഒരു ലിമിറ്റ് ഉണ്ടാവും. അപ്പോൾ അവർ ലിമിറ്റിനേക്കാളും കൂടുതലാണ് അവരുടെ എമിഷൻ എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ എമിഷൻ അതിനാവശ്യമായിട്ടുള്ള ചില ക്രെഡിറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനും കാർബൺ ട്രേഡിംഗ് നമ്മളതിനെ വിളിക്കുന്നത്. അപ്പം ബേസിക്കലി ഇതിൻ്റെ ഉദ്ദേശവും ഇത്രയേ ഉള്ളൂ. ഈ ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ട് വരുന്ന കൺട്രീസ് അവരങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച്, ഇപ്പോൾ ചില കൺട്രീസിൽ കാർബൺ എമിഷൻ അല്ലെങ്കിൽ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ എമിഷൻ വളരെ കൂടുതലായിരിക്കും, ചില കൺട്രീസിൽ അത് കുറവായിരിക്കും. അപ്പം അങ്ങനെ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് എൻറ്റയർ ആയിട്ട് നോക്കുമ്പോൾ, ഈ ഗ്ലോബലി നമ്മൾ നോക്കുമ്പോൾ ഈ എമിഷനിൽ ഒരു കൺട്രോൾ വരുത്തുക, അതിന് സഹായകരമാകുന്ന ചില മെക്കാനിസംസ്, അതാണ് ഈ ഫ്ലെക്സിബിലിറ്റി മെക്കാനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് ഓരോ മെക്കാനിസം എന്താണ് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനിപ്പോൾ പറയുന്നില്ല. നിങ്ങൾക്കത് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫർദർ നിങ്ങൾക്കത് റെഫർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഫ്ലെക്സിബിലിറ്റി മെക്കാനിസംസ് ഏതൊക്കെയെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടുന്ന കാര്യം തന്നെയാണ്. അങ്ങനെ നമ്മൾ ക്യോട്ടോ പ്രോട്ടോക്കോൾ കഴിഞ്ഞു. ഇനി വരുന്നതാണ് പാരീസ് എഗ്രിമെൻറ്റ്. പാരീസ് എഗ്രിമെൻറ്റിനെ നമ്മൾ പറയുമ്പോൾ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ക്ലൈമറ്റ് ചേഞ്ച്. ഇപ്പോൾ ഓരോ ടേം ഓർക്കുക. മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഓസോൺ ലെയർ, ഓസോൺ ഡിപ്ലീഷൻ. ക്യോട്ടോ പ്രോട്ടോക്കോൾ ആകുമ്പോഴത്തേനും ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻ, ടു റെഡ്യൂസ് ദി ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ. പാരീസ് എഗ്രിമെൻറ്റ് എന്ന് പറയുമ്പോൾ പെർട്ടിക്കുലർലി ക്ലൈമറ്റ് ചേഞ്ച്. അങ്ങനെ ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഇതും ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി പറഞ്ഞതാണ്, UNFCCCയുടെ അമെൻഡ്മെൻ്റ് ആയിട്ടാണ് പാരീസ് എഗ്രിമെൻറ്റും വരുന്നത്. ക്യോട്ടോ പ്രോട്ടോക്കോൾ COP3 ആയിരുന്നു ക്യോട്ടോ പ്രോട്ടോക്കോളിന് കാരണമായതെങ്കിൽ COP21, അതായത് പാരീസിൽ നടന്ന COP21 ഈ പാരീസ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്ന ഒരു എഗ്രിമെൻറ്റ് അഡോപ്റ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ പാരീസ് എഗ്രിമെൻറ്റിൻ്റെ മെയിനായിട്ടുള്ള ഗോൾ എന്താണ്? ഗ്ലോബൽ വാർമിംഗ് ലിമിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഈ ഗ്ലോബൽ വാർമിംഗ് റെഡ്യൂസ് ചെയ്യുക, ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളതാണ് ഇവിടുത്തെ ഫോക്കസ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ അതിനെക്കുറിച്ച് വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രീ ഇൻഡസ്ട്രിയൽ ലെവലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗ്ലോബൽ വാർമിങ്ങിനെ 2 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും അല്ലെങ്കിൽ 2 ഡിഗ്രി സെൽഷ്യസ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് പാരീസ് എഗ്രിമെൻറ്റിൻ്റെ മെയിനായിട്ടുള്ള ഗോൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു 2 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. അത് അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പ്രിഫറബിളി ടു 1.5 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഒരു ആദ്യ പടി എന്നോണം പ്രീ ഇൻഡസ്ട്രിയൽ ലെവലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും റിഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് പാരീസ് എഗ്രിമെൻറ്റിൻ്റെ മെയിൻ ഉദ്ദേശം. അപ്പം ക്ലൈമറ്റ് ചേഞ്ച് ആണ് അവരുടെ ഫോക്കസ്. അതിനകത്ത് വളരെ അല്ലെങ്കിൽ വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റാണ് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് ഗോൾ ഇസ് ടു ലിമിറ്റ് ഗ്ലോബൽ വാർമിംഗ് ടു വെൽ ബിലോ 2, പ്രിഫറബിളി ടു 1.5 ഡിഗ്രി സെൽഷ്യസ് കമ്പയർഡ് ടു പ്രീ ഇൻഡസ്ട്രിയൽ ലെവൽസ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് ഈ പാരീസ് എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വലിയൊരു ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് എല്ലാ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കൺട്രീസിൻ്റെ എല്ലാം ഒരു കോൺട്രിബ്യൂഷൻ അതിനകത്ത് ആവശ്യമാണ്. സോ ഇൻ ദി നാഷണൽ ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് countries communicate actions they will take to reduce their greenhouse gas emissions in order to reach the goals of the Paris Agreement. Countries also communicate in the NDCs actions they will take to build resilience to adapt to the impacts of rising temperatures. അപ്പോൾ പാരീസ് എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരു ഗോൾ ഉണ്ട് അല്ലേ, ഗ്ലോബൽ വാർമിംഗ് ലിമിറ്റ് ചെയ്യുക എന്നുള്ളൊരു ഗോൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഓരോ കൺട്രീസിനും എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? സ്പെസിഫിക്കലി ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ എമിഷൻ റെഡ്യൂസ് ചെയ്യുന്നതിൽ വളരെ സ്പെസിഫിക് ആയിട്ട് ഓരോ കൺട്രീസിനും എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതിനെയാണ് ഈ നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് എന്ന് നമ്മൾ
പറയുന്നത്. അത് മാത്രമല്ല ഈ റൈസിങ് ടെമ്പറേച്ചർ, ഗ്ലോബൽ വാർമിംഗ് അതിനകത്ത് ബേസിക്കലി വരുന്ന എന്താണ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ ഈ ഇൻക്രീസിങ് ടെമ്പറേച്ചേഴ്സ് കാരണം ഉണ്ടാകുന്ന ഇമ്പാക്ട്സിനെ എങ്ങനെയാണ് നമുക്ക് കൃത്യമായിട്ട് ഫേസ് ചെയ്യാനായിട്ട് പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും ഓരോ കൺട്രീസും അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് അല്ലെങ്കിൽ അവരെന്ത് ചെയ്യാനായിട്ട് പോകുന്നു, what is their contribution in achieving this goal of Paris Agreement എന്നുള്ളത് അവർ പറയും. അതിനെയാണ് ഈ നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഇനിഷ്യേറ്റീവാണ് ലോങ് ടേം ലോ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇങ്ങനെ ഒരു പദ്ധതി കൂടി, ലോങ് ടേം ലോ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ്, എങ്ങനെയാണ് നമുക്ക് ലോങ് ടേമിലേക്ക് ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ എമിഷൻ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നത്, അതിന് എന്തൊക്കെ സ്ട്രാറ്റജീസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഐഡിയാസ് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതും പാരീസ് എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ്. അപ്പം പാരീസ് എഗ്രിമെൻറ്റ് നമ്മൾ കവർ ചെയ്തു, അതിൻ്റെ പ്രധാനപ്പെട്ട ഗോൾ നമ്മൾ കണ്ടെത്തി. അതോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന രണ്ട് പ്രധാനപ്പെട്ട ഇനിഷ്യേറ്റീവ്സ്, നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസും അതോടൊപ്പം തന്നെ ലോങ് ടേം ലോ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ്. അപ്പോൾ ഇത് രണ്ടുമാണ് അതിനകത്ത് പ്രധാനമായിട്ട് ഓർത്തിരിക്കുന്നത്. Now we are coming to the next international treaty or agreement which was mentioned in the question, International Solar Alliance. So International Solar Alliance basically ഒരു intergovernmental treaty based intergovernmental organization ആണ്. സോ ഇതിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്, നമ്മളും ഇന്ത്യയും ഇതിനകത്ത് ഇൻവോൾവ് ആണ്. സോ ഈ ഒരു ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്ന ഈ ട്രീറ്റി ബേസ്ഡ് ഇന്റർഗവൺമെന്റൽ ഓർഗനൈസേഷൻ ലോഞ്ച് ചെയ്തിരുന്നത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഓഫ് ഇന്ത്യ ആൻഡ് ഫ്രാൻസിൻ്റെ ദി ഫോമർ പ്രസിഡന്റ് ഓഫ് ഫ്രാൻസ്. അപ്പോൾ ഇവർ രണ്ടും കൂടെ ചേർന്ന് ഉണ്ടായിട്ടുള്ള ഒരു അലയൻസ് ആണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് വാസ് ലോഞ്ച്ഡ് അറ്റ് ദി UN ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് ഇൻ പാരീസ് ഓൺ 13th November 2015. അപ്പോൾ 13th November പാരീസിൽ നടന്ന നമ്മുടെ UN കോൺഫറൻസിൽ വെച്ച് തന്നെയാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറയുന്ന ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു ട്രീറ്റി ബേസ്ഡ് ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ്റെ ലോഞ്ച് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്താണ്, International Solar Alliance mission is to provide a dedicated platform for cooperation among solar resource-rich countries and the wider global community to support the increasing use of solar energy. അപ്പോൾ ഇവിടെ ഒരു അസോസിയേഷനാണ്, അതായത് ഈ സോളാർ റിസോഴ്സസ് വളരെ അധികമുള്ള കൺട്രീസ് അവർക്ക് എങ്ങനെയാണ് ഒരു ഗ്ലോബൽ ലെവലിൽ ബാക്കി കമ്മ്യൂണിറ്റീസിലേക്ക് ഈ സോളാർ എനർജിയുടെ യൂസ് അല്ലെങ്കിൽ സോളാർ എനർജിയുടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള യൂസേജ് എങ്ങനെയാണ് ഒരു ഗ്ലോബൽ ലെവലിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. അതാണ് ഈ ഇൻ്റർനാഷണൽ സോളാർ അലയൻസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് മിഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരുവാണ്. സോ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്, ഈ ക്യോട്ടോ പ്രോട്ടോകോൾ, പാരീസ് എഗ്രിമെൻറ്റ്, റിയോ സബ്മിറ്റ്, ഇൻ്റർനാഷണൽ സോളാർ അലയൻസ്, ഇതിനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ ഈ പ്രോട്ടോകോൾസും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എഗ്രിമെൻറ്റ്സും ഒക്കെ പഠിക്കുന്ന സമയത്ത് ആ കണക്ഷൻ മനസ്സിലാക്കി പഠിച്ചാൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് തമ്മിലുള്ള കണക്ഷൻ എന്താണ്, ഒന്നൊന്നിനോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അങ്ങനെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ആ രീതിയിലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. സോ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ക്യോട്ടോ പ്രോട്ടോകോളിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന ഓപ്ഷൻ ഏതാണ്, ദാറ്റ് ഈസ് ജോയിൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ അല്ലേ. ക്യോട്ടോ പ്രോട്ടോകോളുമായിട്ട് ബന്ധപ്പെട്ട് ചില ഫ്ലെക്സിബിലിറ്റി മെക്കാനിസംസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആൻസർ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു പ്രൊവിഷനാണ് ജോയിൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി പാരീസ് എഗ്രിമെൻറ്റ് ഏതുമായിട്ട് കണക്ട് ചെയ്യാം? പാരീസ് എഗ്രിമെൻറ്റിൽ പ്രധാനപ്പെട്ട രണ്ട് ഇനിഷ്യേറ്റീവ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിലൊന്നായിരുന്നു നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ B3, അപ്പം A4 ആണ്, B3 ആണ്. റിയോ സമ്മിറ്റ് ഏതുമായിട്ട് നമുക്ക് അസോസിയേറ്റ് ചെയ്യാം? കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി. റിയോ സമ്മിറ്റ് അല്ലെങ്കിൽ എർത്ത് സമ്മിറ്റിൽ വെച്ച് മെയിനായിട്ട് സൈൻ ചെയ്യപ്പെട്ട രണ്ട് എഗ്രിമെൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി ആൻഡ് UNFCCC. അത് രണ്ടുമാണ് റിയോ സമ്മിറ്റിൻ്റെ ഭാഗമായിട്ട് സൈൻ ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് എഗ്രിമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ C എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാണ്? ദാറ്റ് ഈസ് 1. ഇനി ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് ആണെങ്കിലോ അഫോർഡബിൾ, റിലയബിൾ, ക്ലീൻ എനർജി. അതാണ് നിങ്ങൾക്ക് ISA അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സോളാർ അലയൻസുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഓപ്ഷൻ. അപ്പോൾ ആൻസർ ഏതായിരിക്കും? A4, B3, C1, D2, ദാറ്റ് ഇസ് ഓപ്ഷൻ 2. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ 2. ഇനി ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന കാര്യത്തെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പം നിങ്ങളത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഈസി ആയിട്ട് ഇതിന് ആൻസർ ചെയ്യും. Formulation of long-term low emission development strategies by each country was suggested under, and you have the options Paris Agreement,
Montreal Protocol, International Solar Alliance and Kyoto Protocol. അപ്പോൾ ഈ ലോങ് ടേം ലോ എമിഷൻ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. Now you know the answer, അല്ലേ? That is associated with Paris Agreement. So the right answer for this question is option 1. അടുത്ത question. Which of the following best describes the mechanisms of the greenhouse effect in Earth's atmosphere? അപ്പോൾ ഈ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നൊക്കെ നമ്മൾ ഒരുപാട് തവണ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് അല്ലെങ്കിൽ ടേംസ് ആണ്. നമ്മൾ ഈ ഒരു പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയൺമെൻറ്റ് എന്ന് പറയുന്ന മോഡ്യൂൾ പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുന്ന വളരെ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ ഇഫക്റ്റ് എന്താണ്, അങ്ങനെയൊക്കെ. പക്ഷേ ബേസിക്കലി അറ്റ്മോസ്ഫിയറിലെ ഗ്രീൻ ഹൗസ് ഗ്യാസ് ഇഫക്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. കറക്റ്റായിട്ട് ഗ്രീൻ ഹൗസ് ഗ്യാസ് ഇഫക്റ്റ്, അറ്റ്മോസ്ഫിയറിലെ ഗ്രീൻ ഹൗസ് ഗ്യാസ് ഇഫക്റ്റ് എന്താണ് എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്ത് തരുന്ന ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ദാറ്റ് ഈസ് ഓപ്ഷൻ 3. ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഫ്രം എർത്ത് സർഫേസ് ഈസ് അബ്സോർബ്ഡ് ബൈ ഗ്യാസസ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. അതിനെയാണ് ഈ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് എർത്തിൻ്റെ സർഫേസിൽ നിന്ന് വരുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷനെ അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസസ് അബ്സോർബ് ചെയ്യുന്നു. സോ അതാണ് ഈ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർക്കുക. വി ഹാവ് അൾട്രാ വയലറ്റ് റേഡിയേഷൻസ്, ഇൻഫ്രാറെഡ് റേഡിയേഷൻ. അപ്പോൾ ഇതിനകത്ത് ഏത് ടൈപ്പ് ഓഫ് റേഡിയേഷൻ ആണെന്ന് ഓർക്കുക. ദാറ്റ് ഈസ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ. അതിനെയാണ് ബേസിക്കലി അറ്റ്മോസ്ഫിയറിലുള്ള ഈ ഗ്യാസസ് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മെക്കാനിസത്തെയാണ് നമ്മൾ ഈ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ 3. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is the correct sequence of greenhouse gases according to their relative global warming potential in increasing order? അപ്പോൾ നമ്മൾ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്നാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ് റേഡിയേഷൻസിനെ, എർത്തിൻ്റെ സർഫസിൽ നിന്നും വരുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷൻസിനെ അറ്റ്മോസ്ഫിയറിൽ തന്നെ അത് അബ്സോർബ് ചെയ്ത് വെക്കുക. ഇൻഫ്രാറെഡ് റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്ത് അറ്റ്മോസ്ഫിയറിൽ തന്നെ ആ ഗ്യാസസ് വെക്കുകയാണ്. അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് ഒത്തിരി കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്, ഇങ്ങനെ അബ്സോർബ് ചെയ്യുന്നതിൻ്റെ റേറ്റ് കൂടും. അങ്ങനെ കൂടിക്കഴിയുമ്പോഴത്തേനും എൻറ്റയർ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. അതാണ് ബേസിക്കലി ഗ്ലോബൽ വാർമിങ്ങിലേക്കും ക്ലൈമറ്റ് ചേഞ്ചിലേക്കൊക്കെ നയിക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് അതിൻ്റെ എമിഷൻ കുറയ്ക്കണം എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെയുള്ള ഗ്യാസസ് ഒക്കെ അറ്റ്മോസ്ഫിയറിലുണ്ട്, ഒരു പരിധി വരെ ഉണ്ട്. പക്ഷേ നമ്മൾ മാൻമെയ്ഡ് ആയിട്ട് പിന്നെയും നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഒരുപാട് എമിഷൻ ഇങ്ങനെയുള്ള ഗ്യാസസ് എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് നോക്കിയാൽ തന്നെ അതിനകത്ത് പലതിനും നാച്ചുറൽ ആയിട്ടുള്ള സോഴ്സസ് ഉണ്ട്. നാച്ചുറലി തന്നെ ഇങ്ങനെയുള്ള ഗ്യാസസ് അറ്റ്മോസ്ഫിയറിലുണ്ട്. പക്ഷെ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ വാഹനങ്ങൾ, ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ ഗ്യാസസ് ഒരു പരിധിയിലപ്പുറം, ഒരു അളവിൽ കൂടുതൽ അറ്റ്മോസ്ഫിയറിലേക്ക് എമിറ്റ് ചെയ്യപ്പെടും. അങ്ങനെ എമിറ്റ് ചെയ്യപ്പെടുമ്പോൾ ഈ അബ്സോർപ്ഷനും കൂടും. അബ്സോർപ്ഷൻ കൂടിക്കഴിയുമ്പോൾ ഒബ്വിയസ്ലി ടെമ്പറേച്ചർ റൈസ് ആവും. അതാണ് ഈ ക്ലൈമറ്റ് ചേഞ്ചിലേക്ക് നയിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മെക്കാനിസം മനസ്സിലായി. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ, ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ കുറച്ച് ലിസ്റ്റുകളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മളൊരു സീക്വൻസിലാക്കുക. എന്തിൻ്റെ ബേസിലാണ്? ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യലിൻ്റെ ബേസിൽ ഇൻക്രീസിങ് ഓർഡറിൽ ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു പ്രധാനപ്പെട്ട ഏരിയ ആയിട്ട് അനാലിസിസിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തതാണ്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഓഫ് എ ഗ്യാസ് refers to the total contribution to global warming resulting from the emission of 1 unit of that gas relative to 1 unit of the reference gas carbon dioxide, which is assigned a value of 1. ബേസിക്കലി ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യലിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഈ ഗ്ലോബൽ വാർമിങ്ങിലേക്ക് ഈ പറയുന്ന ഗ്യാസസിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്നുള്ളതാണ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യലിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം. പക്ഷെ നമുക്ക് അവിടെ ഒരു റെഫറൻസ് പോയിന്റ് ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മളൊരു റെഫറൻസ് ഗ്യാസ് ആയിട്ട് വെച്ച് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഗ്യാസസിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ഒരു ആശയം നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറയാം. അപ്പോൾ നമ്മൾ മീഥെയിൻ എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണെന്ന് നമുക്കറിയാം. അതിൻ്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 21 ആണ്. ഓക്കെ, ഈ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഓഫ് മീഥെയിൻ 21 ആണെന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഇൻ റിലേഷൻ ടു കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 1 kilo of methane, 1 kg of methane has the same impact on climate change as 21 gram of carbon dioxide. മനസ്സിലായോ? അതാണ് അതിനെ നമ്മൾ റിലേറ്റീവ് ആയിട്ട് പറയുന്നു എന്ന് പറയുന്നത്. 21 മീഥെയിൻ്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് റിലേറ്റീവ് ടു കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 1 കിലോഗ്രാം മീഥെയിൻ നിങ്ങൾ എടുത്താൽ ആ 1 കിലോഗ്രാം മീഥെയിന്
ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ആ അതിൻ്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ 1 കിലോഗ്രാം മീഥേൻ്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു 21 കിലോഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അതാണ് ഈ റിലേറ്റീവ് ആയിട്ട് പറയുക അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് റെഫറൻസ് ആക്കി വെക്കുക എന്നതുകൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ ഓപ്ഷൻസ് അവിടെ തന്നിട്ടുണ്ട്. അവരുടെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ലൈഫ് ടൈം ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് തന്നെയാണ്. ഈ ഓരോ ഗ്യാസസും അവർ അറ്റ്മോസ്ഫിയറിൽ അവർക്ക് നിൽക്കാനായിട്ട് സാധിക്കുന്ന ടൈം അതിനെ സൂചിപ്പിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ലൈഫ് ടൈം എന്ന് പറയുന്നത്. എനിവേ, ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഇങ്ങനെ ഒരു ബോക്സ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക, അതിനനുസരിച്ച് ആൻസറിലേക്ക് എത്തുക. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഈ തന്നിരിക്കുന്ന ഗ്യാസസിൻ്റെ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഇൻക്രീസിങ് ഓർഡറിൽ അതിനെ ഒന്ന് സീക്വൻസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയാം ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ട് സീക്വൻസ്. നിങ്ങൾ ജസ്റ്റ് ഈ ടേബിൾ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ആൻസർ കിട്ടിക്കാണും. ദാറ്റ് ഇസ് കാർബൺ ഡൈ ഓക്സൈഡ്, methane, nitrous oxide and chlorofluorocarbons. That is option 2. So the right answer for this question is option 2. Moving to the next question. Which of the following statements about the volatile organic compounds are correct? അപ്പോൾ VOC അല്ലെങ്കിൽ volatile organic compounds ആയിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെ എന്നാണ് ക്വസ്റ്റ്യൻ. They cause acid rain, they may cause cancer, they play an important role in the formation of photochemical smoke. അപ്പോൾ ഈ VOCs ആക്ച്വലി ഹ്യൂമൻ ഹെൽത്തിന് ഹാം ചെയ്യുന്ന അല്ലെങ്കിൽ ഹ്യൂമൻ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യാനായിട്ട് പൊട്ടൻഷ്യലുള്ള ഒരു പൊല്യൂട്ടൻ്റ് തന്നെയാണ്. അപ്പം ദേ മേ കോസ് ക്യാൻസർ എന്നുള്ള ഓപ്ഷൻ നമുക്ക് എടുക്കാം. ദാറ്റ് ഇസ് ട്രൂ, ദാറ്റ് ഇസ് റൈറ്റ്. ഇനി ഈ 1, 3 ഓപ്ഷൻസ് ആസിഡ് റെയിനും ഫോട്ടോകെമിക്കൽ സ്മോക്കും, ഇതിനകത്ത് VOCയുടെ പങ്ക് എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഇത് രണ്ടും എന്താണെന്ന് നോക്കാം. ഇത് ഞാൻ പറയാനായിട്ടുള്ള കാരണം മറ്റൊന്നും കൂടെ ഉണ്ട്. VOC ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാത്രമല്ല, ഈ ആസിഡ് റെയിനിൻ്റെ ഫോർമേഷൻ എന്താണ്, ഈ ആസിഡ് റെയിൻ എങ്ങനെ സംഭവിക്കുന്നു, ഫോട്ടോകെമിക്കൽ സ്മോക്ക് എങ്ങനെ സംഭവിക്കുന്നു, ഇതിന് രണ്ടും ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ ഡയറക്റ്റ് ചോദിക്കാറുണ്ട്. ഇവിടെ VOC ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ്റെ പെർസ്പെക്റ്റീവ്. പക്ഷേ ഇതുപോലെ തന്നെ ആസിഡ് റെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ അതുണ്ടാവാനായിട്ടുള്ള കാരണം എന്താണ്, അതുപോലെ ഫോട്ടോകെമിക്കൽ സ്മോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, അതുണ്ടാവാനായിട്ടുള്ള റീസൺ എന്താണ്, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വളരെ സ്പെസിഫിക് ആയിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് അതെങ്ങനെയാണ് സംഭവിക്കുന്നത്, ആസിഡ് റെയിനും അതുപോലെ ഫോട്ടോകെമിക്കൽ സ്മോക്കും എന്താണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആസിഡ് റെയിൻ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ റിലീസ് ഓഫ് കോമ്പൗണ്ട്സ് ലൈക്ക് സൾഫർ ഡയോക്സൈഡ് ആൻഡ് നൈട്രജൻ ഓക്സൈഡ്സ് ടു ദി അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ്? സൾഫർ ഡയോക്സൈഡ് ആൻഡ് നൈട്രജൻ ഓക്സൈഡ്. These substances mix and react with water, oxygen and other chemicals to form more acidic pollutants known as acid rains. അപ്പോൾ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഓക്സൈഡും ആണ്. ഇത് അറ്റ്മോസ്ഫിയറിലേക്ക് ചെന്നിട്ട് വാട്ടർ, ഓക്സിജൻ ആൻഡ് അതർ കെമിക്കൽസ് ഇതുമായിട്ട് റിയാക്ട് ചെയ്യും. ഇതുമായിട്ട് മിക്സ് ചെയ്ത് റിയാക്ട് ചെയ്തിട്ട് കൂടുതൽ അസിഡിക് ആയിട്ടുള്ള പൊല്യൂട്ടൻസ് ഉണ്ടാവുന്നു. അതാണ് ആസിഡ് റെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി VOCയുടെ ഒരു കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. നൈട്രജൻ ഓക്സൈഡും സൾഫർ ഡയോക്സൈഡും ആണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പല സോഴ്സസ് ഉണ്ട്. ഈ ആസിഡ് റെയിൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമ്മൾ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് അറ്റ്മോസ്ഫിയറിൽ വരാനായിട്ടുള്ള സോഴ്സസ് ഏതൊക്കെയാണ്? ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂൽസ്, ഇലക്ട്രിക് പവർ ജനറേറ്റേഴ്സ്, വെഹിക്കിൾസ് ആൻഡ് ഹെവി എക്യുപ്മെൻറ്റ്സ്, മാനുഫാക്ചറിങ്, ഓയിൽ റിഫൈനറീസ് ആൻഡ് അതർ ഇൻഡസ്ട്രീസ്. അപ്പോൾ ഈ പൊല്യൂട്ടൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ സോഴ്സസും കൂടെ അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും ഹെൽപ്ഫുൾ ആയിരിക്കും. ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്കൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ വരാം. അതുകൊണ്ട് ഞാൻ ആ സോഴ്സസും കൂടെ മെൻഷൻ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ആസിഡ് റെയിൻ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. Now we are moving to the next thing, that is photochemical smoke. Photochemical smoke എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? It is a mixture of pollutants that are formed when nitrogen oxides and volatile organic compounds or VOCs react to sunlight. അപ്പോൾ സൺലൈറ്റിൽ ഈ നമ്മുടെ നൈട്രജൻ ഓക്സൈഡ്സും അതുപോലെ തന്നെ VOCസും, ഇത് സൺലൈറ്റ് പ്രധാനപ്പെട്ട ഫാക്ടർ കേട്ടോ, അതെപ്പോഴും ഓർത്തിരിക്കുക. അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, സൺലൈറ്റ് ഇതിനൊരു പ്രീ റിക്വസിറ്റ് ആണോ, ഫോട്ടോകെമിക്കൽ സ്മോക്കിനൊരു പ്രീ റിക്വസിറ്റ് ആണോ എന്നുള്ള തരത്തിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സൺലൈറ്റിൽ ഈ പറഞ്ഞിരിക്കുന്ന പൊല്യൂട്ടൻസ് നൈട്രജൻ ഓക്സൈഡ്സും VOCസും റിയാക്ട് ചെയ്യുന്നതാണ് ഫോട്ടോകെമിക്കൽ സ്മോക്കിൻ്റെ കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സമ്മറിലാണ് ഈ ഫോട്ടോകെമിക്കൽ സ്മോക്ക് സംഭവിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി ക്വസ്റ്റ്യനിലേക്ക് വന്നേ. എന്തായാലും ഇറ്റ് മേ കോസ് ക്യാൻസർ എന്നുള്ളത് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു, ബിക്കോസ് VOCs ആർ ഹാംഫുൾ ഫോർ ഹ്യൂമൻ ഹെൽത്ത്. ഞാനത് പറഞ്ഞു കഴിഞ്ഞു.
ആസിഡ് റെയിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തു, അതിനകത്ത് VOCക്ക് പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല. സോ യു ക്യാൻ സ്കിപ്പ് ദാറ്റ് ഓപ്ഷൻ. ആൻഡ് ഫോട്ടോകെമിക്കൽ സ്മോക്കിൽ VOC കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ 2 and 3 നിങ്ങൾക്ക് എടുക്കാം. ഓപ്ഷൻ 2 and 3 എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ദാറ്റ് ഇസ് ഓപ്ഷൻ 2. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ 2. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൊല്യൂഷൻ ടൈപ്പ് ആൻഡ് സോഴ്സസ്. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണിത്. എയർ, ലാൻഡ്, വാട്ടർ, നോയ്സ്. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. പൊല്യൂഷനിൽ നിന്നുള്ള വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇതിനകത്ത് സോഴ്സസ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കിയാൽ പോയിന്റ് ആൻഡ് നോൺ പോയിന്റ് സോഴ്സസ് സച്ച് ആസ് ഡിസ്ചാർജസ് ഫ്രം ഇൻഡസ്ട്രീസ് എക്സെട്ര, ഇൻഡസ്ട്രീസ്, തെർമൽ പവർ പ്ലാന്റ്സ് ആൻഡ് മോട്ടോർ വെഹിക്കിൾസ് എമിഷൻസ്, roadway, aircraft, industrial as well as high intensity sauna, overuse of chemical fertilizers. ഈ ഓപ്ഷൻസ് വായിച്ച് നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻ ആയത്. എയർ പൊല്യൂഷന് കാരണമാകുന്ന സോഴ്സസ് എന്തൊക്കെയായിരിക്കും? ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഓപ്ഷൻ 2 നോക്കിക്കേ. സെറ്റ് 2-ലെ രണ്ടാമത്തെ ഓപ്ഷൻ ഇൻഡസ്ട്രീസ്, തെർമൽ പവർ പ്ലാന്റ്സ് ആൻഡ് മോട്ടോർ വെഹിക്കിൾ എമിഷൻസ്. ഇതൊക്കെയാണ് എയർ പൊല്യൂഷന് കാരണമാകാനായിട്ട് സാധ്യതയുള്ള സോഴ്സസ്. ഇനി ലാൻഡ് പൊല്യൂഷൻ ആണെങ്കിലോ ഓവർ യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. സോയിൽ പൊല്യൂഷൻ അല്ലെങ്കിൽ ലാൻഡ് പൊല്യൂഷന് കാരണമാകുന്നത് ഓവർ യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. വാട്ടർ ആണെങ്കിലോ ഡിസ്ചാർജസ് അല്ലേ, പോയിന്റ് ആൻഡ് നോൺ പോയിന്റ് സോഴ്സസ് സച്ച് ആസ് ഡിസ്ചാർജസ് ഫ്രം ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെയുള്ള ഡിസ്ചാർജസ് വെള്ളത്തിലേക്ക് വരുന്നു, അത് വാട്ടർ പൊല്യൂഷന് കാരണമാകുന്നു. സോ സി ഈസ് 1. നോയ്സ് ആണെങ്കിലോ റോഡ്വേ, എയർക്രാഫ്റ്റ്, ഇൻഡസ്ട്രിയൽ ആസ് വെൽ ആസ് ഹൈ ഇൻറ്റൻസിറ്റി സോണാർ. ഹൈ ഇൻറ്റൻസിറ്റിയിലുള്ള വോയിസസ് ആണ് അല്ലെങ്കിൽ നോയ്സ് ആണ് നോയ്സ് പൊല്യൂഷന് കാരണമാണ്. സോ D is 3. റോഡ്വേ, എയർക്രാഫ്റ്റ്, ഇൻഡസ്ട്രിയൽ ആസ് വെൽ ആസ് ഹൈ ഇൻറ്റൻസിറ്റി സോണാർ. അപ്പം അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും ആൻസർ? നമുക്ക് A2, B4, C1 and D3. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ 2. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ടർ പൊല്യൂട്ടൻസും അതിൻ്റെ സോഴ്സസും ആണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് കൃത്യമായിട്ട് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ് കോമ്പിനേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക. വാട്ടർ പൊല്യൂട്ടൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെയാണ്? ഓക്സിജൻ ഡിമാൻഡിങ് വേസ്റ്റ്, പ്ലാന്റ് ന്യൂട്രിയൻസ്, ആസിഡ്സ്, PCBs, പോളിക്ലോറിനേറ്റഡ് ബൈഫിനൈൽസ്. അപ്പോൾ ഓക്സിജൻ ഡിമാൻഡിങ് വേസ്റ്റ് ഏതിനകത്തായിരിക്കും വരാനായിട്ട് സാധ്യതയുള്ളത്? ഓക്സിജൻ ഡിമാൻഡിങ് വേസ്റ്റ് എന്ന് പറയുന്നത് പേപ്പർ മിൽസ് ആൻഡ് ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ്സ്. ഇപ്പോൾ ഓക്സിജൻ ഡിമാൻഡിങ് ഓർഗാനിക് ആയിട്ടുള്ള, അതായത് ഓർഗാനിക് ആയിട്ടുള്ള വേസ്റ്റിനാണ് ഓക്സിജൻ ഡിമാൻഡിങ് വേസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞത്. അല്ലെങ്കിൽ അതിന് ഡീകമ്പോസ് ചെയ്യാനായിട്ട് ഓക്സിജൻ വേണ്ടി വരുന്ന തരത്തിലുള്ള മാറ്റേഴ്സ് അല്ലെങ്കിൽ സാധനങ്ങൾ, അതിനെയാണ് ഓക്സിജൻ ഡിമാൻഡിങ് വേസ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് പേപ്പർ മിൽസ് ആൻഡ് ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ്സ്. ഇനി പ്ലാന്റ് ന്യൂട്രിയൻസ് എന്ന് പറയുമ്പം അത് ഏതുമായിട്ട് ബന്ധപ്പെട്ട് വരും? മോഡേൺ വാഷിംഗ് പൗഡേഴ്സ് ആൻഡ് അഗ്രികൾച്ചറൽ റാൻ ഓഫ്. ഇപ്പോൾ പ്ലാന്റ് ന്യൂട്രിയൻസ് ഒരുപാട് നമ്മുടെ വെള്ളത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ, പ്ലാന്റ് ന്യൂട്രിയൻസിൻ്റെ അളവ് ഒരുപാട് വെള്ളത്തിലാക്കി കഴിഞ്ഞാൽ അതും ആക്ച്വലി പൊല്യൂഷന് കാരണമാവും. അപ്പോൾ നമ്മുടെ ഈ വാഷിംഗ് പൗഡേഴ്സിലൊക്കെ പ്ലാന്റ് ന്യൂട്രിയൻസ് ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പ്ലാന്റ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്, നമ്മുടെ ഫോസ്ഫറസ് പോലുള്ള സാധനങ്ങൾ. സോ പ്ലാന്റ് ന്യൂട്രിയൻസിനകത്ത് അല്ലെങ്കിൽ വാഷിംഗ് പൗഡേഴ്സിലൊക്കെ പ്ലാന്റ് ന്യൂട്രിയൻസ് ഉണ്ട്. അഗ്രികൾച്ചറൽ റാൻ ഓഫിൽ ഒബ്വിയസ്ലി പ്ലാന്റ് ന്യൂട്രിയൻസ് ഉണ്ടാവുമല്ലോ. സോ അത് എക്സസ് ആയിട്ട് വാട്ടറിലേക്ക് വരുന്നത് പൊല്യൂഷന് കാരണമാകും. സോ B is 2. അപ്പോൾ A എന്ന് പറയുന്നത് 4 ആണെന്ന് പറഞ്ഞു, B is 2 ആണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ദെൻ ആസിഡ്സ്, ഈ ആസിഡ്സ് ഒക്കെ വരാനായിട്ട് സാധ്യതയുള്ള ഏത് സോഴ്സിൽ നിന്നായിരിക്കും? മൈൻ ഡ്രെയിനേജ് അല്ലേ, മൈൻ ഡ്രെയിനേജിൽ നിന്നൊക്കെ ആയിരിക്കും ആസിഡ്സ് ഒക്കെ ലീക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യതയുള്ളത്. സോ C is 1. Polychlorinated biphenyls, PCBs is associated with waste incineration and toxic dumps. PCBs basically നമ്മൾ ഈ ഇലക്ട്രിക് അപ്പാരറ്റസിലൊക്കെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. PCBs is associated with, നിങ്ങൾ ഈ ഇലക്ട്രിക്കൽ അപ്പാരറ്റസ് ഓർത്താൽ മതി, സെമി കണ്ടക്ടേഴ്സോ ഇൻസുലേറ്റേഴ്സോ അതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ്. സോ അത് എവിടെ നിന്നായിരിക്കും അതിൻ്റെ സോഴ്സ് ഉണ്ടാവുക? വേസ്റ്റ് ഇൻസിനറേഷൻ ആൻഡ് ടോക്സിക് ഡംപ്സ്. ഇങ്ങനെ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ വേസ്റ്റ് ഇൻസിനറേഷൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് PCBs വരാനായിട്ട് സാധ്യതയുള്ളത്. അപ്പോൾ D എന്ന് പറയുന്ന ഏതാണ്? ഓപ്ഷൻ ദാറ്റ് ഇസ് 3 അല്ലേ. അപ്പം A എന്ന് പറയുന്നത് 4 ആണെന്ന് നമ്മൾ പറഞ്ഞു, B is 2, C is 1 and D is 3. അങ്ങനെയാണെങ്കിൽ ആൻസർ ഏതാ? A4, B2, C1, D3. ദാറ്റ് ഇസ് ഓപ്ഷൻ 3. Moving to the next question. Methemoglobinemia is a condition in which blood is not able to carry and deliver enough oxygen to the body. Reason: consuming drinking water with high nitrate levels may cause methemoglobinemia.
ഇതിൻ്റെ അർത്ഥം എന്താണ്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ത്, ഏത് ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ഈ പൊല്യൂഷനെ കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഡിസീസസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേരിയസ് പൊല്യൂട്ടൻസും ഉണ്ട്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഹെൽത്ത് ഇഷ്യൂസ്, ഡിഫറെൻറ്റ് തരത്തിലുള്ള ഡിസീസസ്, അതിൻ്റെ റീസൺസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും ക്വസ്റ്റ്യൻസ് നമുക്ക് അത്യാവശ്യം വരാറുണ്ട് എന്ന് നമ്മൾ അനാലിസിസിൽ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡിസീസ് കണ്ടീഷൻ ഏതാണ്, മെത്തീമോഗ്ലോബിനീമിയ എന്ന് പറയുന്ന ഒരു ഡിസീസ് കണ്ടീഷനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ അതിൻ്റെ ബേസിക്കലി എന്താണ് ഈ ഒരു ഡിസീസ് കണ്ടീഷൻ എന്നും അതിൻ്റെ സോഴ്സ് എന്താണ്, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ളതും ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണിത്. ബേസിക്കലി നമ്മൾ ഈ ബ്ലൂ ബേബി സിൻഡ്രോം എന്ന് പറയുന്ന അസുഖത്തിൽ അല്ലെങ്കിൽ ആ ഡിസീസിന് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു പേരാണ് ഇൻഫൻറ്റ് മെത്തീമോഗ്ലോബിനീമിയ അനീമിയ എന്ന് പറയുന്നത്. സോ ദിസ് ഹാപ്പൻസ് ഡ്യൂ ടു ദി ലാക്ക് ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്. ഓക്സിജൻ ബ്ലഡിൽ ലാക്ക് ചെയ്യുന്നത് മൂലമാണ് ഇത്തരത്തിൽ ബ്ലൂ ബേബി സിൻഡ്രോം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ഈ മെത്തീമോഗ്ലോബിനീമിയ എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാവുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, ഒരു മേജർ കോസ് എന്ന് പറയുന്നത് എന്താണ്, ബ്ലഡിൽ ഓക്സിജൻ്റെ അളവ് കുറയുന്നു എന്നുള്ളതാണ് റീസൺ. അതിന് കാരണമാണ് എന്തുകൊണ്ട്, ഈ നൈട്രേറ്റ്സ് മൂലം കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ കൺസ്യൂം ചെയ്യുന്നതാണ് ഇങ്ങനൊരു രോഗത്തിന് കാരണമായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ സോഴ്സ് കണ്ടെത്തി. സോ എന്താണ് ഇതിനകത്ത് സംഭവിക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, ബോഡി കൺവേർട്സ് നൈട്രേറ്റ്സ് ടു നൈട്രേറ്റ്സ് and these nitrates bind to the hemoglobin in the body forming methemoglobin which is unable to carry oxygen. അപ്പോൾ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നൈട്രേറ്റ് ഉള്ള വാട്ടർ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ അതെന്ത് സംഭവിക്കുന്നു, അത് ബോഡി അതിനെ ഈ നൈട്രേറ്റ്സിനെ നൈട്രേറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് ദിസ് നൈട്രേറ്റ്സ് വിൽ ബി ബൈൻഡിങ് ടു ദി ഹീമോഗ്ലോബിനുമായിട്ട് ഇത് ബൈൻഡ് ചെയ്യപ്പെടുന്നു. ആൻഡ് അതിനുശേഷം ഇങ്ങനെ ഈ നൈട്രേറ്റ്സ് ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ അത് രണ്ടും കൂടെ ബൈൻഡ് ചെയ്ത് മെത്തീമോഗ്ലോബിൻ ഉണ്ടാവുകയും അത് ഈ ഓക്സിജനെ ക്യാരി ചെയ്യാനായിട്ട് ബ്ലഡിന് സാധിക്കാത്തൊരു കണ്ടീഷനിലേക്ക് മാറുകയും ചെയ്തു. അപ്പോൾ ഹീമോഗ്ലോബിൻ മാറി അത് നൈട്രേറ്റ്സുമായിട്ട് കമ്പൈൻ ചെയ്ത് ബൈൻഡ് ചെയ്ത് മെത്തീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. ഈ മെത്തീമോഗ്ലോബിൻ ഓക്സിജനെ ക്യാരി ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ബ്ലഡിൽ ഓക്സിജൻ്റെ അളവ് കുറയും. അതാണ് ഈ ബ്ലൂ ബേബി സിൻഡ്രോം അല്ലെങ്കിൽ മെത്തീമോഗ്ലോബിനീമിയ എന്ന ഡിസീസ് കണ്ടീഷന് കാരണമാകുന്നത്. അസേർഷൻ നോക്കിക്കഴിഞ്ഞാൽ മെത്തീമോഗ്ലോബിനീമിയ is a condition in which blood is not able to carry and deliver enough oxygen to the body. That is right അല്ലേ, അത് തന്നെയാണ് ഈ ഡിസീസ് കണ്ടീഷൻ്റെ കാരണം, അല്ലെങ്കിൽ അതാണ് ഈ ഡിസീസ് കണ്ടീഷനിൽ മെയിനായിട്ട് സംഭവിക്കുന്നത്. റീസൺ എന്നാ, കൺസ്യൂമിങ് ഡ്രിങ്കിങ് വാട്ടർ വിത്ത് ഹൈ നൈട്രേറ്റ് ലെവൽസ് മേ കോസ് മെത്തീമോഗ്ലോബിനീമിയ. റൈറ്റ് ആണ് അല്ലേ, ഹൈ നൈട്രേറ്റ് കോണ്ടന്റ് ഉള്ള ഹൈ നൈട്രേറ്റ് ഉള്ള വെള്ളം കൺസ്യൂം ചെയ്യുന്നതാണ് ബേസിക്കലി ഇങ്ങനൊരു അസുഖത്തിന് കാരണമാകുന്നത് എന്നാണ് റീസൺ പറയുന്നത്. അതും ശരിയാണ്. ഇപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും ശരിയാണ്, റീസൺ അസേർഷനെ സാധൂകരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ആൻസർ ഏതായിരിക്കും, both A and R are true and R is the correct explanation of it. That is option 1. So the right answer for this question is option 1. Moving to the next question. An earthquake is rated as major if its magnitude in Richter scale is in range of. We have the options 4 to 4.9, 5 to 5.9, 6 to 6.9, 7 to 7.9. അപ്പം ഈ നാച്ചുറലായിട്ട് എൻവയൺമെൻറ്റിൽ സംഭവിക്കുന്ന ഇങ്ങനെയുള്ള കെലാമിറ്റീസ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ് മാൻമെയ്ഡ് ആയിട്ടുള്ളതും ഉണ്ടാവാം, അതുപോലെ തന്നെ നാച്ചുറലി സംഭവിക്കുന്നതും ഉണ്ടാവും. ഇത് രണ്ടും നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യണം എന്ന് നമ്മൾ അനാലിസിസിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ എർത്ത്ക്വേക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം എർത്ത്ക്വേക്കിൽ മേജർ എന്ന് റേറ്റ് ചെയ്തിരിക്കുന്ന, അതായത് റിച്ചർ സ്കെയിലിലെ മാഗ്നിറ്റ്യൂഡ് അനുസരിച്ച് മേജർ ഒരു കാറ്റഗറിയിൽ വരുന്ന എർത്ത്ക്വേക്ക് ബേസിക്കലി ഏത് റേഞ്ചിൽ വരുന്ന എർത്ത്ക്വേക്ക് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു സ്കെയിലുണ്ട്. ഇപ്പോൾ റിച്ചർ സ്കെയിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എർത്ത്ക്വേക്കിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയിലാണല്ലോ റിച്ചർ സ്കെയിൽ. അപ്പോൾ അതിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് അനുസരിച്ച് എർത്ത്ക്വേക്കിനെ നമുക്ക് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും, ഫ്രം മൈനർ ടു ഗ്രേറ്റ്. മൈനർ മുതൽ ഗ്രേറ്റ് വരെ മാഗ്നിറ്റ്യൂഡുള്ള ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് നമുക്ക് എർത്ത്ക്വേക്കിനെ തരംതിരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ താഴെ നിന്നൊന്ന് നോക്കിയേ, ഇപ്പോൾ മാഗ്നിറ്റ്യൂഡ് 3 to 3.9 എന്ന റിച്ചർ സ്കെയിലിൽ മാഗ്നിറ്റ്യൂഡ് കാണിക്കുന്ന ഒരു എർത്ത്ക്വേക്കിൻ്റെ സ്ട്രെങ്തിനെ നമ്മൾ വിളിക്കുന്നത് എന്തായിരിക്കും, മൈനർ എന്നായിരിക്കും. 4 to 4.9 ആണെങ്കിൽ ദാറ്റ് ഇസ് ലൈറ്റ്, 5 to 5.9 is moderate, 6 to 6.9 is strong, 7 to 7.9 is major, and 8 അതിന് മേളിലേക്ക് വരുന്നത്
ഗ്രേറ്റ്. അപ്പോൾ ഈ ഒരു ടേബിൾ അനുസരിച്ച് അല്ലെങ്കിൽ ഈ ടേബിളിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണിത്. നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? മേജർ എന്ന് റേറ്റ് ചെയ്യപ്പെടുന്ന മാഗ്നിറ്റ്യൂഡ് റിച്ച് സ്കെയിലിൽ ഏത് റേഞ്ചിൽ വരുന്ന റിച്ച് സ്കെയിലിൽ ഏത് റേഞ്ചിൻ്റെ മാഗ്നിറ്റ്യൂഡിൽ വരുന്ന എർത്ത് ക്വേക്കിനെയാണ് നമ്മൾ മേജർ സ്ട്രെങ്ത് ബേസ് ചെയ്ത് മേജർ ടൈപ്പ് ഒരു എർത്ത് ക്വേക്ക് ആയിട്ട് പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? 7 to 7.9, ദാറ്റ് ഈസ് മേജർ അല്ലേ? അതാണ് മേജർ ടൈപ്പ് അല്ലെങ്കിൽ മേജർ സ്ട്രെങ്ത് ബേസ് നമ്മൾ പറയുമ്പോൾ മേജർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന എർത്ത് ക്വേക്കിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 7 to 7.9 ആണ്. സോ ഏതായിരിക്കും ആൻസർ? 7 to 7.9 is option 4. So the right answer for this question is option 4. Next question. The target set by Indian government for generating power from wind energy by the year 2022 is, and you have the option 60 gigawatt, 50 gigawatt, 40 gigawatt and 15 gigawatt. അപ്പോൾ ഇത് വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഇതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് കാര്യം അറിയാമെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടാർഗറ്റ് ഉണ്ട്. ബൈ 2022 എന്തുമാത്രം എനർജിയാണ് റിന്യൂവബിൾ എനർജി സോഴ്സസിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടത്, അതിനൊരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. ബൈ 2020 total of 175 gigawatt energy should be generated from renewable energy sources. അല്ലെങ്കിൽ 175 gigawatt power should be generated from renewable energy sources. അപ്പോൾ അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാണ്. റിന്യൂവബിൾ എനർജി സോഴ്സസ് മൊത്തം 175 gigawatt ആണ് ടാർഗറ്റ്. അതിൽ ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ ഡിവിഷൻസ് ആയിട്ട് അല്ലെങ്കിൽ ഓരോ സോഴ്സസ് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് ഓരോന്നിനും നമുക്ക് വെച്ചിരിക്കുന്ന ഒരു ടാർഗറ്റ് ഉണ്ട്. സോളാർ പവർ ആണെങ്കിൽ അതിൽ നിന്ന് 100 gigawatt, വിൻഡിൽ നിന്ന് 60 gigawatt, ബയോ പവർ 10 gigawatt ആൻഡ് സ്മോൾ ഹൈഡ്രോ പവർ 5 gigawatt. അങ്ങനെ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഓരോ റിന്യൂവബിൾ റിസോഴ്സസിൽ നിന്നും കൃത്യമായിട്ട് ഇങ്ങനൊരു ടാർഗറ്റ് വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 175 gigawatt കിട്ടും. അപ്പോൾ 2022 കൂടി 175 gigawatt ഓഫ് എനർജി അല്ലെങ്കിൽ 175 gigawatt ഓഫ് പവർ ഷുഡ് ബി ജനറേറ്റഡ് ഫ്രം റിന്യൂവബിൾ സോഴ്സസ്. അതാണ് ഇന്ത്യൻ ഗവൺമെൻറ് വെച്ചിരിക്കുന്ന ഒരു ടാർഗറ്റ്. അപ്പോൾ അതിൻ്റെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ഓരോ റിസോഴ്സസിൽ നിന്നും എത്ര എന്നുള്ളതാണ് ഈ ബോക്സിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഏത് സോഴ്സിൽ നിന്നുള്ളതാണ്? വിൻഡ് എനർജി അല്ലേ? ദ ടാർഗറ്റ് സെറ്റ് ബൈ ഇന്ത്യൻ ഗവൺമെൻറ് ഫോർ ജനറേറ്റിംഗ് പവർ ഫ്രം വിൻഡ് എനർജി ബൈ ദ ഇയർ 2022 ഈസ് വിൻഡ് എനർജി എത്രയാണ്? ദാറ്റ് ഈസ് 60 gigawatt. 60 gigawatt എന്ന് പറയുന്ന ഓപ്ഷൻ 1 ആണ്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഈസ് ഓപ്ഷൻ 1. അടുത്തത് ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റൻ ആണ്. അസേർഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഓസോൺ ഇൻ ദ ലോവർ ട്രോപ്പോസ്ഫിയർ ഇസ് ഡിസൈറബിൾ. റീസണിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഓസോൺ പ്രസന്റ് ഇൻ ദിസ് അറ്റ്മോസ്ഫിയർ പ്രൊട്ടക്ട്സ് ദ ലിവിംഗ് ഓർഗാനിസംസ് ഓൺ ദി സർഫസ് ഓഫ് എർത്ത് ഫ്രം ദ ഹാർംഫുൾ അൾട്രാവയലറ്റ് റേഡിയേഷൻ ഓഫ് ദി സൺ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അറ്റ്മോസ്ഫിയറിനെ തന്നെ നമുക്ക് പലതായിട്ട് തിരിക്കാം അല്ലേ? നമുക്ക് ട്രോപ്പോസ്ഫിയർ ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട്, അങ്ങനെ പല ലെയേഴ്സായിട്ട് തിരിക്കാനായിട്ട് സാധിക്കും. ഇതിൽ തന്നെ നമുക്ക് ട്രോപ്പോസ്ഫിയർ ആയിട്ടുള്ള ഓസോണും ഉണ്ട്, സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഓസോണും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഓസോൺ ലെയർ അല്ലെങ്കിൽ എർത്തിനെ അൾട്രാവയലറ്റ് റേഡിയേഷൻസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഓസോൺ എവിടെയാണ് ഇരിക്കുന്നത്? ദാറ്റ് ഇസ് ഇൻ സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഓസോൺ ആണ് അത്തരത്തിൽ എർത്തിനെ അൾട്രാവയലറ്റ് റേഡിയേഷൻസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് ലെയറിലുള്ള നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ ലോവർ പാർട്ടിലാണ് ട്രോപ്പോസ്ഫിയർ വരുന്നത്. അവിടെ ഈ പറയുന്ന ഓസോൺ ഹൈ കോൺസെൻട്രേഷനിൽ ഓസോൺ ഉള്ളത് നല്ലതല്ല, അത് മോശമാണ്, അത് തീർച്ചയായിട്ടും ഒരു പൊല്യൂട്ടൻ്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ കാര്യം മനസ്സിൽ വെച്ചിട്ട് ഈ അസേർഷൻ റീസൺ നിങ്ങളൊന്ന് നോക്കിയേ. ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഓസോൺ ഇൻ ദ ലോവർ ട്രോപ്പോസ്ഫിയർ ഇസ് ഡിസൈറബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഇസ് നോട്ട്, അത് റോങ് ആണ്. എർത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഓസോൺ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ദാറ്റ് ഇസ് ഇൻ സ്ട്രാറ്റോസ്ഫിയർ. ഓക്കെ, അപ്പം അസേർഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് അതിൽ തന്നെ തെറ്റാണ്. റീസൺ നോക്കിക്കേ. Ozone present in the atmosphere protects the living organisms on the surface of Earth from the harmful ultraviolet radiations of the sun. അപ്പോൾ ഇവിടെ കൃത്യമായിട്ടൊരു ഏത് ലെയർ ആണെന്ന് അവർ മെൻഷൻ ചെയ്തിട്ടില്ല. അറ്റ്മോസ്ഫിയറിലുള്ള ഓസോൺ ഭൂമിയെ അൾട്രാവയലറ്റ് റേഡിയേഷൻസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ്സെൽഫ് അതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ ഇതൊരു ആക്ച്വലി നമ്മളൊന്ന് കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റൻ ഇട്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ കൃത്യമായിട്ട് ഇവിടെ ഒരു ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയില്ല ഈ ട്രോപ്പോസ്ഫിയറിക് ഓസോൺ അല്ലെങ്കിൽ സ്ട്രാറ്റോസ്ഫിയറിക് ഓസോൺ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ ഓസോൺ ലെയർ അല്ലെങ്കിൽ ഭൂമിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഓസോൺ എവിടെയാണ് അറ്റ്മോസ്ഫിയറിൽ സിറ്റുവേറ്റ് ചെയ്യുന്നത് എന്ന് അറിയില്ലെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു ക്വസ്റ്റൻ തെറ്റിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? അസേർഷൻ ഇവിടെ തെറ്റാണ്, പക്ഷേ റീസൺ ശരിയാണ്. അപ്പോൾ അസേർഷൻ ഈസ് ഫാൾസ് ബട്ട് റീസൺ ഈസ്
true. Assertion is false, but reason is true is option 4. So the right answer for this question is option 4. Another question. Montreal Protocol was signed in order to address which of the following environmental issues? അപ്പോൾ മോൺട്രിയൽ പ്രോട്ടോക്കോളിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി നിങ്ങൾ ഈ ഓപ്ഷൻസ് നോക്കിയേ. ട്രോപ്പോസ്ഫിയറിക് ഓസോൺ പൊല്യൂഷൻ, ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ഇൻ ദി സ്ട്രാറ്റോസ്ഫിയർ, ഗ്ലോബൽ വാർമിംഗ്, ആസിഡ് റെയിൻ. അപ്പം ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇവിടെ പ്ലേസ് ചെയ്യാനായിട്ടുള്ള കാരണം ഈ ഒരു ഡിസ്റ്റിങ്ഷൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ട്രോപ്പോസ്ഫിയറിക് ഓസോൺ പൊല്യൂഷൻ, ട്രോപ്പോസ്ഫിയറിലുള്ള ഓസോൺ പൊല്യൂഷനിലേക്ക് ലീഡ് ചെയ്യുന്നു. പക്ഷേ സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഓസോൺ ശരിക്കും ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാം. ഇനി മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഫോക്കസ് ചെയ്യുന്ന എന്തിലാണ്? ഓസോൺ ഡിപ്ലീഷനിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഏത് സ്പിയറിലുള്ള അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൻ്റെ ഏത് പാർട്ടിലാണ് ഈ ഡിപ്ലീഷൻ സംഭവിക്കുന്ന ഓസോൺ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ദാറ്റ് ഈസ് ഇൻ സ്ട്രാറ്റോസ്ഫിയർ. അപ്പോൾ ആ ട്രോപ്പോസ്ഫിയറിക് ഓസോൺ അല്ലെങ്കിൽ സ്ട്രാറ്റോസ്ഫിയറിലുള്ള ഓസോൺ അത് തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാകാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ 2, ഡിപ്ലീഷൻ ഓഫ് ഓസോൺ in the stratosphere. All right. Next question. Which one of the following conferences or summit is also known as UN Conference on Sustainable Development? അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള കോൺഫറൻസുകൾ, UN കോൺഫറൻസുകളുണ്ട്. അതിനെല്ലാം നമ്മൾ ഇപ്പം ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കിയാൽ UN Conference on Sustainable Development, ഇതാണ് അതിൻ്റെ ഒരു ഫുൾ ടൈറ്റിൽ അല്ലെങ്കിൽ ആ ഒരു കോൺഫറൻസിൻ്റെ പേരെന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ അതിനെ ഷോർട്ട് ഫോംസിൽ വിളിക്കാറുണ്ട്. ചില ഷോർട്ട് നെയിംസ് കൊടുത്ത് നമ്മൾ പല കോൺഫറൻസസിനെയും വിളിക്കാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഇപ്പോൾ സ്റ്റോക്ക്ഹോം കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിക്കുമുള്ള പേരെന്താണ്, അല്ലെങ്കിൽ റിയോ ഡി ജനീറിയോ കോൺഫറൻസിൻ്റെ ശരിക്കുമുള്ള ടൈറ്റിൽ എന്താണ് എന്നുള്ളത് നമുക്കറിയാമോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബേസിക്കലി 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ 4 ഓപ്ഷൻസിൻ്റെ ഇതിന് പറയുന്ന അല്ലെങ്കിൽ ഇത് ബേസിക്കലി ഏതൊരു കാര്യത്തെ അഡ്രസ്സ് ചെയ്യുന്ന UN കോൺഫറൻസ് ആയിരുന്നു എന്ന് നമുക്ക് നോക്കാം. സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ഹാപ്പൻഡ് ഇൻ 1972. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള നെയിം എന്താണ്? യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ദി ഹ്യൂമൻ എൻവയൺമെൻറ്റ്. യുണൈറ്റഡ് അല്ലെങ്കിൽ UN കോൺഫറൻസ് ഓൺ ദി ഹ്യൂമൻ എൻവയൺമെൻറ്റിനെയാണ് നമ്മൾ ഈ സ്റ്റോക്ക്ഹോം കോൺഫറൻസ് എന്ന് വിളിക്കുന്നത്. ഇനി ദ റിയോ ഡി ജനീറിയോ കോൺഫറൻസ് നമ്മളൊന്ന് മെൻഷൻ ചെയ്തതാണ്, എർത്ത് സമ്മിറ്റ് 1992. അതിൻ്റെ പേരെന്താണ്? യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ UN കോൺഫറൻസ് ഓൺ എൻവയൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റിനെയാണ് നമ്മൾ റിയോ ഡി ജനീറോ കോൺഫറൻസ് അല്ലെങ്കിൽ എർത്ത് സമ്മിറ്റ് എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഇതിന് പല പേരുകളുണ്ട് കേട്ടോ. റിയോ സമ്മിറ്റ്, റിയോ കോൺഫറൻസ്, എർത്ത് സമ്മിറ്റ്, ഇങ്ങനെ പല പേരുകളിൽ ഈ സെയിം കോൺഫറൻസ് അറിയപ്പെടാറുണ്ട്. വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എർത്ത് സമ്മിറ്റ് 2002 ആണ് ജൊഹാനസ്ബർഗ് സമ്മിറ്റ് എന്ന് അറിയപ്പെടുന്നത്. വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, എർത്ത് സമ്മിറ്റ് 2002. എർത്ത് സമ്മിറ്റ് 1992 ഏതായിരുന്നു? UN കോൺഫറൻസ് ഓൺ എൻവയൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ളതായിരുന്നു എർത്ത് സമ്മിറ്റ് 1992 എന്ന് പറയുന്നത്. എർത്ത് സമ്മിറ്റ് 2002 എന്താണ്? വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഇനി UN കോൺഫറൻസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെയാണ് നമ്മൾ ദ റിയോ +20 കോൺഫറൻസ് 2012 എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് യുഎൻ്റെ ഏതൊക്കെ കോൺഫറൻസസിനെയാണ് നമ്മൾ ഈ ഷോർട്ട് നെയിംസ് അല്ലെങ്കിൽ ആ കോൺഫറൻസ് നടന്ന സ്ഥലങ്ങളുടെ പേരിലാണ് പല കോൺഫറൻസുകളും നമ്മൾ പറയാറുള്ളത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പരാമർശിക്കാറുള്ളത്. പക്ഷേ അത് കൃത്യമായിട്ട് എന്ത് കാര്യത്തെ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ UN കോൺഫറൻസ് ഓൺ വാട്ട് ഇഷ്യൂ അവർ അഡ്രസ്സ് ചെയ്തത് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? UN കോൺഫറൻസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കോൺഫറൻസ് ഓർ സമ്മിറ്റ് ഇസ് ഓൾസോ നോൺ ആസ് UN Conference on Sustainable Development. UN Conference on Sustainable Development നമ്മൾ വിളിക്കുന്ന പേരെന്താ? The Rio +20 Conference. The Rio +20 Conference 2012 is option 4. So the right answer for this question is option 4. Moving to the next question. How many national missions of Indian government are there to address the problem of climate change? Climate change എന്ന പ്രോബ്ലത്തെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് എത്ര നാഷണൽ മിഷൻസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇതുവരെ പ്രധാനപ്പെട്ട ഏരിയ ആയിട്ട് അനാലിസിസിൽ ഐഡൻറ്റിഫൈ ചെയ്തതായിരുന്നു. അപ്പോൾ ഈ നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ബേസിക്കലി ലോഞ്ച് ചെയ്യുന്നത് ജൂൺ 30, 2008 സോ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫോക്കസ് എന്താണ്? ഇറ്റ് ഐഡൻറ്റിഫൈസ് മെഷേഴ്സ് ദാറ്റ് പ്രൊമോട്ട് ഡെവലപ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് while also yielding co-benefits for addressing climate change effectively. ക്ലൈമറ്റ് ചേഞ്ച് അതിനെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യുക, ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുക, അതിനോടൊപ്പം തന്നെ അതിന് ഡെവലപ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സും ഉണ്ട് അല്ലെങ്കിൽ ടു പ്രൊമോട്ട് ഡെവലപ്മെൻറ്റ് എന്നുള്ളൊരു കീ ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റീവും കൂടി
ഈ നാഷണൽ ആക്ഷൻ പ്ലാനിനുണ്ട്. അപ്പോൾ ഈ നാഷണൽ ആക്ഷൻ പ്ലാനിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 8 നാഷണൽ മിഷൻസ് ആണുള്ളത്. ഇതായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. എത്ര നാഷണൽ മിഷൻസ് ആണ് നാഷണൽ ആക്ഷൻ പ്ലാനിൻ്റെ ഭാഗമായിട്ട് വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ദാറ്റ് ഈസ് 8. ഈ 8 നാഷണൽ മിഷൻസ് കമ്മിങ് അണ്ടർ നാഷണൽ ആക്ഷൻ പ്ലാൻ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നാഷണൽ സോളാർ മിഷൻ, നാഷണൽ മിഷൻ ഫോർ എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസി, നാഷണൽ മിഷൻ ഓൺ സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ്, നാഷണൽ വാട്ടർ മിഷൻ, നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനിങ് ദ ഹിമാലയൻ എക്കോസിസ്റ്റം, നാഷണൽ മിഷൻ ഫോർ എ ഗ്രീൻ ഇന്ത്യ, നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, നാഷണൽ മിഷൻ ഓൺ സ്ട്രാറ്റജിക് നോളജ് ഫോർ ക്ലൈമറ്റ് ചേഞ്ച്. ഞാനിത് പ്രധാനമായിട്ട് പറയാനായിട്ടുള്ള കാര്യം മറ്റൊന്നുമല്ല, നമ്മൾ ഈ മില്ലേനിയം സസ്റ്റൈനബിളും ഒക്കെ പഠിച്ച സമയത്ത് ഓപ്ഷൻസ് എന്നിട്ട് അതിനകത്ത് നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. ആ സെയിം പാറ്റേണിൽ ഈ ഏരിയയിൽ നിന്നും ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് ചില ഓപ്ഷൻസ് തരും, എന്നിട്ട് അതിനകത്ത് നാഷണൽ ആക്ഷൻ പ്ലാനിൻ്റെ ഭാഗമായിട്ട് വരാത്ത ഓപ്ഷൻ ഏത്, അല്ലെങ്കിൽ ഇതിൽ നിന്നും ഭാഗമായിട്ട് വരുന്ന ഓപ്ഷൻ ഏത്, അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ഈ 8 നാഷണൽ മിഷൻസ് ഏതൊക്കെയാണെന്നും കൂടെ ഞാൻ മെൻഷൻ ചെയ്തത്. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്, വളരെ ഡയറക്റ്റ് ആണ്. ഹൗ മെനി നാഷണൽ മിഷൻസ് ഓഫ് ഇന്ത്യൻ ഗവൺമെൻറ് ആർ ദെയർ ടു അഡ്രസ് ദി പ്രോബ്ലം ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്? ദാറ്റ് ഈസ് 8 നാഷണൽ മിഷൻസ് ആണ് ഈ നാഷണൽ ആക്ഷൻ പ്ലാനിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ എൻവയൺമെൻറ്റൽ ഇഷ്യൂസ് വിച്ച് ആർ ലോക്കൽ ഇൻ നേച്ചർ. അപ്പോൾ ഇത് വളരെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഓപ്ഷൻസ് വായിച്ചിട്ട് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ചില എൻവയൺമെൻറ്റൽ ഇഷ്യൂസ് നമുക്ക് ലിസ്റ്റ് ഡൗൺ ചെയ്ത് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ലോക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെ, അതായത് ഒരു ഗ്ലോബൽ ലെവലിൽ അതിൻ്റെ ഒരു ഗ്ലോബൽ ലെവൽ എഫക്റ്റ് ചെയ്യാതെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ലോക്കൽ ഏരിയാസിൽ എഫക്റ്റ് ചെയ്യപ്പെടുന്ന എൻവയൺമെൻറ്റൽ ഇഷ്യൂസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ആൻഡ് യു ഹാവ് ദി ഓപ്ഷൻസ്: ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ, lake pollution, soil erosion, climate change, water logging, solid waste management. അപ്പോൾ ഈ ഓപ്ഷൻസിനകത്ത് നോക്കിയാൽ ഈ ഓസോൺ ലെയറിൻ്റെ ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ലെവലിൽ അഫക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു എൻവയൺമെൻറ്റൽ ഇഷ്യൂ ആണ് അല്ലേ. അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചും ഗ്ലോബലി എഫക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു എൻവയൺമെൻറ്റൽ ഇഷ്യൂ ആണ്. അപ്പോൾ ആ 2 ഓപ്ഷൻസ് എന്തായാലും വരില്ലല്ലോ, അപ്പോൾ അത് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. ലേക്ക് പൊല്യൂഷൻ, സോയിൽ ഇറോഷൻ, വാട്ടർ ലോഗിങ്, സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഇതൊക്കെ ഓരോ സ്ഥലത്ത് സംഭവിക്കാനായിട്ട് ലോക്കലായിട്ടുള്ള ചില ഏരിയാസിൽ സംഭവിക്കാനായിട്ട് സാധ്യതയുള്ള കാര്യമാണ് അല്ലേ. ലേക്ക് പൊല്യൂഷൻ ഒരു സ്പെസിഫിക് ലേക്ക് ആയിരിക്കും പൊല്യൂട്ടഡ് ആവുന്നത്, അതിൻ്റെ ഗ്ലോബൽ ലെവലിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയറും ക്ലൈമറ്റ് ചേഞ്ചും നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഗ്ലോബൽ ലെവലിലായിരിക്കും അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവുക. അപ്പോൾ ആ 2 ഓപ്ഷൻസ് അങ്ങ് എലിമിനേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടി. 2, 3, 5, 6 അല്ലേ. 2, 3, 5, 6 എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാ? ദാറ്റ് ഈസ് ഓപ്ഷൻ 1. 2, 3, 5, 6. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following pollutants is included in the air quality index in India? And you have the options: carbon dioxide, chlorofluorocarbons, sulfur dioxide, methane. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? എയർ ക്വാളിറ്റി ഇൻഡെക്സ്, ഇന്ത്യയുടെ എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പൊല്യൂട്ടൻസ് ഏതൊക്കെയാണ് എന്നല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ വരുന്ന പൊല്യൂട്ടൻ്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ജസ്റ്റ് പ്രധാനമായിട്ടും ഈ എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ നമ്മൾ മെഷർ ചെയ്യുന്ന പൊല്യൂട്ടൻസ് അല്ലെങ്കിൽ ആ എയർ ക്വാളിറ്റി ഇൻഡെക്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ള പൊല്യൂട്ടൻസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്. അപ്പോൾ അതിലിവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്: പാർട്ടിക്കുലേറ്റ് മാറ്റർ, ഓസോൺ, നൈട്രജൻ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്. ഇത്രയുമാണ് പ്രധാനമായിട്ടും എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട പൊല്യൂട്ടൻസ് എന്ന് പറഞ്ഞാൽ. ബേസിക്കലി എയറിൻ്റെ ക്വാളിറ്റി അളക്കാനായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള ഈ പറഞ്ഞിരിക്കുന്ന പൊല്യൂട്ടൻസിൻ്റെ അളവ് എന്തുമാത്രമാണ് എയറിലുള്ളത് എന്ന് നോക്കിയിട്ടാണല്ലോ അതിൻ്റെ ക്വാളിറ്റി നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഈ പ്രധാനപ്പെട്ട പൊല്യൂട്ടൻസ് എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ നമ്മൾ മെഷർ ചെയ്യുന്ന പ്രധാനപ്പെട്ട പൊല്യൂട്ടൻസ് ഏതൊക്കെയാണ് എന്ന് ഓർത്ത് വയ്ക്കുക. സോ ഈ ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ഇവിടുത്തെ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? കാർബൺ ഡയോക്സൈഡ്, ക്ലോറോഫ്ലൂറോകാർബൺ, സൾഫർ ഡയോക്സൈഡ്, മീഥൈൻ. അപ്പം എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ ഉൾപ്പെട്ടിട്ടുള്ള പൊല്യൂട്ടൻ്റ് ഏതാണ് എന്നാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഓപ്ഷൻസിൽ ഈ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്ത പൊല്യൂട്ടൻസിൽ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഓപ്ഷൻ ഏതാണ്? ദാറ്റ് ഈസ് സൾഫർ ഡയോക്സൈഡ് അല്ലേ. സൾഫർ ഡയോക്സൈഡ് ഈസ് ഓപ്ഷൻ 3. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ 3. അടുത്ത ക്വസ്റ്റ്യൻ, ഡേ ടൈം നോയ്സ് സ്റ്റാൻഡേർഡ് പ്രിസ്ക്രൈബ് ഫോർ റെസിഡൻഷ്യൽ ഏരിയാസ് ഇൻ ഇന്ത്യ ഈസ്. അപ്പോൾ നമ്മൾ നോയ്സ് പൊല്യൂഷൻ എന്ന് പറയുന്ന ഏരിയ വളരെ പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന ഏരിയ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. പൊല്യൂഷൻ ഇൻ ഇറ്റ് സെൽഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
2020 ചോദിച്ച ക്വസ്റ്റ്യൻസിൽ പൊല്യൂഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ നോയ്സ് പൊല്യൂഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ചോദിച്ചിരുന്നു ആ ഒരു എക്സാമിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ അനാലിസിസിൻ്റെ സമയത്ത് തന്നെ ഈ ഏരിയയിൽ നിന്നുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തതുമാണ്. എനിവേ, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന കാര്യം എന്താണ്? റെസിഡൻഷ്യൽ ഏരിയ, ഇന്ത്യയിലെ റെസിഡൻഷ്യൽ ഏരിയയിൽ ഡേ ടൈം നോയ്സ് സ്റ്റാൻഡേർഡ് എത്രയാണ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതെന്നാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, നമുക്ക് ഡിഫറെൻറ്റ് ഏരിയാസ് ഉണ്ട്. അനാലിസിസിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഡിഫറെൻറ്റ് ഏരിയാസ് ഉണ്ട്. വി ഹാവ് ഇൻഡസ്ട്രിയൽ, കൊമേഴ്ഷ്യൽ, റെസിഡൻഷ്യൽ ആൻഡ് സൈലന്റ് സോൺ. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഏരിയാസ് ഉണ്ട്. ഈ ഓരോ ഏരിയാസിലും ഡേ ടൈമിൽ എത്രയാണ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന നോയ്സ് സ്റ്റാൻഡേർഡ്, അതുപോലെ നൈറ്റ് ടൈമിൽ എത്രയാണ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന നോയ്സ് സ്റ്റാൻഡേർഡ്, ഇത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഇതിൽ നിന്ന് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഏതാണ്? റെസിഡൻഷ്യൽ ഏരിയയിലെ ഡേ ടൈം നോയ്സ് സ്റ്റാൻഡേർഡ്. അപ്പോൾ റെസിഡൻഷ്യൽ ഏരിയ ഡേ ടൈം എത്രയാണ്? 55 ഡെസിബിൾ ആണ്. സോ 55 ഡെസിബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ 3 ആണ്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ 3. Another question. Given below are two statements. One is labeled as assertion and other is labeled as reason. Assertion reason question ആണ്. Assertion എന്താ പറഞ്ഞിരിക്കുന്നത്? Hydrofluorocarbons need to be phased out to protect the ozone layer. Reason ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? HFCs have a high global warming potential. ഈ ഹൈഡ്രോഫ്ലൂറോകാർബൺസ് അല്ലെങ്കിൽ HFCs ബേസിക്കലി CFCക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ CFC എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഓസോൺ ഡിപ്ലീഷന് കാരണമാകുന്ന ഒരു സബ്സ്റ്റൻസ് ആണെന്ന് കണ്ടെത്തുകയും അതിനെ കംപ്ലീറ്റ്ലി ഫേസ് ഔട്ട് ചെയ്യുക, അതിൻ്റെ യൂസ് കംപ്ലീറ്റ്ലി കുറയ്ക്കുക എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുകയും ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഈ CFC പോയി കഴിഞ്ഞാൽ അതിന് പകരം ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും? റെഫ്രിജറേറ്റേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കോമ്പൗണ്ട് ആണല്ലോ, അല്ലെങ്കിൽ ഒരു കമ്പോണൻറ്റ് ആണല്ലോ CFC എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് CFC പോയപ്പോൾ വന്നിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ആണ് HFC എന്ന് പറയുന്നത്. HFC ബേസിക്കലി ഓസോൺ ഡിപ്ലീറ്റിംഗ് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് അല്ല, പക്ഷേ അതിന് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ വളരെ കൂടുതലാണ്. ഹൈ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ അതിനുണ്ട്, പക്ഷേ ഓസോൺ ഡിപ്ലീഷന് അത് കാരണമാകുന്നില്ല. ഒരു ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് അല്ല അത്. CFC ആയിരുന്നു, അതിന് പകരമാണ് ഹൈഡ്രോഫ്ലൂറോകാർബൺസ് വരുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഹാസ് ഹൈ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ. ഓസോൺ ഡിപ്ലീഷൻ അത് കാരണമാകുന്നില്ല, ഓസോൺ ഡിപ്ലീഷൻ അത് കാരണമാകുന്നില്ല, പക്ഷേ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ അതിന് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അസേർഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഹൈഡ്രോഫ്ലൂറോകാർബൺസ് നീഡ് ടു ബി ഫേസ്ഡ് ഔട്ട് ടു പ്രൊട്ടക്ട് ദി ഓസോൺ ലെയർ. സോ അത് തെറ്റാണ്. അതിന് ഒരു ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് ആയിട്ട് നമുക്ക് HFCയെ കാണാൻ പറ്റില്ല. ഇക്കാര്യം ഓർക്കുക, CFCയുടെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടായിരുന്നു HFC വന്നത്. സോ ദാറ്റ് അസേർഷൻ ഇസ് റോങ്. റീസൺ എന്താ? HFCs ഹാവ് എ ഹൈ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ. ഓസോൺ ഡിപ്ലീഷൻ അത് കാരണമാകുന്നില്ലെങ്കിൽ പോലും HFC എന്ന് പറയുന്നത് ഒരു അല്ലെങ്കിൽ ഹൈ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ റീസൺ ആയിട്ട് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ A തെറ്റാണ്, R ശരിയാണ്. അപ്പോൾ അതേതായിരിക്കും ആൻസർ? A is not correct but R is correct. That is option 4. So the right answer for this question is option 4. Moving to the next question. From disaster mitigation measures given below, identify the measures which can be characterized as non-structural. അപ്പോൾ ഈ മിറ്റിഗേഷൻ മെഷേഴ്സ്, അതായത് ഇങ്ങനെ ഓരോ ദുരന്തങ്ങൾ, ഡിസാസ്റ്റേഴ്സ് ഒക്കെ വരുമ്പോൾ അതിൻ്റെ ഇഫക്റ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് മെഷേഴ്സ് ഉണ്ട്. അതിനെ തന്നെ നമുക്ക് സ്ട്രക്ചറൽ മെഷേഴ്സും അതുപോലെ നോൺ സ്ട്രക്ചറൽ മെഷേഴ്സുമായിട്ട് തിരിക്കാനായിട്ട് സാധിക്കും. സ്ട്രക്ചറൽ മിറ്റിഗേഷൻ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ നടത്തി ഈ ഒരു ദുരന്തത്തെ ഇപ്പോൾ ഒരു ഫ്ലഡൊക്കെ വരുന്ന ഏരിയ ആണെന്ന് വിചാരിക്കുക. ആ ഫ്ലഡ് വരുന്ന ഏരിയയിൽ ഫ്ലഡ് വരുന്ന സമയത്ത് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കാതിരിക്കാൻ എന്തെങ്കിലും കൺസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ നടത്തുകയാണെന്ന് വിചാരിക്കാം. എഞ്ചിനീയറിംഗ് വർക്ക്സ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ നമ്മൾ പണിതുണ്ടാക്കുന്ന അത്തരത്തിലുള്ള മുൻകരുതലുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങളെ അതിജീവിക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന മെഷേഴ്സ് സ്ട്രക്ചറൽ മെഷേഴ്സിനകത്താണ് വരിക. എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കൺസ്ട്രക്ട് ചെയ്യുകയാണ്, അതിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ മെഷേഴ്സ് എന്ന് പറയുന്നത്. നോൺ സ്ട്രക്ചറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ലെറ്റ്സ് നമ്മളൊരു അവയർനെസ് കൊടുക്കുക, ഇങ്ങനെ ഒരു പണി ചെയ്യുക, ഒരു കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതല്ല. ചില പോളിസീസ് നമ്മൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ജനറൽ അവയർനെസ് നമ്മൾ കൊടുക്കുന്നു, ഇതിനെക്കുറിച്ച് പല പഠനങ്ങളും നമ്മൾ നടത്തുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ മെഷേഴ്സിനകത്ത് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതാണ്? നോൺ സ്ട്രക്ചറലിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നോക്കിയേ. ഫ്ലഡ് ഡൈക്സ്, ലാൻഡ് യൂസ് സോണിംഗ്, raising of homes in flood prone areas, insurance programs, reinforced tornado safe rooms. അപ്പോൾ ഇതിനകത്ത് ഈ ഫ്ലഡ് ഡൈക്സ് ഉണ്ടാക്കുക, അതുപോലെ റൈസിംഗ് ഓഫ് ഹോംസ് ഇൻ ഫ്ലഡ് പ്രോൺ ഏരിയാസ്, അതുപോലെ റീഇൻഫോഴ്സ്ഡ് ടൊർണാഡോ സേഫ് റൂംസ്, ഇത് മൂന്നും കൺസ്ട്രക്ഷൻ ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ ഓപ്ഷൻസ് എന്തായാലും നോൺ സ്ട്രക്ചറൽ വരില്ല. അപ്പോൾ ആ ഓപ്ഷൻ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം.
ഈ ലാൻഡ് യൂസ് സോണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമുക്ക് ലാൻഡ്സിനെ തന്നെ പല സോൺസ് ആയിട്ട് തിരിക്കാം. ഇപ്പോൾ റെസിഡൻഷ്യൽ ഏരിയാസ് ആയിട്ട് നമുക്ക് കുറച്ച് സ്ഥലങ്ങളിടാം. ഇതുപോലെ ഫ്ലഡും ഒക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഏരിയാസ് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അങ്ങനെ കൃത്യമായിട്ട് ലാൻഡുകൾ സോൺ ചെയ്യുക. അതൊരു റെസിഡൻഷ്യൽ ഏരിയ ആയിട്ട് ഉപയോഗിക്കേണ്ടത് പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് റെസിഡൻഷ്യൽ ഏരിയാസ് മാറ്റുക. റെസിഡൻസ് ഇങ്ങനെയുള്ള അപകടങ്ങൾ ബാധിക്കാത്ത സ്ഥലങ്ങൾ റെസിഡൻഷ്യൽ ഏരിയാസ് ആയിട്ട് മാറ്റുക. അത് വെച്ചാൽ കൃത്യമായിട്ട് നമുക്കുള്ള സ്ഥലങ്ങളെ സോൺ ചെയ്യുക. ഓരോ സ്ഥലത്തിൻ്റെയും പ്രത്യേകതകളും ഇപ്പോൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്തുമാത്രം ആ സ്ഥലങ്ങൾ അഫക്റ്റഡ് ആവുന്നു എന്ന് മനസ്സിലാക്കി ഓരോ സോണുകളായിട്ട് എന്തിനു വേണ്ടി നമുക്ക് ഈ പ്രദേശങ്ങളൊക്കെ യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ സോൺ ചെയ്യുക. അതിനെയാണ് ലാൻഡ് യൂസ് സോണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു എന്താ ഒരു പ്ലാനിങ് ആണ് അല്ലേ. അപ്പോൾ അത് നോൺ സ്ട്രക്ചറലിനകത്ത് വരുന്നതാണ്. ഇനി ഇൻഷുറൻസ് പ്രോഗ്രാംസോ അതും നോൺ സ്ട്രക്ചറലാണ്. ഈ ഇൻഷുറൻസ് പ്രോഗ്രാംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇപ്പം എന്തെങ്കിലും ഇതുപോലുള്ള ദുരന്തങ്ങളൊക്കെ വന്നാൽ അവർക്കൊരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു പൈസ അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് അവർക്കൊരു പരിഹാരമാവുന്ന പോലെ അല്ലെങ്കിൽ അതിനോട് ഇൻഷുറൻസ് ഒക്കെ കിട്ടാന്ന് പറയുമ്പോൾ അത് ഒരു നോൺ സ്ട്രക്ചറൽ ഒരു കെട്ടിടം പണിയുക എന്നുള്ളൊരു ആശയമല്ലല്ലോ. അങ്ങനെയുള്ളൊരു രീതിയിലുള്ളൊരു മിറ്റിഗേഷൻ മെഷർ അല്ലല്ലോ അത്. അപ്പോൾ ഇൻഷുറൻസ് ഒക്കെ എന്ന് പറയുന്നതും നോൺ സ്ട്രക്ചറൽ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഓപ്ഷൻസ് നമുക്ക് എടുക്കാം? ബിയും ഡിയും എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സ്ട്രക്ചറൽ എന്ന് പറഞ്ഞാൽ ആ വേർഡിൽ തന്നെ ഓർത്തിരിക്കുക. സ്ട്രക്ചറൽ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കൺസ്ട്രക്ഷൻസ് ഒക്കെ ആവശ്യമായിട്ട് വരുന്ന മിറ്റിഗേഷൻ മെഷേഴ്സ് ആണ്. ഇതുപോലെയുള്ള ഇപ്പം ലാൻഡ് യൂസ് സോണിംഗ് ഇങ്ങനെയുള്ള പ്ലാനിങ്ങുകൾ അല്ലെങ്കിൽ അവയർനെസ് ഒക്കെ നമ്മൾ കൊടുക്കുക അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഇപ്പോൾ ഇൻഷുറൻസ് ഒക്കെ ചെയ്യുക, ഇതൊക്കെ നോൺ സ്ട്രക്ചറൽ ആയിട്ടുള്ള മിറ്റിഗേഷൻ മെഷേഴ്സിൽ വരുന്നതാണ്. സോ ഏതൊക്കെ ഓപ്ഷൻസ് എടുക്കാമെന്ന് പറഞ്ഞത്? ബിയും ഡിയും എടുക്കാമെന്നാണ് പറഞ്ഞത്. അത് ഓപ്ഷൻ 1 ആണ്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ 1. ഓൾറൈറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is non-vehicular pollutant? അതായത് വെഹിക്കുലർ എമിഷനിൽ പെടാത്ത അല്ലെങ്കിൽ ആ എമിഷനിലൂടെ അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്ന പൊല്യൂട്ടൻസിൽ പെടാത്ത പൊല്യൂട്ടൻ്റ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് ഉണ്ട്. ക്ലോറോഫ്ലൂറോ കാർബൺ, കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രോകാർബൺ, പാർട്ടിക്കുലേറ്റ് മാറ്റർ. ക്ലോറോഫ്ലൂറോ കാർബൺസിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. നമ്മൾ ഈ റെഫ്രിജറേറ്റേഴ്സിലൊക്കെയാണ് CFCs ഉപയോഗിക്കുന്നത്. അത് ശരിക്കും ഒരു നോൺ വെഹിക്കുലാർ പൊല്യൂട്ടൻ്റ് ആണ്. അതായത് വെഹിക്കിൾസിൽ നിന്നുണ്ടാകുന്ന എമിഷനിലൂടെ വരുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുന്ന ഒരു പൊല്യൂട്ടൻ്റ് അല്ല CFC എന്ന് പറയുന്നത്. കാർബൺ മോണോക്സൈഡും ഹൈഡ്രോകാർബണും പാർട്ടിക്കുലേറ്റ് മാറ്റർ എല്ലാം ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വെഹിക്കിൾസിൽ നിന്ന് വരുന്ന എമിഷനിലൂടെ പുറത്തേക്ക് വരുന്ന പൊല്യൂട്ടൻ്റ് ആണ്. അത് വെഹിക്കുലാർ പൊല്യൂട്ടൻസ് നമുക്ക് പറയാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോൺ വെഹിക്കുലാർ പൊല്യൂട്ടൻ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ്. So the right answer for this question is option 1, that is chlorofluorocarbon. So the right answer is option 1. So people development and environment എന്ന മോഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. Now we are moving to the next module, that is higher education system. So here we have the first question. ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? The ancient university Jagatla was an important center for Hinayana Buddhism. Statement 2 says the ancient university Volatile was specialized in Vajrayana Buddhism. അപ്പോൾ ancient universities അല്ലെങ്കിൽ ancient ടൈംസിലുണ്ടായിരുന്ന ഏൻഷ്യൻ്റ് ഇന്ത്യയിലുണ്ടായിരുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ എന്ന മോഡ്യൂളിൽ പഠിച്ചിരിക്കേണ്ടുന്ന ഏരിയാസാണ്. ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ വളരെയധികം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഏൻഷ്യൻ്റ് യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് നമ്മളൊരു നെറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ ഒരു എക്സാം പെർസ്പെക്റ്റീവിൽ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യം ഈ യൂണിവേഴ്സിറ്റീസിലൊക്കെ അവർ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള വിഷയങ്ങൾ ഏതായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ കേസസ് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ആ ഒരു പെർസ്പെക്റ്റീവ് നിന്നായിരിക്കും വരിക. ഈ ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റീസ്, പ്രധാനപ്പെട്ട കുറച്ച് യൂണിവേഴ്സിറ്റീസ് നമുക്ക് പഠിക്കാനുണ്ട്. അനാലിസിസിൽ നമ്മൾ അതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ യൂണിവേഴ്സിറ്റീസും ഫോക്കസ് ചെയ്യുന്ന അവരുടെ സ്പെഷ്യലൈസേഷൻ ഏതിലാണ് അല്ലെങ്കിൽ അവർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റ് ഏതാണ്, ഡിസിപ്ലിൻ ഏതാണ് എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ ആ ഏരിയ കവർ ചെയ്തവരാണെങ്കിൽ നൗ യു നോ ദി ആൻസർ, റൈറ്റ്? അപ്പോൾ ഇവിടെ നമ്മളോട് 2 യൂണിവേഴ്സിറ്റീസ് ആണ് ചോദിച്ചിരിക്കുന്നത്, ജഗത്ല ആൻഡ് വല്ലഭി. അപ്പോൾ ഈ രണ്ട് യൂണിവേഴ്സിറ്റീസ് ഫോക്കസ് ചെയ്തിരുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ ജഗത്ല എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഇറ്റ് വാസ് എൻ ഇമ്പോർട്ടൻറ്റ് സെൻറ്റർ ഫോർ വജ്രായന ബുദ്ധിസം. വജ്രായന ബുദ്ധിസത്തിലായിരുന്നു ജഗത്ല യൂണിവേഴ്സിറ്റി കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ സ്പെഷ്യലൈസ് ചെയ്തിരുന്നത്. ഓൺ ദി അതർ ഹാൻഡ് വി ഹാവ് വല്ലഭി യൂണിവേഴ്സിറ്റി വിച്ച് വാസ് ഫോക്കസ്ഡ് ഓൺ ഹീനയാന ബുദ്ധിസം. അപ്പോൾ കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റീസും അവർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഏരിയാസും അറിഞ്ഞിരിക്കാനായിട്ട് ശ്രമിക്കാം.
ഈ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വന്നേ. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ജഗത്തല യൂണിവേഴ്സിറ്റിയെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. അത് ഹീനയാന ബുദ്ധിസത്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ദാറ്റ് ഈസ് റോങ്. ജഗത്തല യൂണിവേഴ്സിറ്റി ബേസിക്കലി വജ്രായന ബുദ്ധിസത്തിലാണ്. വലഭ യൂണിവേഴ്സിറ്റിയാണ് ഹീനയാന ബുദ്ധിസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർ ആക്ച്വലി ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സിൽ, ഈ ക്വസ്റ്റ്യനിൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സിൽ അവർ നേരെ തിരിച്ചാണ് അവരുടെ സ്പെഷ്യലൈസേഷൻ കൊടുത്തിരിക്കുന്നത്. ജഗത്തല വാസ് സ്പെഷ്യലൈസ്ഡ് ഇൻ വജ്രായന ബുദ്ധിസം ആൻഡ് വലഭി വാസ് സ്പെഷ്യലൈസ്ഡ് ഇൻ ഹീനയാന ബുദ്ധിസം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും തെറ്റല്ലേ? അപ്പോൾ ദ റൈറ്റ് ആൻസർ ഏതായിരിക്കും? ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and statement 2 are incorrect. So the right answer for this question is option 2. Moving to the next question. Ayurveda, which deals with indigenous system of medicine, could be traced to, and you have the options Rigveda, Yajurveda, Samaveda and Atharva Veda. അപ്പോൾ ഞാൻ ഓൾറെഡി അനാലിസിസിൽ പറഞ്ഞിരുന്നു, ഈ ഏൻഷ്യൻറ്റ് നമ്മൾ ഈ പഠനം അല്ലെങ്കിൽ ഏൻഷ്യൻറ്റ് എഡ്യൂക്കേഷൻ, ഏൻഷ്യൻറ്റ് ഇന്ത്യയിലുണ്ടായിരുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇതൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പം അതിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ടുന്ന ഒരു ഏരിയയാണ് ലിറ്ററേച്ചർ. ആ സമയത്ത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അവർ യൂസ് ചെയ്തിരുന്ന ലിറ്ററേച്ചറും വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ശ്രുതി, സ്മൃതി, അങ്ങനെയൊക്കെ നമ്മൾ പല കാര്യങ്ങളും അനാലിസിസിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് വേദാസ് എന്ന് പറയുന്നത് അല്ലേ. വേദ അല്ലെങ്കിൽ ലിറ്ററേച്ചറിനെ ഫോക്കസ് ചെയ്യുമ്പോൾ വേദാസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫ്രം ദാറ്റ് റെസ്പെക്ട്. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് 4 വേദങ്ങളുണ്ട്: ഋഗ്വേദ, യജുർവേദ, സാമവേദ, അഥർവവേദ അല്ലേ. അപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് എന്താ? ആയുർവേദ, ഇൻഡിജീനസ് സിസ്റ്റം ഓഫ് മെഡിസിൻ. ഇത് ബേസിക്കലി ഏത് വേദയുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അത് ട്രേസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഈ ഓപ്ഷൻസിൽ ഏതുമായിട്ടാണ് ആയുർവേദം നമുക്ക് അസോസിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? സോ ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് അഥർവവേദ. അപ്പോൾ സോ അങ്ങനെ ഈ ഓരോ വേദാസിൽ തന്നെ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേദ, ഈ 4 വേദാസ്, അതിനകത്ത് ഏതാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്, അവർ ഫോക്കസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, ഇതിൻ്റെ ഒരു കോണ്ടന്റ് എന്താണ് എന്നുള്ളത് അറിയുന്നത് ഒരു നെറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ബിക്കോസ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ അവരിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തെക്കുറിച്ചൊന്ന് വായിക്കാനും ആ സമയത്തുണ്ടായിരുന്ന സെറമണീസിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് നമ്മുടെ LMSലുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും അത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ തന്നെയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് ഈ ഏരിയാസ് പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എനിവേ, ആയുർവേദ ക്യാൻ ബി ട്രേസ്ഡ് ടു അഥർവവേദ. ഓൾറൈറ്റ്, സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ 4. അപ്പോൾ ഈ ഒരു മോഡ്യൂളിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയാമെങ്കിൽ നമുക്ക് സ്കോർ ചെയ്യാം. കോൺസെപ്റ്റുകളല്ലല്ലോ, ഫാക്ട്സ് ആണല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാണാതെയൊക്കെ നമ്മൾ ഈ മോഡ്യൂളിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയൺമെൻറ്റ് പോലെ തന്നെ. സോ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Who among the following first took the initiative for appointing a university education commission during pre-independence period? And you have different options as well. അപ്പം ഈ നമ്മുടെ ഈ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഡിഫറെൻറ്റ് കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ് ഉണ്ട്. അത് പ്രീ ഇൻഡിപെൻഡൻസ് എറ അല്ലെങ്കിൽ പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിലും അതുപോലെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിലും നമുക്കൊരു ലിസ്റ്റ് ഓഫ് കമ്മീഷൻസ് ആൻഡ് കമ്മിറ്റീസ് വന്നിട്ടുണ്ട്. എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഫോം ചെയ്തിട്ടുള്ള അത്തരത്തിലുള്ള കമ്മീഷൻസ് ആൻഡ് കമ്മിറ്റീസ് നെറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രധാനപ്പെട്ട ഏരിയ തന്നെയാണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ആ ഏരിയാസ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിൽ ഒരു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ രൂപീകരിക്കാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത ആളാര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം ആദ്യം നമ്മൾ ഈ പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിലെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനെ കുറിച്ചൊരു അവയർനെസ് ഉണ്ടാക്കണമല്ലോ. അതിനുശേഷമായിരിക്കുമല്ലോ നമുക്ക് അതിൻ്റെ ഇനീഷ്യേറ്റീവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ ദ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷൻ വാസ് എ ബോഡി അപ്പോയിൻറ്റഡ് ഇൻ 1902 ഓൺ ദി ഇൻസ്ട്രക്ഷൻസ് ഓഫ് ലോർഡ് Curzon, which was intended to make recommendations for reforms in university education in India. അപ്പോൾ പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിൽ ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഉണ്ടാക്കുക എന്നുള്ള ഒരാശയം കൊണ്ടുവന്നത് ലോർഡ് കേഴ്സൺ ആണ്. അങ്ങനെ ഒരു സംഭവം അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നത് 1902 വർഷം കൂടെ ഓർത്തിരിക്കുക. സോ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തത്, അല്ലെങ്കിൽ ലോർഡ് കേഴ്സൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻറ്റൻഷൻ എന്തായിരുന്നു? ഇറ്റ് വാസ് ഇൻറ്റൻഡഡ് ടു മേക്ക് റെക്കമെൻഡേഷൻ ഫോർ റീഫോംസ് ഇൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിൽ ചില റീഫോംസ് കൊണ്ടുവരിക എന്നുള്ള ആശയവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ രൂപീകരിക്കുക എന്നുള്ളൊരു ആശയം ലോർഡ് കേഴ്സൺ മുമ്പിലേക്ക് വെച്ചത്. അപ്പം അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ വളരെ സ്പെസിഫിക് ആണ്. ഇങ്ങനെ പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിൽ ഇങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഉണ്ടാക്കുക എന്നുള്ള ഒരു ആശയത്തിന് ആ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത ആളാര്?
question adana. So the right answer for this question ningippോ അറിയാം അല്ലേ, that is option 1, Lord Curzon. Moving to the next question, who was the chairman of Secondary Education Commission set up in 1952? ഇതും കമ്മീഷൻ ആൻഡ് കമ്മിറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1952 രൂപം കൊണ്ട സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ദിസ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അങ്ങനെ ഒരു കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1952 23rd സെപ്റ്റംബറിലാണ്. ആൻഡ് ഇറ്റ് വാസ് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ഡോക്ടർ മുട്ട്ലിയാർ. മുട്ട്ലിയാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു അങ്ങനെ ഒരു സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ആശയം വരുന്നത്. ആൻഡ് ഇറ്റ് ഹാപ്പൻഡ് ഇൻ 1952. സോ ഇവിടെ ക്വസ്റ്റ്യൻ വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെ അതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. 1952 രൂപം കൊണ്ട സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഏത് ചെയർമാൻ അല്ലെങ്കിൽ ആരുടെ ചെയർമാൻഷിപ്പിന് അണ്ടറിലാണ് അങ്ങനെ ഒരു കമ്മീഷൻ രൂപം കൊണ്ടത്, സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. സോ ദറ്റ് വാസ് അണ്ടർ Dr. A.L. Mutliyar. That is option 3. So the right answer for this question is option 3. Moving to the next question. On the recommendations of which commission 10+2+3 structure was incorporated in the Statement of National Policy on Education 1968? And you have the options Kothari Commission, Mutliyar Commission, Rabamurthy Commission and Montal Commission. അപ്പോൾ ഇതിനകത്ത് സ്പെസിഫിക്കലി പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? 10+2+3 സ്ട്രക്ചർ അത് കൊണ്ടുവന്ന കമ്മീഷൻ ഏതാണ്, അല്ലെങ്കിൽ ഏത് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ്റെ ഭാഗമായിട്ടാണ് 1968 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷനിൽ 10+2+3 സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ആശയം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത് ഏത് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. So the right answer for this question is Kothari Commission. അപ്പം കോത്തരി കമ്മീഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ചില റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ കോത്തരി കമ്മീഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് റെക്കമെൻഡ് ചെയ്തതെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ എന്തായാലും ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ആ ഏരിയാസും കൂടി ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നത് ഫ്യൂച്ചറിൽ നിങ്ങളുടെ എക്സാമിൽ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ കമ്മീഷൻ്റെ ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു ഈ 10+2+3 പാറ്റേൺ എന്ന് പറയുന്നത്. ഈ ഒരു സ്ട്രക്ചർ 10+2+3 സ്ട്രക്ചർ ഇൻ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ അണ്ടർ ഓർ ചിൽഡ്രൻ ഏജ്ഡ് 6 to 14 years, അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ എന്നുള്ളതും കോത്തരി കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ഒരു സജഷൻ ആയിരുന്നു. ഇനി അടുത്ത പ്രധാനപ്പെട്ട നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു പോയിന്റാണ് ദ കമ്മീഷൻ റെക്കമെൻഡഡ് റീഫോംസ് ടു ഇംപ്രൂവ് എഡ്യൂക്കേഷൻ അറ്റ് യൂണിവേഴ്സിറ്റി ലെവൽ by paying attention to postgraduate level research, training, provide adequate libraries, laboratories and funds. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം ഈ ഒരു പെർട്ടിക്കുലർ ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിലൂടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഈ ഒരു കമ്മീഷൻ ഈ കോത്തരി കമ്മീഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പെർട്ടിക്കുലർ സ്കൂൾ ലെവൽ എഡ്യൂക്കേഷനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന കമ്മീഷൻ ആയിരുന്നില്ല. എഡ്യൂക്കേഷൻ്റെ എല്ലാ സെക്ടറും എല്ലാ ലെവൽ ഓഫ് എഡ്യൂക്കേഷനെയും ഈക്വലി ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനകത്തെല്ലാം ചില കോൺട്രിബ്യൂഷൻസ് അതിനകത്തെല്ലാം ചില റെക്കമെൻഡേഷൻസ് നടത്തിയിട്ടുള്ള ഒരു കമ്മീഷനായിരുന്നു കോത്തരി കമ്മീഷൻ. അപ്പോൾ സ്കൂളിൻ്റെ സ്ട്രക്ചറിൽ 10+2+3 പാറ്റേൺ കൊണ്ടുവരുന്നു, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷനെ കുറിച്ച് സംസാരിക്കുന്നു. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ലെവൽ എഡ്യൂക്കേഷനും പ്രത്യേക എംഫസിസ് ഈ ഒരു കമ്മീഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവൽ റിസർച്ചിനെ കുറിച്ചും ട്രെയിനിങ്ങിനെ കുറിച്ചും അതുപോലെ ലബോറട്ടറി ലൈബ്രറീസ് ഒക്കെ എങ്ങനെ പ്രൊവൈഡ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ ഉള്ള റെക്കമെൻഡേഷന് നമുക്ക് കോത്തരി കമ്മീഷനിൽ കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ ചെറിയ പ്രധാനപ്പെട്ട ചില റെക്കമെൻഡേഷൻസ് ഞാനിവിടെ പോയിന്റ് ഔട്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. സോ കമ്മിങ് ബാക്ക് ടു ക്വസ്റ്റ്യൻ, നൗ യു നോ ദി ആൻസർ, റൈറ്റ്? On the recommendations of which commission 10+2+3 structure was incorporated in the Statement of National Policy on Education 1968? So the right answer for this question is option 1, that is Kothari Commission. Next question. The present form of Inter-University Board that was previously established for promoting cooperation and coordination among universities. അപ്പോൾ നമ്മൾ ഈ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഏരിയയിൽ തന്നെ പഠിച്ചിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് ഈ ഹയർ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ബോഡീസ്, ഇപ്പോൾ റെഗുലേറ്ററി ബോഡീസ് അല്ലെങ്കിൽ പോളിസി മേക്കിംഗ് ബോഡീസ്, അങ്ങനെ ഡിഫറെൻറ്റ് ബോഡീസ് അതിനകത്ത് വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിനെക്കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ദ പ്രസന്റ് ഫോം ഓഫ് ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡ് ദാറ്റ് വാസ് പ്രീവിയസ്ലി എസ്റ്റാബ്ലിഷ്ഡ് ഫോർ പ്രൊമോട്ടിംഗ് കോർപ്പറേഷൻ
ആൻഡ് കോർഡിനേഷൻ എമംഗ് യൂണിവേഴ്സിറ്റീസ്. അതായത് യൂണിവേഴ്സിറ്റീസ് തമ്മിലൊരു കോർഡിനേഷൻ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബോർഡായിരുന്നു ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡ് എന്ന് പറയുന്നത്. ആ ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡിൻ്റെ ഇപ്പോഴത്തെ പേരെന്താണ്, അല്ലെങ്കിൽ ഇപ്പം അതെങ്ങനെയാണ് അറിയപ്പെടുന്നത് എന്നുള്ളതാണ് ബേസിക്കലി ക്വസ്റ്റിനകത്ത് അവർ ചോദിച്ചിരിക്കുന്നത്. സോ ദിസ് ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡ് വാസ് ഫോംഡ് ഓൺ March 23, 1925. അപ്പോഴാണ് അങ്ങനെ ഒരു ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡ് എന്ന് പറയുന്ന ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഒരു ബോർഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ആൻഡ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം എന്തായിരുന്നു? ടു പ്രൊമോട്ട് യൂണിവേഴ്സിറ്റി ആക്ടിവിറ്റീസ് by sharing information and cooperation in the field of education, culture, sports and allied areas. അപ്പം ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം, ഈ ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡ് 1925 രൂപം കൊണ്ടതിൻ്റെ പ്രധാനപ്പെട്ട ആശയം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റീസ് തമ്മിലൊരു ബന്ധം ഉണ്ടാവുക. സോ ദാറ്റ് യൂണിവേഴ്സിറ്റീസിൻ്റെ ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യുക, അവർ ഇൻഫർമേഷൻസ് കൈമാറുന്നു, ഡിഫറെൻറ്റ് ഫീൽഡുകൾ കോർപ്പറേഷൻ ഉണ്ടാകുന്നു, എഡ്യൂക്കേഷൻ, കൾച്ചർ, സ്പോർട്സ് അതുപോലെയുള്ള മേഖലകളിലെല്ലാം യൂണിവേഴ്സിറ്റീസ് തമ്മിൽ ഒരു ലിങ്ക്, ഒരു കോർപ്പറേഷൻ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡ് എന്ന് പറയുന്ന ആ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോർഡ് ഉണ്ടാവാനായിട്ടുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്. അപ്പം 1925 ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡ് രൂപം കൊണ്ടതെന്ന് പറഞ്ഞു. ലേറ്റർ ഇൻ 1973 അതിന് ഇപ്പോഴത്തെ നെയിമായിട്ടുള്ള അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് AIU എന്ന് പറയുന്ന നെയിം ലഭിച്ചു. അപ്പം 1973 AIU അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി എന്ന നെയിം ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡിന് ലഭിക്കുന്നത്. ഇനി ക്വസ്റ്റ്യനിലേക്ക് വന്നേ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ദ പ്രസന്റ് ഫോം ഓഫ് ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡ് ദാറ്റ് വാസ് പ്രീവിയസ്ലി എസ്റ്റാബ്ലിഷ്ഡ് ഫോർ പ്രൊമോട്ടിംഗ് കോർപ്പറേഷൻ ആൻഡ് കോർഡിനേഷൻ എമംഗ് യൂണിവേഴ്സിറ്റീസ്. അതായത് ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡിൻ്റെ ഇപ്പോഴത്തെ ഫോം എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിപ്പോൾ അറിയാമല്ലേ, അസോസിയേഷൻ of Indian Universities, that is AIU. So that is option 2. So the right answer for this question is option 2. Moving to the next question. Which of the following statements represent the main functions of UGC? അപ്പോൾ UGCയുടെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് ഏതൊക്കെയെന്ന് ഓപ്ഷൻസിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതാ ക്വസ്റ്റൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റൻ ചെയ്ത അത്യാവശ്യം UGCയുടെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ UGCയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടും സാധിക്കും. അതാണ് ഈ ക്വസ്റ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഓപ്ഷൻസ് നോക്കിയേ. റെക്കഗ്നീഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മെയിൻ്റനൻസ് ഓഫ് ക്വാളിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ്, അപ്പോയിൻമെൻറ്റ് ഓഫ് വൈസ് ചാൻസലർ, ഗിവിംഗ് ഗ്രാൻസ് ടു ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മേക്കിംഗ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് റെസ്പോൺസിബിൾ ഫോർ എഡ്യൂക്കേഷണൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ ഓപ്ഷൻസിൽ റെക്കഗ്നീഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി UGCയുടെ ഭാഗത്തു നിന്ന് തന്നെ വരുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, ഇൻസ്റ്റിറ്റ്യൂഷനെ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളത്. മെയിൻ്റനൻസ് ഓഫ് ക്വാളിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് എഗെയിൻ UGCയുടെ തന്നെ ഫംഗ്ഷനാണ്. ഇനി അപ്പോയിൻമെൻറ്റ് ഓഫ് വൈസ് ചാൻസലർ, ഈ വൈസ് ചാൻസലറിൻ്റെ അപ്പോയിൻമെൻറ്റ് UGC ആണോ ചെയ്യുന്നത്? അല്ലേ. ഇപ്പം നമ്മൾ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈസ് ചാൻസലറിൻ്റെ അപ്പോയിൻമെൻറ്റ് നടത്തുന്നത് ഗവർണറാണ്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഫോക്കസ് ചെയ്താൽ പ്രസിഡൻ്റ് ആണ് അവിടെ വൈസ് ചാൻസലറിൻ്റെ അപ്പോയിൻമെൻറ്റ് നടത്തുന്നത്. വിത്ത് അപ്രൂവലോട് കൂടി ഈ പറയുന്ന ഗവർണർ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിലും അതുപോലെ തന്നെ പ്രസിഡൻ്റ് ആണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലും വൈസ് ചാൻസലേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അപ്പോയിൻമെൻറ്റ് ഓഫ് വൈസ് ചാൻസലേഴ്സ് എന്ന് പറയുന്നത് UGCയുടെ പരിധിയിൽ വരുന്ന ഒരു ഫംഗ്ഷൻ അല്ല. അപ്പോൾ ആ ഓപ്ഷൻ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഗിവിംഗ് ഗ്രാൻസ് ടു ഇൻസ്റ്റിറ്റ്യൂഷൻസ്, UGCയുടെ ഗ്രാൻറ്റുകളുണ്ട് അല്ലേ, ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് UGC ഗ്രാൻറ്റുകൾ അവർ കൊടുക്കാറുണ്ട്. സോ അത് നിങ്ങൾക്ക് എടുക്കാവുന്ന ഓപ്ഷനാണ്. ഇനി 5 നോക്കിയേ. മേക്കിംഗ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് റെസ്പോൺസിബിൾ ഫോർ എഡ്യൂക്കേഷണൽ ഡെവലപ്മെൻറ്റ്. ബേസിക്കലി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ബോത്ത് ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ദി സെൻട്രൽ ഗവൺമെൻറ് ആർ റെസ്പോൺസിബിൾ ഫോർ എഡ്യൂക്കേഷൻ. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് മാത്രമല്ല റെസ്പോൺസിബിലിറ്റി ഉള്ളത്, സെൻട്രൽ ഗവൺമെൻറ്റിനും ഈക്വൽ ആയിട്ട് എഡ്യൂക്കേഷണൽ ഡെവലപ്മെൻറ്റിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ ഓപ്ഷനും നമുക്ക് സ്കിപ്പ് ചെയ്യാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് UGCയുടെ ഒരു ഫംഗ്ഷനായിട്ട് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ തന്നെ നമുക്ക് ആ ഓപ്ഷൻ എടുക്കാനും പറ്റില്ല. അപ്പോൾ ആ ഓപ്ഷൻ സ്കിപ്പ് ചെയ്തേ. അപ്പോൾ അപ്പോയിൻമെൻറ്റ് ഓഫ് വൈസ് ചാൻസലറും ഓപ്ഷൻ 5 സ്കിപ്പ് ചെയ്യാം അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. സോ 1, then you have 2 and 4. സോ 1, 2, 4 ആണ് നമ്മുടെ ആൻസർ. 1, 2, 4 എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാണ്? 1, 2, 4 is option 3. So the right answer for this question is option 3. Moving to the next question. University and university level institutions are categorized into.
അപ്പോൾ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താണ്. നമുക്ക് പല തരത്തിലുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ബേസിക്കലി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ലെവലിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഈ ക്വസ്റ്റിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയത് അല്ലേ. സോ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്, ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ്, സിവിൽ സെക്ടർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഈ ഓപ്ഷൻസ് നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞേ ടൈപ്സ് ഓഫ് യൂണിവേഴ്സിറ്റീസിൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെയാണ്? സെൻട്രൽ യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി. ഇതെല്ലാം ടൈപ്സ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ആണ്. സോ എ ബി സി ഡി എന്നുള്ളതാണ് നിങ്ങളുടെ ഓപ്ഷൻ. എ ബി സി ആൻഡ് ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ 3. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഈസ് ഓപ്ഷൻ 3. Moving to the next question. An institution desirous of applying for deemed to be university status must have been in existence for at least. സോ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ഐഡിയ, ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണം. ഫ്രം നെറ്റ് പോയിന്റ് ഓഫ് വ്യൂ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി സ്റ്റേറ്റസിലേക്ക് വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ പ്രധാനപ്പെട്ട എലിജിബിലിറ്റി എന്തൊക്കെയായിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു സ്റ്റേറ്റസിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളതിനെ ബേസ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ എക്സാമുകളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്ന ഏരിയയിൽ തന്നെ അവർ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് യൂണിവേഴ്സിറ്റിയാണ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? An institution desirous of applying for deemed to be university status must have been in existence for at least, and you have the options 5 years, 10 years, 20 years and 25 years. So ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. ദാറ്റ് ഇസ് 20 years. ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി സ്റ്റേറ്റസിലേക്ക് വരാൻ താല്പര്യമുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അറ്റ്ലീസ്റ്റ് 20 വർഷമെങ്കിലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കണം. അവർക്ക് മാത്രമേ ആ പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റി ഉള്ളൂ. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് ഓപ്ഷൻ 3, that is 20 years. Next question, abbreviation of HEFA or HEFA stands for, and you have the options Higher Education Finance Academy, Higher Education Finance Agency, Higher Education Framework Association, Higher Education Funding Agency. So basically ഈ തന്നിരിക്കുന്ന അബ്രിവിയേഷൻ്റെ ഫുൾ ഫോം എന്താണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റനിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. എനിവേ നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു സ്കീമിൻ്റെ ബാക്കി ഉള്ള ഡീറ്റെയിൽസും കൂടെ ജസ്റ്റ് നോക്കിപ്പോം. സോ ദാറ്റ് നെക്സ്റ്റ് എക്സാമിന് നിങ്ങൾക്ക് അതിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നാൽ അത് ഹെൽപ്ഫുൾ ആവുമല്ലോ. സോ HEFA or HEFA സ്റ്റാൻഡ്സ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിങ് ഏജൻസി. ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിങ് ഏജൻസി എന്നാണ് HEFA എന്ന അബ്രിവിയേഷൻ്റെ ഫുൾ ഫോം. സോ ഇതൊരു ജോയിൻറ്റ് വെഞ്ചറാണ് ബിറ്റ്വീൻ കാനറ ബാങ്ക് ആൻഡ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും അതുപോലെ കാനറ ബാങ്കും ഒന്നിച്ച് ചെയ്യുന്ന ഒരു ഇനിഷ്യേറ്റീവാണ്, ഒരു ജോയിൻറ്റ് വെഞ്ചറാണ് ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിങ് ഏജൻസി എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇതിലെന്താണ് ഫോക്കസ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ സ്കീമിൻ്റെ ഉദ്ദേശം എന്താണ്? അപ്പോൾ നമുക്കറിയാം ഹയർ എഡ്യൂക്കേഷനിൽ നമുക്ക് ഒരുപാട് സ്കീംസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ ഇത് തന്നെ ഒരു എക്സാമ്പിളാണ്, HEFA എന്ന് പറയുന്നൊരു സ്കീമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്കീമുകളും അതിൻ്റെ ഒബ്ജക്റ്റീവ്സും അവരെന്ത് കോൺട്രിബ്യൂഷനാണ് ഹയർ എഡ്യൂക്കേഷനിലേക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഏജൻസീസിൻ്റെ അവരുടെ പ്രത്യേകതകൾ എന്താണ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, ആ രീതിയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടാവണം. പ്രധാനമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന അത്തരത്തിലുള്ള സ്കീമുകൾ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിങ് ഏജൻസി ബേസിക്കലി ദാറ്റ് പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ത്യയിലെ തന്നെ പ്രീമിയർ ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവരുടെ എഡ്യൂക്കേഷണൽ ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഇൻക്രീസ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, എഡ്യൂക്കേഷണൽ ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ അതിനാവശ്യമായിട്ടുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് HEFA എന്ന് പറയുന്നത്. ആൻഡ് പെർട്ടിക്കുലർലി ഫോർ ദ പ്രീമിയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇന്ത്യയുടെ തന്നെ പ്രീമിയർ ആയിട്ടുള്ള IITs പോലെയുള്ള പ്രീമിയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് HEFA ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ എങ്ങനെയാണ് ഇവർ ഈ ഫിനാൻസ് അവരിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ അതിന് അവർ ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ ചില ടൈംലി ഫിനാൻസുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് ക്യാപിറ്റൽ അസറ്റ് ക്രിയേഷൻ ആവശ്യമായിട്ടുള്ള ലോ ഇൻട്രസ്റ്റ് റേറ്റിലുള്ള ഫിനാൻസ് ടൈംലി പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് ഒരു കാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ CSR ഫണ്ടിനെ ചാനലൈസ് ചെയ്യുന്നു. CSR ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. കോർപ്പറേറ്റ്സിൽ നിന്നൊക്കെയുള്ള ഫണ്ട്സ്, CSR ഫണ്ട്സ് കൃത്യമായിട്ട്
ചാനലൈസ് ചെയ്ത് ഗ്രാൻറ്റുകളായിട്ട് ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് എത്തിക്കുന്നു. സോ ദാറ്റ് അതിലൂടെ ഈ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എഡ്യൂക്കേഷണൽ ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫെസിലിറ്റീസും ക്രിയേറ്റ് ചെയ്യാൻ, അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായകരമാകുന്നു. അതാണ് ഹെഫയിലൂടെ നടക്കുന്നത്. അപ്പോൾ ഹെഫ ഇസ് ബേസിക്കലി അതൊരു ഫിനാൻസിങ് ഏജൻസി ആണെന്ന് പറഞ്ഞു. അതൊരു ജോയിൻറ്റ് വെഞ്ചറാണ്. കാനറ ബാങ്കും അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ഒന്നിച്ച് ചെയ്യുന്ന ഒരു ജോയിൻറ്റ് വെഞ്ചറാണ്. ഇന്ത്യയുടെ തന്നെ പ്രീമിയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എഡ്യൂക്കേഷണൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. അവരുടെ ഫണ്ടിങ് അല്ലെങ്കിൽ അവരുടെ ഫിനാൻസ് എങ്ങനെയാണ് എത്തിക്കുന്നത്? ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ആവശ്യമായിട്ടുള്ള അവരുടെ ക്യാപിറ്റൽ അസെറ്റ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എഡ്യൂക്കേഷണൽ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഫണ്ടുകളെ ഒരു ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ CSR ഫണ്ടുകൾ ഗ്രാൻറ്റുകളായിട്ട് ഇവരിലേക്ക് സപ്ലിമെൻ്റ് ചെയ്യുന്നു. ശരിയായ രീതിയിൽ അതിനെ ചാനലൈസ് ചെയ്ത് ഗ്രാൻറ്റുകളാക്കി ഇവരിലേക്ക് എത്തിക്കുന്നു. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിങ് ഏജൻസി ആയിട്ടുള്ള ഹെഫ ചെയ്യുന്നത്. സോ നമ്മളോട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. അബ്രിവിയേഷൻ ഹെഫ സ്റ്റാൻഡ്സ് ഫോർ, അതെന്താണെന്ന് ഐഡൻറ്റിഫൈ എന്നുള്ളത് മാത്രമായിരുന്നു ക്വസ്റ്റ്യൻ. ദാറ്റ് ഇസ് ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസ് ഏജൻസി, ദാറ്റ് ഇസ് ഓപ്ഷൻ 2. So the right answer for this question is option 2. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദി ഒബ്ജക്റ്റീവ് ഓഫ് ഇന്ത്യൻ ഗവൺമെൻറ് ബിഹൈൻഡ് സെറ്റിംഗ് അപ്പ് ഓഫ് ഹെഫ ഓർ ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസ് ഏജൻസി ഈസ് ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഫോർ. സോ ഓൾറെഡി കഴിഞ്ഞ ക്വസ്റ്റ്യൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസ് ഏജൻസി അവരുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, അവരുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആൻസർ ഇപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും അല്ലേ. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദ കൺട്രി, റിസർച്ച് പ്രോജക്ട്സ് ഓഫ് ഫാക്കൽറ്റി, റിസർച്ച് കൊളാബറേഷൻ ബിറ്റ്വീൻ ഇന്ത്യൻ ആൻഡ് ഫോറിൻ യൂണിവേഴ്സിറ്റീസ്, research collaboration between Indian institutions and industry. So basically higher education finance agency അവർ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുകയാണ് for the premier institutions of the country in order to improve their educational infrastructure. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ 1, improvement of infrastructure in premier institutions of the country. So the right answer for this question is option 1. Next question. The scheme Unnat Bharat Abhiyan aims to, and you have the options, increase strength of students in colleges in India, link higher educational institutions in the country with at least 5 villages, increase quality in higher education, increase number of colleges in India. അപ്പം ഉന്നത് ഭാരത് അഭിയാൻ ഈ സ്കീമിൻ്റെ പ്രധാനപ്പെട്ട എയിം എന്താണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതും ഒരു പ്രധാനപ്പെട്ട സ്കീം തന്നെയാണ്, എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. സോ ഉന്നത് ഭാരത് അഭിയാൻ ഇസ് ഇൻസ്പയർഡ് ബൈ ദ വിഷൻ of transformational change in rural development processes by leveraging knowledge institutions to help build the architecture of an inclusive India. ബേസിക്കലി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മളുടെ കൺട്രിയുടെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, പ്രധാന മെയിനായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ആ ഇൻസ്റ്റിറ്റ്യൂഷനെ ഇവിടുത്തെ റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുക. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഇവിടെയുള്ള വില്ലേജസുമായിട്ട് കണക്ട് ചെയ്ത് ആ വില്ലേജസിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റൂറൽ ഏരിയാസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ നോളജ് എങ്ങനെയാണ് നമുക്ക് ഈ റൂറൽ ഏരിയാസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുക എന്നൊരാശയമാണ് ഉന്നത് ഭാരത് അഭിയാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇവർ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഈ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അറ്റ്ലീസ്റ്റ് ഒരു 5 വില്ലേജസുമായിട്ട് കണക്ട് ചെയ്യും. ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിൽ അറ്റ്ലീസ്റ്റ് 5 വില്ലേജസ് എങ്കിലും അവർ ലിങ്ക് ചെയ്യുന്നു. സോ ദാറ്റ് ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദ എക്കണോമിക് ആൻഡ് സോഷ്യൽ ബെറ്റർമെൻറ്റ് ഓഫ് ദീസ് വില്ലേജ് കമ്മ്യൂണിറ്റീസ് യൂസിങ് ദെയർ നോളജ് ബേസ്. അപ്പം ഇങ്ങനെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ അണ്ടറിൽ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അണ്ടറിൽ ഒരു 5 വില്ലേജസിനെ കൊടുക്കുമ്പോൾ ഈ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവരുടെ അണ്ടറിൽ വരുന്ന വില്ലേജസിൻ്റെ എക്കണോമിക് അതുപോലെ തന്നെ സോഷ്യൽ ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുന്നു. അതായത് അവർക്കുള്ള നോളജ് ബേസ് യൂസ് ചെയ്ത് റൂറൽ ഡെവലപ്മെൻറ്റ് എങ്ങനെ സാധ്യമാക്കാം എന്നുള്ള ഒരു ആശയം, അതാണ് ഉന്നത് ഭാരത് അഭിയാൻ മുമ്പിലേക്ക് വെക്കുന്നത്. അപ്പോൾ എങ്ങനെ ഇത് ചെയ്യുന്നത്? ഇവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ വില്ലേജസ് ആയിട്ട് കണക്ട് ചെയ്തു. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ പറയുന്ന റൂറൽ ഏരിയാസ് അല്ലെങ്കിൽ ഈ വില്ലേജസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ആശയങ്ങളും അതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്തു. അതാണ് ഉന്നത് ഭാരത് അഭിയാൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻസ് ഒന്നുകൂടെ നോക്കാം. Increase strength of students in colleges in India, link higher educational institutions in the country with at least 5 villages, increase quality in higher education, increase number of colleges in India. So now you know the answer, right? That is option 2.
link higher educational institution in the country with at least 5 villages. So the right answer for this question is option 2. അടുത്തൊരു പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവ് ആണ് റൂസ, രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷാ അഭിയാൻ. It is a centrally sponsored scheme aiming at providing strategic funding to eligible state higher educational institution, and it was launched in which year? അതാണ് question. And you have the options 2010, 2011, 2012 and 2013. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ റൂസ അല്ലെങ്കിൽ രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷാ അഭിയാൻ എന്ന ഈ ഒരു പദ്ധതിയുടെ അതെന്നാണ് ലോഞ്ച് ചെയ്യപ്പെട്ടത്, അതിൻ്റെ പ്രധാനപ്പെട്ട അതിൻ്റെ അവർ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസറിലേക്ക് വരാം. സോ നിങ്ങൾ ഓൾറെഡി ഇതിൻ്റെ ആൻസർ അറിയുന്ന ആളുകളാണെങ്കിൽ യു ക്യാൻ ജസ്റ്റ് മാർക്ക് ദി ആൻസർ. സോ രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷാ അഭിയാൻ അല്ലെങ്കിൽ റൂസ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സെൻട്രലി സ്പോൺസേർഡ് സ്കീം ആൻഡ് ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ 2013. അപ്പം നൗ യു ഗോട്ട് ദി ആൻസർ. നമ്മുടെ ക്വസ്റ്റിനുള്ള ആൻസർ ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 2013 ഈ ഒരു പെർട്ടിക്കുലർ സ്കീം രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷാ അഭിയാൻ എന്നുള്ള ഈ ഒരു സെൻട്രലി സ്പോൺസേർഡ് ആയിട്ടുള്ള സ്കീം ലോഞ്ച് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എലിജിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പ്രൊവൈഡ് ചെയ്യുക, ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക, പ്രൊവൈഡിങ് സ്ട്രാറ്റജിക് ഫണ്ടിങ് ടു ദി എലിജിബിൾ സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതാണ് രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷാ അഭിയാൻ്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ അഡ്രസ്സ് ചെയ്യുന്ന ഹയർ എഡ്യൂക്കേഷനിലെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഇക്വിറ്റി, ആക്സസ്, എക്സലൻസ്. ഈ 3 കാര്യങ്ങളാണ് റൂസയുടെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് എന്ന് പറയുന്നത്. ഇക്വിറ്റി, ആക്സസ് ആൻഡ് എക്സലൻസ്. ഓക്കെ, ഇനി റൂസയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷാ അഭിയാനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ സ്കീമിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഇംപ്രൂവ് ദി ഓവറോൾ ക്വാളിറ്റി ഓഫ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ബേസിക്കലി ഇവർ ഈ ഒരു പെർട്ടിക്കുലർ സ്കീം ഫോക്കസ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡെവലപ്മെൻറ്റ് ആണ്. സോ ഇംപ്രൂവിങ് ദി ഓവറോൾ ക്വാളിറ്റി ഓഫ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, promoting autonomy in state universities and improving governance in institutions. അതാണ് രണ്ടാമത്തെ അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എൻഷ്യൂർ റീഫോംസ് ഇൻ ദി അഫിലിയേഷൻ, അക്കാഡമിക് ആൻഡ് എക്സാമിനേഷൻ സിസ്റ്റം. അഫിലിയേഷൻ, എക്സാമിനേഷൻ അതുപോലെ അക്കാഡമിക് സിസ്റ്റത്തിൽ വേണ്ടുന്ന റീഫോമുകൾ കൊണ്ടുവരിക. Then we have ensure adequate availability of quality faculty in all higher educational institutions and ensure capacity building at all levels of employment. അപ്പം ആഡക്വേറ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീനെ അവൈലബിൾ ആക്കുക, അതുപോലെ തന്നെ കപ്പാസിറ്റി ബിൽഡിങ്ങും പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് തന്നെയാണ് റൂസയുടെ. ദെൻ വി ഹാവ് ക്രിയേറ്റ് ആൻഡ് ഇനേബിളിംഗ് അറ്റ്മോസ്ഫിയർ in the higher educational institutions to devote themselves to research and innovations. അപ്പോൾ റിസർച്ച് ആൻഡ് ഇന്നോവേഷനും പ്രധാനമായിട്ട് ഫോക്കസ് കൊടുക്കുന്ന ഒരു സ്കീമാണ് റൂസ എന്ന് പറയുന്നത്. Then we have expand the institutional base by creating additional capacity in existing institutions and establishing new institutions in order to achieve enrollment targets. അപ്പോൾ enrollment rates കൂട്ടുക, അതും ഒരു പ്രധാനപ്പെട്ട ആശയമാണ്. ഹയർ എഡ്യൂക്കേഷനിലേക്ക് ഒരുപാട് ആളുകൾ ഹയർ എഡ്യൂക്കേഷനിൽ വരിക അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ നേടുക. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, ആക്സസ്, ഇക്വിറ്റി, ഇതൊക്കെയാണ് അവർ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഹയർ എഡ്യൂക്കേഷൻ അവരിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഹയർ എഡ്യൂക്കേഷനുള്ള സാധ്യതകൾ തുറക്കുക എന്നുള്ളതും റൂസയുടെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് പോയിന്റ് തന്നെയാണ്. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവരുടെ കപ്പാസിറ്റി കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യുക, അവർക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് ഇപ്പം ഉള്ള സാധ്യതയെക്കാളും കുറച്ചും കൂടി അവരുടെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുക, അതുപോലെ തന്നെ പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആരംഭിക്കുക. സോ ദാറ്റ് അതിലൂടെ എൻറോൾമെൻറ്റ് ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഹയർ എഡ്യൂക്കേഷനിലേക്ക് എൻറോൾഡ് ആവാനായിട്ടുള്ള സാധ്യതകൾ തുറക്കുക. കറക്റ്റ് റീജിയണൽ ഇംബാലൻസ് ഇൻ ആക്സസ് ടു ഹയർ എഡ്യൂക്കേഷൻ ബൈ സെറ്റിംഗ് അപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ അൺസർവ്ഡ് ആൻഡ് അണ്ടർസർവ്ഡ് ഏരിയാസ്. അടുത്തൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് ഈ ആക്സസ് എന്നുള്ളത് അല്ലേ, അല്ലെങ്കിൽ ഈ ഇപ്പം റീജിയണൽ ആയിട്ടുള്ള ഇംബാലൻസസ്. ചില സ്ഥലങ്ങളിൽ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ല, അല്ലെങ്കിൽ ആളുകൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അതിന് ആക്സസ് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളില്ല. അങ്ങനെയുള്ള റീജിയണൽ ഇംബാലൻസസ് കറക്റ്റ് ചെയ്യുക, അതായത് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാ സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്കിനും അവിടെയുള്ള ആളുകൾക്ക് ഹയർ എഡ്യൂക്കേഷൻ നേടാൻ താല്പര്യമുള്ള ആളുകൾക്ക് ആക്സസിബിലിറ്റി കൂടുവാണ് അല്ലേ. അപ്പം അങ്ങനെ ഈ ഒരു റീജിയണൽ ആയിട്ടുള്ള ഇംബാലൻസസ് അതിനെ ഒന്ന് റെക്ടിഫൈ ചെയ്യുക എന്നുള്ളതും റൂസയുടെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസാണ്. അതുപോലെ തന്നെ ഇക്വിറ്റി അവർ ഫോക്കസ് ചെയ്യുന്നൊരു കാര്യമാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സോ ദാറ്റ് അവർ മറ്റൊരു പ്രധാനമായിട്ടും റൂസ ഈ സ്കീമിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യമാണ്
providing adequate opportunities of higher education to SC, STs and socially and educationally backward classes, promote inclusion of women, minorities and differently abled persons. അതായത് സമൂഹത്തിൽ മാർജിനലൈസ് ചെയ്ത് നിൽക്കപ്പെടുന്ന ആളുകൾ അവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു രീതി, അല്ലെങ്കിൽ അവർക്കും കൂടെയുള്ള സാധ്യതകൾ, ഇപ്പം SC കാറ്റഗറിയിൽ പെടുന്നവരോ അല്ലെങ്കിൽ സോഷ്യലിയോ അല്ലെങ്കിൽ എഡ്യൂക്കേഷനിലെയോ ബാക്ക്വേർഡ് ക്ലാസ്സസിൽ നിൽക്കുന്ന ആളുകൾക്ക് ആവശ്യത്തിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒരുക്കി കൊടുക്കുക. ഇപ്പം മൈനോറിറ്റീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ, വിമൻ ആയിക്കോട്ടെ, അവർക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസം നേടാനായിട്ടുള്ള, ഹയർ എഡ്യൂക്കേഷനിലേക്ക് ആക്സസ് നേടാനായിട്ടുള്ള സാധ്യതകൾ തുറക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുക. ഇതും റൂൾസ് അല്ലെങ്കിൽ രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷ അഭിയാൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് തന്നെയാണ്. കമ്മിങ് ബാക്ക് ടു അവർ ക്വസ്റ്റ്യൻ, നമ്മളോട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഈ സെൻട്രലി സ്പോൺസേർഡ് ആയിട്ടുള്ള ഈ രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷ അഭിയാൻ എന്ന ഈ പ്രോഗ്രാം ലോഞ്ച് ചെയ്ത വർഷം ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ 4, 2013. റൈറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, MHRD ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്കീം റൂസ സപ്പോർട്ട്സ് ദ ഫോളോയിങ് കോമ്പണൻസ്. അപ്പം നിങ്ങൾക്കിപ്പോൾ റൂസയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് അറിയാം അല്ലേ? ഇനി ഈ ഓപ്ഷൻസ് നോക്കിയിട്ട് കറക്റ്റായിട്ട് റൂസയുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തേ. അപ്ഗ്രേഡിംഗ് ഓട്ടോണമസ് കോളേജസ് ടു ദി സ്റ്റേറ്റസ് ഓഫ് എ യൂണിവേഴ്സിറ്റി, പ്രൊവൈഡിംഗ് മെയിൻ്റനൻസ് ഗ്രാൻസ് ടു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്, സെറ്റിംഗ് അപ്പ് ഓഫ് ന്യൂ പ്രൊഫഷണൽ കോളേജസ് ഇൻ അൺസർവ്ഡ് ആൻഡ് അണ്ടർസർവ്ഡ് ഏരിയാസ് ഓഫ് ദി കൺട്രി, പ്രൊവൈഡിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഗ്രാൻസ് to colleges and universities to scale up capacity, more scholarship programs to supplement the cost of education. So ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ് എന്ന് നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്? നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഉണ്ട്, അതിനകത്ത് നിന്ന് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഐഡൻറ്റിഫൈ ചെയ്യുക. So the right answer includes option A, upgrading autonomous colleges to the status of university. Then you have option C, setting up of new professional colleges in unserved and underserved areas of the country. Then you have providing infrastructure grants to colleges and universities to scale up capacity, more scholarship programs to supplement the cost of education. So A, C, D, E എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. A, C, D and E is option 4. So the right answer for this question is option 4. Moving to the next question. The LEAP program of MHRD is aimed to train university faculties in, and you have the options: scientific research, academic leadership, new technology and institutional economics. അപ്പം ലീപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാം, MHRD കണ്ടക്ട് ചെയ്യുന്ന ലീപ്പ് പ്രോഗ്രാം ബേസിക്കലി യൂണിവേഴ്സിറ്റി ഫാക്കൽറ്റീസിനെ എയിം ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ്. അതിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ത് ഏരിയ ആണ് അവർ ഫോക്കസ് ചെയ്യുന്നത്, അതാണ് ക്വസ്റ്റ്യൻ. സോ ലീപ്പ് എന്ന ഈ ഒരു അബ്രിവിയേഷൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ലീഡർഷിപ്പ് ഫോർ അക്കാഡമീഷ്യൻസ് പ്രോഗ്രാം എന്നാണ്. ലീഡർഷിപ്പ് ഫോർ അക്കാഡമീഷ്യൻസ് പ്രോഗ്രാം. ഇപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ ഓപ്ഷൻസ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നൗ യു നോ ദി ആൻസർ. സോ ബേസിക്കലി ഈ ലീഡർഷിപ്പ് ഫോർ അക്കാഡമീഷ്യൻസ് പ്രോഗ്രാം ഒരു ലീപ്പ് എന്ന് പറയുന്നത് 3 week ഫ്ലാഗ്ഷിപ്പ് ഒരു ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ്. ആൻഡ് ഈ ഒരു പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അക്കാഡമിക് ഫീൽഡിലുള്ള ഇപ്പോൾ പ്രൊഫസേഴ്സ് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരു ലീഡർഷിപ്പ്, ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ രീതിയിലേക്ക് വരാനായിട്ട് അവരെ എക്വിപ്പ് ചെയ്യുന്ന ഒരു ലീഡർഷിപ്പ് കപ്പാസിറ്റി അവരിലേക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു 3 weeksോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇത്. 2 weeks അവർക്ക് ഡൊമസ്റ്റിക് ട്രെയിനിങ് ആയിരിക്കും, 1 week ഫോറിൻ ട്രെയിനിങ്ങും ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ട്രെയിനിങ് അതിനകത്ത് അവർ ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് എന്തൊക്കെയാണ്? പലതരത്തിലുള്ള ലീഡർഷിപ്പ് ആൻഡ് മാനേജിങ് സ്കിൽസ് അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് സേ പ്രോബ്ലം സോൾവിങ്, അല്ലെങ്കിൽ സ്ട്രെസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ടീം ബിൽഡിംഗ് വർക്ക്, അതുപോലെ കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ്, communication, understanding the complexity and challenges of governance in higher education institutions and general administration. Basically ഇങ്ങനെയുള്ള നമ്മുടെ പ്രൊഫസേഴ്സ് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു അഡ്മിനിസ്ട്രേഷൻ രംഗത്തേക്ക് അവർ വന്നാൽ അവർക്ക് അവിടെ വേണ്ടുന്ന പ്രധാനപ്പെട്ട സ്കിൽസ് എന്തൊക്കെയാണ്? ഒരു അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഗവേണൻസ് രീതിയിലേക്ക് അവർ വരുമ്പോൾ അവർ ഫോക്കസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു മാനേജിങ് സ്കിൽസ് എന്തൊക്കെ അവർക്ക് വേണം, അതാണ് ഈ പ്രോഗ്രാമിലൂടെ മെയിനായിട്ടും ഫോക്കസ് ചെയ്യപ്പെടുന്നത്. പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനുള്ള ട്രെയിനിങ് ഉണ്ട്, സ്ട്രെസ് ഹാൻഡ്ലിംഗ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് സ്കിൽസ് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട്, ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള അക്കാഡമീഷ്യൻസിന് ലഭിക്കാറുണ്ട്. Coming back to our question, the LEAP program of MHRD is aimed to train university faculties in, and you have the options: scientific research, academic leadership, new technology, institutional economics. What is the answer? That is option 2. Academic leadership ആണ് ആൻസർ അല്ലേ?
അക്കാഡമിക് ലീഡർഷിപ്പ് ആണ് മെയിനായിട്ടും ലീപ്പ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിലൂടെ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ 2. Next question. Can Darshan launched by IGNOU refers to which one of the following? Satellite-based educational TV channel, educational FM radio network, global initiative of academic networks, online courses. അപ്പം ഇഗ്നോയുടെ ഭാഗമായിട്ട് വരുന്ന ഇനീഷ്യേറ്റീവ്, ലെറ്റ്സ് സേ ഗ്യാൻ ദർശൻ, ഗ്യാൻ വാണി, ഇതൊക്കെ പ്രധാനമായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണെന്ന് പറഞ്ഞിരുന്നു. വളരെ ഈസിയാണ്. ഈ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഇഗ്നോയുടെ ഇനീഷ്യേറ്റീവ്സ് എന്താണ് എന്ന് മാത്രം തന്നെ അറിഞ്ഞാൽ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയുമാണ്. അപ്പോൾ ഇഗ്നോയുടെ ഭാഗമായിട്ട് ലോഞ്ച് ചെയ്യപ്പെട്ട ഗ്യാൻ ദർശൻ എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ്? ഇറ്റ് ഈസ് എ സാറ്റലൈറ്റ് based educational TV channel, satellite based educational TV channel which was launched by IGNOU. Adana Gyan Darshan ennu parayunnathu. So the right answer for this question is option 1. Next question. Name the scheme which facilitates academic and research collaborations between Indian institutions and the best institutions in the world. അപ്പോൾ ഈ ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? അഗെയിൻ ഇത് സ്കീംസ് ബേസ് ചെയ്തിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്കീംസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ബേസിക്കലി ചോദിച്ചിരിക്കുന്നത് എന്താ? നെയിം ദ സ്കീം വിച്ച് ഫെസിലിറ്റേറ്റ്സ് അക്കാഡമിക് ആൻഡ് റിസർച്ച് കൊളാബറേഷൻ ബിറ്റ്വീൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ വേൾഡ്. അതായത് ലോകത്തിലുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും തമ്മിൽ അക്കാഡമിക് അതുപോലെ തന്നെ റിസർച്ച് കൊളാബറേഷൻസ് നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫെസിലിറ്റീസ് ഒരുക്കി കൊടുക്കാൻ സഹായകരമാകുന്ന സ്കീം ഏത്? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ICSSR ഇംപ്രസ്, സ്റ്റാഫ് ഡെവലപ്മെൻറ്റ് സ്കീം, ദെൻ യു ഹാവ് സ്പാർക്ക്, SPARC സ്പാർക്ക്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെൻറ്റ് സ്കീം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ രണ്ട് ഓപ്ഷൻസ് പ്രധാനമായിട്ടും സ്കീംസിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. സ്റ്റാഫ് ഡെവലപ്മെൻറ്റ് സ്കീമും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെൻറ്റ് സ്കീമും ആ ടേമിൽ തന്നെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. സ്റ്റാഫ് ഡെവലപ്മെൻറ്റ്, അവരുടെ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള പദ്ധതികളും പ്ലാനുകളൊക്കെയാണ് സ്റ്റാഫ് ഡെവലപ്മെൻറ്റിൽ വരുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മൊത്തത്തിലുള്ള ഡെവലപ്മെൻറ്റിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്കീംസ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെൻറ്റ് സ്കീംസിൽ വരിക. ഈ ഓപ്ഷൻ 1ഉം 3ഉം നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താണെന്ന് നോക്കാം, അതിനുശേഷം ഇതിൻ്റെ ആൻസറിലേക്ക് വരാം. സോ ഇംപ്രസിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇംപാക്ട്ഫുൾ പോളിസി റിസർച്ച് ഇൻ സോഷ്യൽ സയൻസ് എന്നുള്ളതാണ്. ഇംപാക്ട്ഫുൾ പോളിസി റിസർച്ച് ഇൻ സോഷ്യൽ സയൻസ്. സോ ഇത് ബേസിക്കലി ഈ ഒരു പെർട്ടിക്കുലർ ഇംപ്രസ് എന്ന് പറയുന്ന ഒരു സ്കീം ബേസിക്കലി എയിം ചെയ്യുന്നത് എന്താണ്? ഇറ്റ് എയിംസ് ടു എൻകറേജ് social science research in policy relevant areas so as to provide vital inputs in policy formulation, implementation and evaluation. അപ്പോൾ ഇംപ്രസ് ഓൾറെഡി പറഞ്ഞതുപോലെ പോളിസി റിസർച്ച് ഇൻ സോഷ്യൽ സയൻസ്, അതിൻ്റെ ഫുൾ ഫോം നിങ്ങൾ ഓർത്തിരുന്നാൽ തന്നെ അതിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലാവും. പോളിസി റെലവൻ്റ് ആയിട്ടുള്ള ഏരിയാസ്, ഇപ്പോൾ പോളിസി ഫോർമുലേഷൻ, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, ഒരു പോളിസി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത അതിൻ്റെ ഇവാലുവേഷൻ, അങ്ങനെ പോളിസി മേക്കിംഗ് അല്ലെങ്കിൽ പോളിസി റെലവൻ്റ് ഏരിയാസിൽ നടത്തുന്ന സോഷ്യൽ സയൻസ് റിസർച്ചുകളെ എൻകറേജ് ചെയ്യുക, അതിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുക, എൻകറേജ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വന്നിട്ടുള്ളൊരു സ്കീമാണ് ഇംപ്രസ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് ബേസിക്കലി ആൻ ഇനിഷ്യേറ്റീവ് ഓഫ് ദി മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് and the Indian Council of Social Science Research. Basically ഇതിൻ്റെ ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. പക്ഷേ ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച്. അപ്പോൾ അതുകൊണ്ടാണ് ICSSR ഇംപ്രസ് എന്നാണ് നിങ്ങൾ ആ ഓപ്ഷനിൽ കണ്ടിരുന്നത് അല്ലേ? അപ്പോൾ ഇത് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച്. അപ്പോൾ ഇംപ്രസ് എന്താണെന്ന് മനസ്സിലായല്ലോ? പോളിസി റെലവൻ്റ് ആയിട്ടുള്ള ഏരിയാസിൽ നടക്കുന്ന സോഷ്യൽ സയൻസ് റിസർച്ചുകളെ എൻകറേജ് ചെയ്യുക എന്ന ഉദ്ദേശത്തിൽ വന്നിട്ടുള്ളൊരു സ്കീമാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ച മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്തായിരുന്നു? ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച്. ഇനി അടുത്ത നമ്മൾ അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു ഓപ്ഷനും കൂടി ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ദാറ്റ് ഇസ് സ്കീം ഫോർ പ്രൊമോഷൻ ഓഫ് അക്കാഡമിക് ആൻഡ് റിസർച്ച് കൊളാബറേഷൻ. സ്കീം ഫോർ പ്രൊമോഷൻ ഓഫ് അക്കാഡമിക് ആൻഡ് റിസർച്ച് കൊളാബറേഷൻ. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് എന്താണ്? ഇന്ത്യക്കകത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇന്ത്യയുടെ വെളിയിലുള്ള മറ്റ് കൺട്രീസിലെ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് റിസർച്ചും അതുപോലെ അക്കാഡമിക്കലി കൊളാബറേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു അവസരമാണ് ഈ സ്കീമിലൂടെ ലഭിക്കുന്നത്. സോ ഇറ്റ് എയിംസ് അറ്റ് ഇംപ്രൂവിംഗ് ദ റിസർച്ച് എക്കോസിസ്റ്റം ഓഫ് ഇന്ത്യാസ് ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് by facilitating academic
and research collaborations between Indian institutions and the best institutions in the world from 28 selected nations to jointly solve problems of national and international relevance. അപ്പം തിരഞ്ഞെടുക്കപ്പെട്ട 28 രാജ്യങ്ങളാണ് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ ആ രാജ്യങ്ങളിലുള്ള ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇന്ത്യയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസും തമ്മിൽ ഒന്നിച്ച് അവർക്കൊരു റിസർച്ച് കൊളാബറേഷൻ അല്ലെങ്കിൽ അക്കാഡമിക് കൊളാബറേഷൻ നടത്താനായിട്ടുള്ള സാധ്യതയാണ് ഈ ഒരു സ്കീം ഫോർ പ്രൊമോഷൻ ഓഫ് അക്കാഡമിക് ആൻഡ് റിസർച്ച് കൊളാബറേഷൻ നൽകുന്നത്. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള എയിം അതാണ്. സോ ദാറ്റ് നമ്മുടെ ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ മൊത്തത്തിലുള്ള അവിടുത്തെ റിസർച്ച് എക്കോസിസ്റ്റം, അവിടെ റിസർച്ചിനുള്ള സാധ്യതകളൊക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ്. ഇനി കമ്മിങ് ബാക്ക് ടു അവർ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? നെയിം ദ സ്കീം വിച്ച് ഫെസിലിറ്റേറ്റ്സ് അക്കാഡമിക് ആൻഡ് റിസർച്ച് കൊളാബറേഷൻ ബിറ്റ്വീൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. അപ്പം നിങ്ങൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ഡിസ്കസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഓൾറെഡി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നൗ യു നോ ദി ആൻസർ. ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ 3. റൈറ്റ്, that is option 3. അടുത്ത question. For research and policy relevant areas, which of the following organizations is entrusted with the initiative IMPRESS? ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഏരിയയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. റിസർച്ച് പോളിസി റെലവൻറ്റ് ഏരിയാസിൽ നടക്കുന്ന റിസർച്ച്, സോഷ്യൽ സയൻസ് റിസർച്ച് അല്ലേ, ആ റിസർച്ചുകൾ, അങ്ങനെയുള്ള റിസർച്ചുകളാണ് നമ്മൾ ഇംപ്രസ് എന്ന് പറയുന്ന സ്കീമിനെ കുറിച്ച് പറഞ്ഞത്. എന്താ? ഇറ്റ് ഈസ് എയിമിംഗ് അറ്റ് ദി ഇംപ്രൂവ്മെൻറ്റ് ഓഫ് റിസർച്ച്, പോളിസി റെലവൻറ്റ് ഏരിയാസിലുള്ള റിസർച്ചുകളെ, സോഷ്യൽ സയൻസ് റിസർച്ചുകളെ എൻകറേജ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇംപ്രസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. സോ ഫോർ റിസർച്ച് ആൻഡ് പോളിസി റെലവൻറ്റ് ഏരിയാസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗനൈസേഷൻസ് ഇസ് എൻട്രസ്റ്റഡ് വിത്ത് ഇനിഷ്യേറ്റീവ് ഇംപ്രസ്. അതായത് ബേസിക്കലി ഈ ഇംപ്രസ് എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവ് അത് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. ദാറ്റ് ഈസ് ICSSR. ഇതൊരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇനിഷ്യേറ്റീവ് ആണ്. ഇറ്റ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ICSSR. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ 2. Next question. The education imparted through institutions of higher learning in India such as Sanskrit Vidyapeeth is an example of. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ടൈപ്സ് ഓഫ് ലേണിംഗ് നമുക്കുണ്ട് അല്ലേ. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടുത്തെ ഓപ്ഷൻസ് നോക്കിയാൽ നോൺ കൺവെൻഷണൽ ലേണിംഗ് പ്രോഗ്രാംസ്, വാല്യൂ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്, ഓറിയന്റൽ ലേണിംഗ് പ്രോഗ്രാംസ്, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്. ടൈപ്സ് ഓഫ് ലേണിംഗ് അല്ലേ ഇത്. കൺവെൻഷണൽ ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഉണ്ട് നമുക്ക്, അതുപോലെ നോൺ കൺവെൻഷണൽ ഉണ്ട്, പ്രൊഫഷണൽ ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ടൈപ്സ് ഓഫ് ലേണിംഗ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ഈ സാൻസ്ക്രിത് വിദ്യാപീഠ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് വിച്ച് type of learning basically. The education imparted through institutions of higher learning in India such as Sanskrit Vidyapeeth is an example of. അപ്പോൾ എന്താണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്? ഇപ്പോൾ ഈ സാൻസ്കൃത്, ഈ ലാംഗ്വേജ് അല്ലെങ്കിൽ സാൻസ്കൃത് വിദ്യാപീഠ് എന്ന് പറയുന്നത് ബേസിക്കലി ഓറിയൻ്റൽ ലേണിംഗ് പ്രോഗ്രാംസ് ആണ്. ഇപ്പോൾ ഓറിയൻ്റൽ ആയിട്ടുള്ള ലേണിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള പഠനങ്ങൾ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഈസ്റ്റിനെ കുറിച്ചുള്ള പഠനങ്ങളെ നമുക്ക് ഓറിയൻ്റൽ ലേണിംഗ് പ്രോഗ്രാംസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇൻ ദാറ്റ് കേസ് ദ റൈറ്റ് ആൻസർ ഏതായിരിക്കും? ദാറ്റ് ഈസ് ഓപ്ഷൻ 3, ഓറിയൻ്റൽ ലേണിംഗ് പ്രോഗ്രാംസ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ്. ഹയർ എഡ്യൂക്കേഷനിൽ ICTയുടെ ഉപയോഗം എന്താണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. അപ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ ഇങ്ങനെ ICTയുടെ ഉപയോഗം കൊണ്ട് വരുന്ന ഡിഫറെൻറ്റ് സ്കീംസ്, ഹയർ എഡ്യൂക്കേഷനിലെ ഡിഫറെൻറ്റ് ഇത്തരത്തിലുള്ള ഓൺലൈനായിട്ടുള്ള പ്ലാറ്റ്ഫോംസ് എന്തൊക്കെ, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഏരിയ ആയിട്ട് പഠിക്കണമെന്ന് നമ്മൾ അനലൈസ് ചെയ്തിരുന്നു. സോ ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ്സിലെ ലിസ്റ്റ് 1 നമുക്ക് കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ്? സ്വയം, സ്പോക്കൺ ട്യൂട്ടോറിയൽ, ഈ ഗ്രന്ഥാലയ, ഈ യന്ത്ര. പർപ്പസുകൾ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? ഇൻ്റഗ്രേറ്റഡ് ലൈബ്രറി മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ, റോബോട്ടിക്സ് കോമ്പറ്റീഷൻ, പ്രൊമോട്ട്സ് IT ലിറ്ററസി ത്രൂ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ, പേഴ്സണലൈസ്ഡ് ആൻഡ് അഡാപ്റ്റീവ് ലേണിംഗ്. ഓക്കെ, അപ്പോൾ ഈ സ്വയം എന്ന് പറയുന്നത് എന്താ? സ്വയം ഈസ് ബേസിക്കലി ഓൺലൈൻ കോഴ്സസ് ആണ് സ്വയം പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ സ്വയം നിങ്ങൾക്ക് ഏതുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും? ദാറ്റ് ഈസ് ഓപ്ഷൻ 4, പേഴ്സണലൈസ്ഡ് ആൻഡ് അഡാപ്റ്റീവ് ലേണിംഗ് അല്ലേ. അതാണ് സ്വയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്, വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള അഡാപ്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് സ്വയം എന്ന് പറയുന്നത്. ആൻഡ് ദെൻ വി ഹാവ് സ്പോക്കൺ ട്യൂട്ടോറിയൽ, ദാറ്റ് ഈസ് ബേസിക്കലി ഇറ്റ് പ്രൊമോട്ട്സ് IT ലിറ്ററസി ത്രൂ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിലൂടെ IT ലിറ്ററസി ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സ്പോക്കൺ ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന ഡിജിറ്റൽ ഇനിഷ്യേറ്റീവിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം.
ഈ ഗ്രന്ഥാലയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ദാറ്റ് ടേം ഇറ്റ്സെൽഫ് നമുക്ക് ഓർത്ത് വെക്കാൻ കഴിയുന്ന പ്രൊവിഷൻ അല്ലെങ്കിൽ പർപ്പസുകളാണ് ഈ ഗ്രന്ഥാലയക്കുള്ളത്. ഇൻ്റഗ്രേറ്റഡ് ലൈബ്രറി മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ. ഇൻ്റഗ്രേറ്റഡ് ലൈബ്രറി മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ. ഈ യന്ത്രം എന്താണ്? ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് റോബോട്ടിക്സ് കോമ്പറ്റീഷൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഓപ്ഷൻ എങ്ങനെ വരും? A is 4, then you have B that is 3, E that is 1 and D is 2. So A4, B3, C1 and D2, that is option 4. So the right answer for this question is option 4. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്, ഞാൻ അനാലിസിസ് ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ ആണ്. ഇപ്പോൾ ന്യൂ എഡ്യൂക്കേഷണൽ പോളിസി 2020 വന്നിട്ടുള്ള ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നിങ്ങൾ അത്യാവശ്യം തറവായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം ക്വസ്റ്റ്യൻസ് വരാനായിട്ട് സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം, സോ ദാറ്റ് നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടാനും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. NEP 2020 introduced a backless concept to intern with local vocational experts such as carpenters, gardeners, potters, etc. Which class group will participate in this vocational activity? Grades 6 to 8, grades 5 to 8, grades 7 to 8 and grades 8 to 9. അപ്പം ഈ ഇന്റേൺഷിപ്പ് ചെയ്യുക എന്നുള്ളത് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അവരുടെ ഒരു സജഷനാണ്, അവർ മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റെക്കമെൻഡേഷനാണ്. അപ്പോൾ ഈ ഇന്റേൺ വിത്ത് ലോക്കൽ വൊക്കേഷണൽ എക്സ്പെർട്സ് ലൈക്ക് കാർപ്പൻറ്റേഴ്സ്, ഗാർഡനേഴ്സ്, പോട്ടേഴ്സ് അങ്ങനെയുള്ള ലോക്കൽ വൊക്കേഷണൽ എക്സ്പേർട്സുമായിട്ട് ചേർന്ന് ഇന്റേൺഷിപ്പ് പോലെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു റെക്കമെൻഡേഷനിലൂടെ അവർ പറഞ്ഞിരിക്കുന്നത്. സോ ബേസിക്കലി ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഈ സ്കൂൾ എഡ്യൂക്കേഷൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സോ 5+3+3+4 എന്നുള്ളതാണ് ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന കരിക്കുലർ അല്ലെങ്കിൽ പെഡഗോജിക്കൽ സ്ട്രക്ചർ ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ. അപ്പോൾ ഈ 5+3+3+4 എന്ന് പറയുമ്പോൾ അത് 4 സ്റ്റേജസ് ആണ്: ഫൗണ്ടേഷണൽ, പ്രിപ്പറേറ്ററി, മിഡിൽ ആൻഡ് സെക്കൻഡറി. ഫൗണ്ടേഷണൽ സ്റ്റേജിൽ നമുക്ക് 5 years ആണുള്ളത്. സോ ഒരു അംഗൻവാടി, പ്രീ സ്കൂൾ ആ ഒരു സ്റ്റേജ് മുതൽ നമുക്ക് പിന്നീട് ഒരു 2 years, ക്ലാസ് 2 വരെ എന്നുള്ളൊരു റേഞ്ചാണ് ഫൗണ്ടേഷണൽ സ്റ്റേജിൽ വരുന്നത്. അപ്പം ആദ്യത്തെ 3 years അംഗനവാടി ആ ഒരു സ്റ്റേജും അതുകൊണ്ടൊപ്പം തന്നെ ക്ലാസ് 1 and 2. അപ്പോൾ ആ 2 ഏരിയാസാണ് ഈ ആദ്യത്തെ ഫൗണ്ടേഷണൽ സ്റ്റേജിൽ വരുന്നത്, മൊത്തം 5 വർഷം. So then we have preparatory stage which includes 3 years, class 3 to 5, and middle stage which includes again 3 years, class 6 to 8. പിന്നീട് നമുക്ക് സെക്കൻഡറി സ്റ്റേജ് ഉണ്ട്, ദാറ്റ് ഇസ് 4 years, ക്ലാസ് 9 to 12. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള സ്കൂൾ എഡ്യൂക്കേഷൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ഇന്റേൺ എന്നുള്ള ഒരു ഇന്റേൺഷിപ്പ് ചെയ്യാന്നുള്ളൊരു ആശയമുണ്ടല്ലോ, ഇന്റേൺ വിത്ത് ലോക്കൽ വൊക്കേഷണൽ എക്സ്പേർട്സ്, അത് വരുന്നത് ഈ മിഡിൽ സ്റ്റേജിലാണ്. ദ 3 years ഓഫ് മിഡിൽ സ്റ്റേജ്, ക്ലാസ് 6 to 8 ആ ഒരു പെർട്ടിക്കുലർ ഈ ഇന്റേൺ വിത്ത് ലോക്കൽ വൊക്കേഷണൽ എക്സ്പേർട്സ് എന്നുള്ള ഒരു റെക്കമെൻഡേഷൻ വരുന്നത്. സോ മിഡിൽ സ്റ്റേജിൻ്റെ പ്രത്യേകത എന്താ? എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഇൻ ദ സയൻസസ്, മാത്തമാറ്റിക്സ്, ആർട്സ്, സോഷ്യൽ സയൻസസ് ആൻഡ് ഹ്യൂമാനിറ്റീസ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റനിലേക്ക് തിരിച്ചു വന്നാൽ അപ്പോൾ നിങ്ങൾ ബേസിക്കലി ഈ ഒരു സ്ട്രക്ചർ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക: ഫൗണ്ടേഷണൽ, പ്രിപ്പറേറ്ററി, മിഡിൽ, സെക്കൻഡറി. അപ്പോൾ ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? NEP 2020 introduced a backless concept to intern with local vocational experts such as carpenters, gardeners, potters, etc. Which class group will participate in this vocational activity? So, ഈ vocational activity ഏത് സ്റ്റേജിലാണ് വരുന്നത്? That comes in middle stage. Middle stage എന്ന് പറയുമ്പോൾ it includes 3 years and it is ആ ഒരു 3 yearsൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഗ്രേഡ്സ് അല്ലെങ്കിൽ ക്ലാസ്സസ് ഏതൊക്കെയാണ്? ക്ലാസ്സസ് 6 to 8 അല്ലെങ്കിൽ ഗ്രേഡ്സ് 6 to 8. So, the right answer for this question is option 1. Moving to the next question, the current 10+2 school curriculum to be replaced by a new. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഏരിയയിൽ നിന്ന് തന്നെയുള്ള ക്വസ്റ്റൻ ആണ്. ഇപ്പോഴുള്ള 10+2 സ്കീം എന്ന് പറയുന്ന സ്കൂൾ എഡ്യൂക്കേഷൻ്റെ 10+2 സ്കൂൾ കരിക്കുലം ആ ഒരു സ്ട്രക്ചർ മാറി പുതിയ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ആ കരിക്കുലർ സ്ട്രക്ചർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദാറ്റ് ഇസ് 5+3+3+4. നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തതാണ്. 5+3+3+4 എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഇസ് ഓപ്ഷൻ 1. അടുത്ത ക്വസ്റ്റ്യൻ: The new policy aims in the higher education to improve the gross enrollment ratio from 26.3% to 50% by. We have the options 2030, 2035, 2025, 2040.
40. അപ്പോൾ ബേസിക്കലി ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ 26.3 എന്നുള്ളതിനെ 50% എത്തിക്കുക എന്നുള്ളത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു എയിമാണ്. അപ്പോൾ അതിൻ്റെ ടാർഗറ്റ് ഇയർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. 26.3% ഓഫ് ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോനെ 50% എത്തിക്കുക എന്നുള്ള ആ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ടാർഗറ്റ് ഇയർ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. So the aim will be to increase the gross enrollment ratio in higher education including vocational education from 26.3% to 50% by 2035. ഈ 26.3% എന്ന് പറയുന്നത് 2018 പ്രകാരമുള്ള കണക്കാണ്. വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഉൾപ്പെടെയുള്ള ഹയർ എഡ്യൂക്കേഷൻ്റെ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ 2018 പ്രകാരം 26.3% ആണ്. അതിനെ 2035 കൂടി 50% എത്തിക്കുക എന്നുള്ളതാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം, ഒരു എയിം എന്ന് പറയുന്നത്. ഓക്കെ, ബൈ 2040 all higher education institutions shall aim to become multidisciplinary institutions and shall aim to have larger student enrollments preferably in the thousands. അപ്പം നമ്മൾ ഈ ഹയർ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പ്രധാനമായിട്ടും ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ വന്നിട്ടുള്ള ചില സജഷൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ എന്തായിരുന്നു? വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഉൾപ്പെടെയുള്ള ഹയർ എഡ്യൂക്കേഷനെ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 2018 പ്രകാരം 26.3% ആണ്. അതിനെ 2035 കൂടി 50% ആക്കുക. അതാണ് ഒന്നാമത്തെ. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു എയിം എന്ന് പറയുന്നത് 2040 കൂടി എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും, എല്ലാ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും മൾട്ടി ഡിസിപ്ലിനറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്കി മാറ്റുക. സോ ദാറ്റ് കൂടുതൽ കുട്ടികൾ എൻറോൾ ചെയ്യുക, കൂടുതൽ ആളുകൾ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി എൻറോൾ ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. സോ ഇതിന് വേണ്ടിയിട്ട് ഈ 2040 എല്ലാ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും മൾട്ടി ഡിസിപ്ലിനറി ആക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. സോ അതിൻ്റെ മെൻഷൻ ചെയ്തിരിക്കുന്ന ഗോളിന് വേണ്ടി അതിൻ്റെ ഒരു ആദ്യ പടി എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് all HES higher education institution will firstly plan to become multidisciplinary by 2030. അതായത് 2040 കൂടി നമ്മളിവിടെ പറഞ്ഞല്ലോ, 2040 കൂടി നമുക്ക് ഈ എൻറോൾമെൻറ്റ് കൂട്ടുക, കൂടുതൽ കുട്ടികൾ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി എൻറോൾ ചെയ്യുക എന്നുള്ളതാണ് 2040 കൂടി നമ്മൾ അച്ചീവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ടാർഗറ്റ്. അതിനുവേണ്ടി അതിൻ്റെ മുന്നോടിയായിട്ട് 2030 കൂടി തന്നെ എല്ലാ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും മൾട്ടി ഡിസിപ്ലിനറി ആക്കി മാറ്റുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ മൾട്ടിപ്പിൾ എക്സിറ്റ് ഓപ്ഷൻസും കൂടെ ഈ ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ ആണ്. ദി അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി വിൽ ബി ഓഫ് ഈതർ 3 or 4 year duration with multiple exit options within this period with appropriate certifications. അതായത് 3 വർഷം അല്ലെങ്കിൽ 4 വർഷം നീണ്ടു നിൽക്കുന്ന അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി കോഴ്സസ് ആയിരിക്കും ഉണ്ടാവുക. അതിനകത്ത് തന്നെ മൾട്ടിപ്പിൾ എക്സിറ്റ് ഓപ്ഷൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങളിപ്പം ഒരു ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു, ആദ്യത്തെ വർഷം നിങ്ങൾ പഠിച്ചു, അതിനുശേഷം നിങ്ങൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യാണ്, ആ കോഴ്സ് വിട്ടിട്ട് പോവുകയാണെങ്കിലും നിങ്ങൾക്ക് അതിനൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഇനി 2 വർഷം നിങ്ങളൊരു ഡിഗ്രി കോഴ്സ് ചെയ്യുന്നു, അതിനുശേഷം നിങ്ങൾ അതിൽ നിന്ന് മാറി വേറെ ഏതെങ്കിലും ഒരു സ്ട്രീമിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ 2 വർഷം നിങ്ങൾ പഠിച്ചതിന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ വാല്യൂവിനുള്ള കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ നമുക്ക് സാധ്യതയില്ല അല്ലേ. നമ്മൾ 3 വർഷം ഒരു ഡിഗ്രി കോഴ്സിന് ചേർന്ന് ആദ്യത്തെ വർഷം കഴിഞ്ഞ് നമ്മൾ ഡ്രോപ്പ് ഔട്ട് ചെയ്താൽ നമുക്ക് അത് കിട്ടില്ല. ഡിഗ്രിയുടെ നമ്മൾ ആ പഠിച്ചതിൻ്റെ ഒരു തരത്തിലുള്ള സർട്ടിഫിക്കറ്റ്സോ അങ്ങനെയുള്ള കാര്യങ്ങളോ അതിൻ്റെ ഒരു റെക്കഗ്നീഷനോ നമുക്ക് കിട്ടാറില്ലല്ലോ. അപ്പം ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ പറയുന്നത് ഓരോ വർഷവും മൾട്ടിപ്പിൾ എക്സിറ്റ് പോയിന്റ്സ് ആണ്, മൾട്ടിപ്പിൾ എക്സിറ്റ് ഓപ്ഷൻസ് ആണ്. ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, യു ക്യാൻ ഡ്രോപ്പ് ഔട്ട്. ആ ഒരു വർഷം നിങ്ങൾ പഠിച്ചതിന് നിങ്ങൾക്കൊരു അതിനോട് ഇക്വലൻ്റ് ആയിട്ടൊരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ 1 വർഷം പഠിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ആയിരിക്കും അത്. 2 വർഷമാണെങ്കിൽ ഇറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് എ ഡിപ്ലോമ കോഴ്സ്. 3 years ആണെങ്കിൽ പക്ക ബാച്ചിലേഴ്സ് ഡിഗ്രി. 4 years ആണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് റിസർച്ച്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രീസ് എന്ന് പറയുന്നത്, അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി 3 or 4 year ഡ്യൂറേഷനിൽ നമുക്ക് എടുക്കാം. 3 years ആണെങ്കിൽ ഇറ്റ് സിംപ്ലി ബാച്ചിലേഴ്സ് ഡിഗ്രി എന്നുള്ളൊരു കാര്യമാണ് 3 yearsൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. 4 years ആണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് റിസർച്ച് എന്നുള്ള
ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് ആണ്. Coming back to a question, the new policy aims in the higher education to improve the gross enrollment ratio from 26.3% to 50% by. Now you know the answer, right? 2035. 26.3% in the 2018 gross enrollment ratio 50% ആക്കാനായിട്ട് നമുക്ക് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ വെച്ചിരിക്കുന്ന ടാർഗറ്റ് ഇയർ ഏതാണ്? That is 2035. So the right answer for this question is option 2. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഈ NIRF റാങ്കിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കുറച്ച് അപ് ടു ഡേറ്റ് ആയിട്ട് നോക്കി അറിഞ്ഞു വെക്കേണ്ട ഒരു ഏരിയ ആണ് NIRF റാങ്കിംഗ് എന്നുള്ളത്. സോ 2021 NIRF റാങ്കിംഗ് വന്നിട്ടുണ്ടല്ലോ. സോ അതിനെ ബേസ് ചെയ്തിട്ട് 1-2 ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് നോക്കാം. ആ ഒരു ഏരിയ അപ്പം നിങ്ങൾക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നോക്കിക്കേ ക്വസ്റ്റ്യൻ, which of the following has been ranked the best college in the country as per the National Institutional Ranking Framework? 2021 പ്രകാരം NIRF റാങ്കിങ്ങിൽ ബെസ്റ്റ് കോളേജ് ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഏത് കോളേജിനെയാണെന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. സോ ഫസ്റ്റ് 5 കോളേജസ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. NIRF റാങ്കിങ്ങിൽ 2021 NIRF റാങ്കിങ്ങിൽ കോളേജുകളുടെ ബേസിസ് നമുക്ക് പല കാറ്റഗറീസ് ആയിട്ട് റാങ്കിങ് ഉണ്ട് NIRFൽ. അതിൽ കോളേജസിൻ്റെ ബേസിസിൽ ബെസ്റ്റ് 5 ആദ്യത്തെ 5 ആയിട്ട് വന്നിരിക്കുന്ന ആദ്യത്തെ 5 റാങ്ക്സിൽ വന്നിരിക്കുന്ന കോളേജസ് ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. മിറാണ്ട ഹൗസ് ഡൽഹി, ലേഡി ശ്രീറാം കോളേജ് ഫോർ വിമൻ ഡൽഹി, ലോയല കോളേജ് ചെന്നൈ, സെയിൻറ്റ് സേവിയേഴ്സ് കോളേജ് കൊൽക്കത്ത, രാമകൃഷ്ണ മിഷൻ വിദ്യാ മന്ദിർ അത് ഹോവ്ര വെസ്റ്റ് ബംഗാൾ ആണ് അത്. ഓക്കെ, അപ്പോൾ ഈ 5 കോളേജസ് ആണ് ബെസ്റ്റ് കോളേജസ്. NIRF റാങ്കിങ്ങിൻ്റെ ആദ്യത്തെ 5 റാങ്കിൽ എത്തിയിരിക്കുന്ന കോളേജസിൻ്റെ ലിസ്റ്റാണിത്. സോ കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? 2021 NIRF അല്ലെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് പ്രകാരം ബെസ്റ്റ് കോളേജായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ഏത് കോളേജിനെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ദാറ്റ് ഇസ് മിറാണ്ട ഹൗസ് ഡൽഹി. ദാറ്റ് ഇസ് ഓപ്ഷൻ 1. അടുത്ത ക്വസ്റ്റ്യൻ, which institution secured first rank in overall category of NIRF ranking 2021? അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു NIRF റാങ്കിങ് തന്നെ നമുക്ക് പല കാറ്റഗറീസ് ഉണ്ട്. നമുക്ക് കോളേജസ് ഉണ്ട്, യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ഓവറോൾ റാങ്കിങ് ഉണ്ട്. അപ്പം അങ്ങനെ പല കാറ്റഗറീസ് ആയിട്ടാണ് അവർ റാങ്കിങ് നടത്തുന്നത്. അപ്പം കോളേജസിലെ ആദ്യത്തെ ഫസ്റ്റ് 5 റാങ്ക്സിൽ വന്നിട്ടുള്ള കോളേജസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഓവറോൾ കാറ്റഗറി റാങ്കിങ്ങിൽ 2021 ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ് എന്നാണ്. സോ ആ 5 ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ലിസ്റ്റാണിത്. NIRF 2021 പ്രകാരം ഫസ്റ്റ് 5 റാങ്ക്സിൽ വന്നിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്: ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബോംബെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഡൽഹി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാൺപൂർ. അപ്പോൾ ഈ 5 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഓവറോൾ കാറ്റഗറിയിൽ ഫസ്റ്റ് 5 റാങ്ക്സിൽ വന്നിട്ടുള്ളത്. സോ കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഓവറോൾ കാറ്റഗറി റാങ്കിങ്ങിൽ NIRF റാങ്കിങ് 2021 പ്രകാരം ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നിരിക്കുന്നത് ഏതാണെന്നാണ്. ദാറ്റ് ഇസ് IIT മദ്രാസ്. സോ ദാറ്റ് ഇസ് ഓപ്ഷൻ 2. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ 2. സോ ഈ വീഡിയോയിൽ പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയൺമെൻറ്റ് അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം ഈ 2 മോഡ്യൂൾസിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മൊത്തം 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. 25 ഫ്രം പീപ്പിൾ ആൻഡ് എൻവയൺമെൻറ്റ് ആൻഡ് 25 ഫ്രം ഹയർ എഡ്യൂക്കേഷൻ. സോ നമ്മൾ അനാലിസിസ് വീഡിയോയിൽ മെയിനായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള ഏരിയാസ് എല്ലാം തന്നെ നമ്മൾ മാക്സിമം കവർ ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു റിവിഷൻ പെർസ്പെക്റ്റീവിൽ ഇത് ഹെൽപ്ഫുൾ ആവും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമ്മുടെ ക്ലാസ്സസിൻ്റെ അഡ്മിഷൻസ് ഇപ്പോൾ ഓപ്പൺ ആണ്. B അക്കാഡമിയുടെ ക്ലാസ് റൂം ക്ലാസ്സസും അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. വളരെ സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ ക്ലാസ് റൂം റെഗുലർ ക്ലാസ്സസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ക്ലാസ് റൂം ക്ലാസ്സസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിലൂടെ അറിയാനായിട്ട് സാധിക്കും. ഇനി അതല്ല, നിങ്ങൾ കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്നത് ഓൺലൈൻ ക്ലാസ്സസ് ആണ്. നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് ഒരു സമയത്തും സാഹചര്യത്തിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഓൺലൈൻ ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ലൈവ് ഇൻറ്ററാക്റ്റീവ് സെഷൻസ് നമുക്കുണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മുടെ ലേണിംഗ് റിസോഴ്സസ്, ലേണിംഗ് മെറ്റീരിയൽസ് കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമും B അക്കാഡമിക്ക് അവൈലബിൾ ആണ്. സോ ദിസ് ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇസ് നോൺ ആസ് ദി ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം. സോ ഇവിടെ LMS നമ്മൾ വിളിക്കും ഷോർട്ടായിട്ട്. LMSൽ നമുക്ക് ഡിഫറെൻറ്റ് മോഡ്സിലായിരിക്കും സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആവുക.
നോട്ട്സ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ 24/7 അവൈലബിൾ ആയിട്ടുള്ള പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് അവിടെ ഉണ്ട്. ഈ വീഡിയോ ക്ലാസ്സസിന് നമ്മൾ യൂസ് ചെയ്യുന്ന PPTസും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ടെസ്റ്റ് പേപ്പേഴ്സ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം, ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. ദാറ്റ് ടു NTA എക്സാം സോഫ്റ്റ്വെയറിനോട് സിമിലർ ആയിട്ടുള്ളൊരു എക്സാം സോഫ്റ്റ്വെയറിൽ എക്സാം പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ടെസ്റ്റ് പേപ്പർ സെഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻ. അതോടൊപ്പം തന്നെ ഡൗട്ട് ക്ലിയറൻസിനും നിങ്ങൾക്ക് സാഹചര്യങ്ങളുണ്ടാവും. വാട്സാപ്പിലൂടെ നിങ്ങളുടെ ഡൗട്ട്സ് എഡ്യൂക്കേറ്റേഴ്സിനോട് ചോദിക്കാനും നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്കൊരു പേഴ്സണൽ മെൻറ്ററിനെയാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ പേഴ്സണൽ മെൻറ്ററിങ്ങും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ B അക്കാഡമിയുടെ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം എങ്ങനെയാണ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. നിങ്ങളുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ഏത് സമയത്തും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരു പേഴ്സണലൈസ്ഡ് പ്രൊഫൈലാണ് B അക്കാഡമിയുടെ LMS പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത്. നിങ്ങൾക്കപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും ഇവിടെ യൂസ് ചെയ്യാം. അതിനുശേഷം ലോഗിൻ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ LMS പ്ലാറ്റ്ഫോമിൻ്റെ പേജിലേക്ക് നിങ്ങൾക്ക് ആക്സസ് ലഭിക്കും. അതിനുശേഷം പേപ്പർ 1ൻ്റെ സ്റ്റാർട്ട് ലേണിംഗ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്നും ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ ഈ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ടെസ്റ്റ് റിസൾട്ടുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നോട്ട്സ് അവൈലബിൾ ആണ്. വീഡിയോസ്, പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതോടൊപ്പം ഈ വീഡിയോ ക്ലാസ്സസിൽ നമ്മൾ ഉപയോഗിക്കുന്ന പവർ പോയിന്റ് പ്രസൻറ്റേഷൻസും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നുണ്ട്. സോ ആദ്യം നമുക്ക് നോട്ട്സിലേക്ക് പോയി നോക്കാം. 10 മോഡ്യൂൾസിനെ ഫോൾഡറുകളായിട്ടാണ് നിങ്ങൾക്ക് നോട്ട്സ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഓരോ മോഡ്യൂളിലും ആ പെർട്ടിക്കുലർ മോഡ്യൂളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയാസിനെ കുറിച്ചുള്ള നോട്ട്സും അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ടുള്ള നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ചാപ്റ്റേഴ്സ് എന്നുള്ള ലിസ്റ്റിൽ നിങ്ങൾക്ക് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നമ്മൾ ഒരു എക്സാമ്പിളിന് വേണ്ടി റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആണ് എടുത്തിരിക്കുന്നത്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൻ്റെ നോട്ട്സും അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ടുള്ള നോട്ടുകളും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിൽ നിന്ന് നിങ്ങൾ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വിചാരിക്കുക. സോ നിങ്ങൾക്ക് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ നിന്നും ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു നോട്ട് തന്നെയാണ് ഈ പെർട്ടിക്കുലർ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ഏരിയാസിനെ കുറിച്ചുള്ള നോട്ട്സും നിങ്ങൾക്കിവിടെ അവൈലബിൾ ആണ്. നോട്ട് പഠനത്തിന് ശേഷം നിങ്ങൾക്ക് അടുത്തതായിട്ട് പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ അതിലേക്ക് മൂവ് ചെയ്യാവുന്നതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ നോട്ട്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയിരിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട ഏരിയാസിൻ്റെയും വീഡിയോ ക്ലാസ്സുകൾ 24/7 നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിനായിട്ട് വീഡിയോസ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെയും എല്ലാ മോഡ്യൂൾസിൻ്റെയും ഫോൾഡേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ ഏത് മോഡ്യൂളാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ആ മോഡ്യൂൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള മോഡ്യൂളാണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. നിങ്ങൾ അതിൻ്റെ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രീ റെക്കോർഡഡ് വീഡിയോസിൻ്റെ സെഷനിലേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യാം. ഇവിടെയും ചാപ്റ്റേഴ്സ് ആയിട്ടാണ് നിങ്ങൾക്ക് ഓരോ ഏരിയാസും കൊടുത്തിട്ടുള്ളത്. അപ്രോച്ചസ് ഇൻ റിസർച്ച്, ടൈപ്സ് ഓഫ് റിസർച്ച്, അങ്ങനെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൻ്റെ പ്രധാനപ്പെട്ട ഏരിയാസിൻ്റെ ക്ലാസ്സുകൾ ഈ ഒരു പെർട്ടിക്കുലർ ഫോൾഡറിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്രോച്ചസ് ഇൻ റിസർച്ച് എന്നുള്ള ഒരു പെർട്ടിക്കുലർ പോർഷനാണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ പെർട്ടിക്കുലർ ഏരിയ സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ചാപ്റ്ററിൽ അപ്രോച്ചസ് ഇൻ റിസർച്ചിലെ പ്രധാനപ്പെട്ട ഏരിയാസിൻ്റെ ക്ലാസ്സുകൾ പ്രീ റെക്കോർഡഡ് വീഡിയോ ഫോമാറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്, ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് അപ്രോച്ച് ടു റിസർച്ച്, then you have positivism and post-positivism research. ഇങ്ങനെ വിവിധ മേഖലകളുടെ വിവിധ ടോപ്പിക്കുകളുടെ ക്ലാസ്സുകൾ പ്രീ റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾക്ക് ഇവിടെ 24 മണിക്കൂറും അവൈലബിൾ ആണ്. ഇതിനുശേഷം ഒരു ക്വിക്ക് റീക്യാപ്പിന് വേണ്ടി അല്ലെങ്കിൽ ഒരു റിവിഷന് വേണ്ടി നിങ്ങൾക്ക് PPTസും ഇതിൽ നിന്ന് തന്നെ പരിശോധിക്കാവുന്നതാണ്. നമ്മുടെ പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസിൻ്റെ PPTസും നിങ്ങൾക്ക് LMS പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ആ മോഡ്യൂൾ സെലക്ട് ചെയ്യുക. നമ്മളുടെ പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസിൻ്റെ എല്ലാം പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്രോച്ചസ് ഇൻ റിസർച്ച് ആണ് നിങ്ങൾ പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസിൽ കണ്ടതെങ്കിൽ ആ സെയിം ഏരിയയുടെ PPTസും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അതിനുവേണ്ടി നമ്മൾ വീഡിയോയിൽ യൂസ് ചെയ്ത അതേ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ അവൈലബിൾ ആക്കുന്നു. സോ നിങ്ങൾ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടെസ്റ്റ് പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളൊരു പർട്ടിക്കുലർ മോഡ്യൂൾ പഠിച്ചതിന് ശേഷം അതിൻ്റെ ടെസ്റ്റ് പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്.
അതിനാണ് നിങ്ങൾക്ക് ടെസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എല്ലാ മോഡ്യൂൾസിൻ്റെയും ടെസ്റ്റ് പേപ്പേഴ്സ് നിങ്ങൾക്കിവിടെ അവൈലബിൾ ആണ്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ പെർട്ടിക്കുലർ ഫോൾഡർ, ആ പെർട്ടിക്കുലർ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്നും ചൂസ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടെസ്റ്റ് പേപ്പേഴ്സും കാണാനായിട്ട് സാധിക്കും. ഈ ഗ്രീൻ കളറിലുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത ടെസ്റ്റ് പേപ്പേഴ്സാണ്. അതുപോലെ തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ടെസ്റ്റ് പേപ്പേഴ്സ് നിങ്ങൾക്ക് റെഡ് കളറിലും കാണാൻ സാധിക്കും. സോ നിങ്ങൾ എത്രമാത്രം ടെസ്റ്റ് പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ഇനി അറ്റൻഡ് ചെയ്യാനുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു ഐഡിയ ഈ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് നൽകും. അതിനുശേഷം ഒരു പെർട്ടിക്കുലർ എക്സാം നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ പെർട്ടിക്കുലർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തതുപോലെ തന്നെ NTA എക്സാം ഫോമാറ്റ് അല്ലെങ്കിൽ NTA സോഫ്റ്റ്വെയറിൻ്റെ സെയിം പാറ്റേൺ എക്സാക്ട് ഫോമാറ്റിലുള്ള ഒരു എക്സാം സോഫ്റ്റ്വെയർ ആണ് B Academy നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് എക്സാമിനെ ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യാനായിട്ടുള്ളൊരു പ്രാക്ടീസ് കൂടെ ഈ ഒരു പെർട്ടിക്കുലർ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് തരുന്നുണ്ട്. കൃത്യമായിട്ട് എക്സാമുകൾ പ്രാക്ടീസ് ചെയ്യുന്നൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മെയിൻ എക്സാമും വളരെ ഈസി ആയിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കും. സോ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസ് എടുക്കാം, അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. സേവ് നെക്സ്റ്റ്, സേവ് ആൻഡ് മാർക്ക് ഫോർ റിവ്യൂ, അങ്ങനെ പല ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. സോ നിങ്ങൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് വായിച്ച് നിങ്ങൾ ആൻസേഴ്സ് നിങ്ങൾക്ക് ടിക്ക് ചെയ്ത് മൂവ് ചെയ്യാം. സോ നിങ്ങൾ എൻറ്റയർ ക്വസ്റ്റ്യൻസ് വായിച്ച് ആൻസേഴ്സ് മാർക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ കൊടുത്താൽ നിങ്ങളുടെ ആ പെർട്ടിക്കുലർ ടെസ്റ്റ് എക്സാം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് അതിനുശേഷം നിങ്ങൾക്ക് ദി എൻറ്റയർ റിസൾട്ട്, നിങ്ങളുടെ ടെസ്റ്റിൻ്റെ എൻറ്റയർ റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ടും സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ടെസ്റ്റ് റിസൾട്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ടെസ്റ്റ് പേപ്പേഴ്സിൻ്റെയും ഒരു ഹിസ്റ്ററി നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ഏത് ദിവസം ചെയ്തു, എത്ര ആൻസേഴ്സ് നിങ്ങൾക്ക് റൈറ്റ് ആയിരുന്നു, എത്ര എണ്ണം റോങ് ആയിരുന്നു, നിങ്ങളുടെ സ്കോർ എത്രയാണ്, എത്ര അറ്റംപ്റ്റ്സ് നിങ്ങൾ ചെയ്തു തുടങ്ങി നിങ്ങളുടെ ഒരു ടെസ്റ്റിൻ്റെ സമ്മറി അടക്കം നിങ്ങൾക്ക് ഈ ഓപ്ഷനിൽ ലഭ്യമാവും. ഇതുകൂടാതെ ഡൗട്ട് ക്ലിയറിംഗ് ഓപ്ഷനും നിങ്ങൾക്കിവിടെ അവൈലബിൾ ആണ്. വാട്സപ്പിലൂടെ നിങ്ങളുടെ ഡൗട്ട്സ് ഞങ്ങൾക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയും LMS നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു LMS പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിന് പുറമെ നോട്ട്സ്, അതുപോലെ തന്നെ പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ്, അതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള പവർ പോയിന്റ് പ്രസൻറ്റേഷൻസ്, അതുപോലെ തന്നെ ടെസ്റ്റ് പേപ്പേഴ്സ് ഒക്കെയാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത്. ഒരു ഫുള്ളി സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു കോംപ്രഹെൻസീവ് സിസ്റ്റമാണ് ഇതിലൂടെ നമ്മുടെ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. സോ നിങ്ങളുടെ നെറ്റ് പ്രിപ്പറേഷൻസിൽ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആകുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.